ഫസ്റ്റ് യൂണിഫോം വരുന്ന സ്കൂളിലല്ല, ഫാക്ടറികളിലാണ്. ബെല്ല് വന്നത് ഫാക്ടറികളിലാണ്. പണിയെടുക്കുന്ന ആൾക്കാർ ബെല്ല് കേട്ട് കഴിഞ്ഞാൽ ഫാക്ടറികൾ പണിക്ക് വരണ്ടേ. ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ കുട്ടികൾ ചോദിക്കണ മിസ് എനിക്കൊരു ജോലി വേണം, ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ആദ്യം അങ്ങനെ എനിക്ക് ബിസിനസ് തുടങ്ങണം, എങ്ങനെയല്ല അത് അത് ഒരു അർജുനെ പൊടിച്ചിട്ട് എന്താ ഗതനല്ലേ എന്ന് പറയാം, ആ സാധനം കൊടുത്തു കഴിഞ്ഞാലോ BM-ൻ്റെ കൊടുത്ത് അമ്പ് കൊടുത്ത് അമ്പ് ചെയ്യാൻ പറഞ്ഞാൽ നടക്കൂല. അന്നത്തെ കാലങ്ങൾക്ക് എന്താണ് ആ ബുദ്ധി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾക്കാർ അതല്ല ചെയ്യുന്നത്. ഒരു ക്ലാസ്സിലെത്തിക്കാണ്ട് എല്ലാവരും കൂടി അമ്പ് ചെയ്താൻ പഠിപ്പിക്കുകയാണ്, എല്ലാവരും കൂടി ഇത് എഴുതി പഠിപ്പിക്കുകയാണ്. നിങ്ങൾ മസ്റ്റായിട്ട് കോളേജിൽ പോകണം, കോളേജിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾ കോളേജിൽ പോകണ്ട. എൻ്റെ ഫാദറിന് ക്യാൻസർ വന്നതാണ്. ക്യാൻസർ ഒന്ന് മരണപ്പെട്ട ഒരാളാണ്. ഹെൽത്തിന് ഞാൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാനുള്ള ഒരു മെയിൻ റീസൺ, അപ്പോൾ നമ്മളെ വീട്ടിലായിരിക്കും രോഗം വന്ന് നമുക്ക് മനസ്സിലാവും കഴിഞ്ഞു. കാരണം ഭയങ്കര മൂകതയെക്കാരം വീട്. ഏറ്റവും ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് കുട്ടികൾ ചെയ്യുന്നത് അറിയോ? ആദ്യം കോഴ്സ് സെലക്ട് ചെയ്യും. ഒരിക്കലും ഫസ്റ്റ് കോഴ്സ് സെലക്ട് ചെയ്യുന്ന മണ്ടത്തരാണ്. നമ്മൾ പന്നികളല്ല. അവരെവിടെയെങ്കിലും കൊണ്ട് ഹിറ്റ് ചെയ്ത് വിചാരിച്ചോ അവർ തല പൊട്ടിയിട്ടുണ്ടാവും, പന്നികളെ ചോര ഒന്നുണ്ടാവും, മുള്ളു കമ്പിയൊക്കെ ഇടിച്ചിട്ടുണ്ടാവും, മരത്തൊക്കെ ഇടിച്ചു. പക്ഷേ ഒരു പ്രശ്നം, ഒരു പിന്നി സ്പീഡ് കണ്ട് ഇടിക്കാൻ നോക്കുക, ഇടിച്ചിടിച്ച് പോകുക. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മളോട്ട് പോയിട്ട് ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മുറി അയക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നേരെ യൂട്യൂബ് വേറെ വഴി ചൂസ് ചെയ്യാം. അവിടെ ഞാൻ ഒരു കോഴ്സിന് പോയി, ഞാൻ ചെയ്യാൻ പോകുന്നൊരു ജോബുണ്ട്. ആ ജോബും ChatGPT ചെയ്യും, ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ജയിക്കുമെന്ന് നോക്കിയാൽ മതി. ChatGPT ജയിക്കും നിങ്ങൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം കാര്യമില്ല, റീപ്ലേസ്ഡ് ആവും. അതായത് ഒരു കുട്ടിക്ക് ഇനിയുള്ള കാലത്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ താല്പര്യം കൂടി വേണം, ഇൻട്രസ്റ്റ് കൂടി വേണം, അല്ലെങ്കിൽ അതിനോട് പാഷൻ, ഒരു ഇഷ്ടം വേണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ എന്തുണ്ടാവും, എനിക്ക് മടുക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ട്, നല്ല എന്താ പറയുക ഐഡിയ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഹായ്, വെൽക്കം ടു ഔട്ട്ലൈസ് പോഡ്കാസ്റ്റ്. ഓക്കെ, വെൽക്കം, താങ്ക് യു. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏകദേശം 100K+ ഫോളോവേഴ്സ് ഉള്ള ആളാണ്. അപ്പം നിങ്ങളെ സ്റ്റോറിക്ക് നമുക്ക് വരാം, പക്ഷെ നമ്മളൊരു സ്റ്റൈൽ വേറെ രീതിയിലാണ്. അപ്പോൾ അത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് നിങ്ങൾ. ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നതാണ് 100K ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ. പക്ഷെ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആയിക്കാണ്ടല്ല നിങ്ങൾ കാണുന്നതെന്നാണ് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണം എന്താ? കാരണം എന്താ വെച്ചെങ്കിൽ എനിക്ക് കൺവെൻഷൻ അല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ട്. അതായത് ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ. അപ്പോൾ അതെങ്ങനെ ആളുകൾക്ക് എത്തിക്കാം എന്നുള്ള ക്വസ്റ്റ്യനിലാണ് ഞാൻ ചെയ്യുന്നത് കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണത്. കണ്ടന്റ് ക്രിയേഷൻ്റെ സെൻസ് ഓഫ് വീഡിയോ എടുക്കലും തുടങ്ങലും അങ്ങനെ എത്തിപ്പെട്ടതാണ്. ഇപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക, ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ക്രിയേറ്റർ എന്നുള്ളതിനേക്കാൾ അതീതമായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു PhD ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഇതിൽ ഈ പേരിൽ തന്നെ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ ഒരു മെയിൻ തോട്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് 100K എന്നുള്ളതൊന്നും ആ സമയത്ത് അത് ഈസി ആയിരുന്നു. ഇപ്പോൾ ഈസി എന്നല്ല പറഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന സമയത്ത് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ചാലഞ്ചിൻ്റെ. ഞാനും ഒരുപാട് ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ചാലഞ്ചിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചെങ്കിൽ ഞാൻ 75 days കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഗോളിലേക്ക് എത്താനുള്ള റീസൺ, ഒന്ന് ഞാൻ കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടി ചെയ്താൽ. കാരണം Day 1 Day 2 എന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ ഡെയിലി ചെയ്യും. ഒന്ന് സെക്കൻഡ്, എൻ്റെ വീഡിയോ ചില 30ാമത്തെ വീഡിയോ ഒരാൾ കണ്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്ക് തോന്നും 1 മുതലുള്ള വീഡിയോ എന്ത് ചെയ്യാം കണ്ട് നോക്കാൻ വിചാരിച്ച് മേ ബി അയാൾ ഫോളോ ചെയ്ത് വെക്കും. അങ്ങനത്തെ കുറച്ച് സ്ട്രാറ്റജിക്കലായിട്ട് അങ്ങനെയാണ് ഈ ഫോളോവേഴ്സ് എല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതിലേക്ക് എത്തിപ്പെട്ടതാണ്. അതായത് എൻ്റെ ഈ ഞാൻ പറയട്ടെ, ടെക്സ് ഇപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എൻ്റെ സ്ഥാപനം എന്നുള്ളത് ഒരാളോട് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ആളുകൾക്ക് പറയുന്നത് ഫെയിലാകാൻ പോകുന്നൊരു പ്രൊജക്റ്റ് എന്ന് പറയാം. പക്ഷേ അതെ, അപ്പോൾ ഞാൻ പറഞ്ഞു അത് ആളുകളിലേക്ക് എത്തിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പം ഇനി ഈ എഡെക്സ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പം എല്ലാവരും ഇപ്പം അറിയുന്ന അംബ്രാസ്ക ഉണ്ടല്ലോ, ഈ അംബ്രാസ്ക ആവുന്നതിന് മുമ്പുള്ള നിങ്ങളൊരു സ്റ്റോറി എങ്ങനെയാണ് ദിഗത്തിന് മുമ്പുള്ള? ഞാൻ ഏത് സ്റ്റേജ് മുതലാണ് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടുന്ന് ബാക്കിലോട്ട് ഇങ്ങനെ പോവാം. ഓക്കെ. എഡെക്സ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു MBA കോളേജിൻ്റെ മാനേജറായിട്ടായിരുന്നു. അത് AICTE അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ക്യാമ്പസിൻ്റെ മാനേജറായിരുന്നു. അത് കാസർഗോഡായിരുന്നു കോളേജിൻ്റെ പേര്. PIMS B സ്കൂൾ എന്നാണ്, PIMS B സ്കൂൾ എന്നാണ് പേര്. അത് പാലക്കാടിലെ ലീഡ് കോളേജ്, ഞാൻ MBA പഠിച്ച കോളേജ് ടേക്ക് ഓവർ ചെയ്തു. അപ്പോൾ എനിക്കായിരുന്നു അതിൻ്റെ ഹെഡായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ കോളേജ് ഡെവലപ്പ് ചെയ്തു. 1.5 years അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം എഡെക്സ് വരുന്നത്. അതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്തത് ഇവിടെ ചെർപ്പുളശ്ശേരിയുള്ള ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഒരുപാട് കോഴ്സുള്ളൊരു കോളേജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാലക്കാട് ജില്ലയിലെ. അവിടെ ഞാൻ 2020 ജോയിൻ ചെയ്യണത്. ആ 2020-21 ഞാൻ അവിടുത്തെ സാധാ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് പോയി. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് HOD ആയിട്ട് പ്രൊമോഷൻ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ IQC കോർഡിനേറ്റർ നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, 3 വർഷമാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തത്. ആ ഒരു ഗ്രാഫ് അങ്ങനെയായിരുന്നു അവിടെ. അതിൻ്റെ മുൻപ് 18-20 ഞാനുള്ളത് ദുബൈയിലാണ്. എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് MBA പഠിക്കണമത്ത് ക്യാമ്പസ് 18-20 ദുബൈയിലാണ്. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയ ദുബൈയിലോട്ടായിരുന്നു. അവിടെ ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. ഗ്രാൻഡ് എന്നാണ്, ഗ്രാൻഡ് എന്നുള്ളൊരു കമ്പനിയുടെ ഹൈപ്പർ മാർക്കറ്റ്സൊക്കെയാണ് അവർക്കുള്ളത്. അതിൻ്റെ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2016-18 MBA ഫ്രം ലീഡ് കോളേജ് പാലക്കാടിലാണ് ചെയ്തത്. 13-16
ഇവിടെ ഒരു അടുത്തുള്ള CCST എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്. അവിടെ BCom ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പ് ചെർപ്പശ്ശേരി ഹൈസ്കൂൾ. ഇതാണ് ഇങ്ങനെ ഒരു, അതിനിടയിൽ ഒരുപാട് വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ കൂടി ഇതാണൊരു മേജറായിട്ടുള്ളൊരു ജേണി. അപ്പോൾ ഈ മാർക്കറ്റിംഗ് ഫീൽഡിൽ നിന്ന് എങ്ങനെയാണ് ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് എത്തിയത്? അത് നമ്മളെ ലൈഫിൽ എപ്പോഴും ഒരു ടേണിംഗ് പോയിൻറ്റ്സ് ഉണ്ട്, ഒരു ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന മൊമെൻറ്റ്സ് ഉണ്ടാവും. എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റ് തന്നെ പറയാം. എനിക്കുണ്ടായത് സംഭവം പറഞ്ഞുതരാം. ഞങ്ങൾ ലീഡ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ക്ലബ്ബുകളുണ്ടാവും. ക്ലബിനെ ലോട്ട് എന്ന് വിളിക്കുക, ലീഡ് ഓപ്പറേറ്റിംഗ് ടീംസ് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് വർഷം ലീഡോഗ്രാഫി എന്ന് പറഞ്ഞ വീഡിയോ ഫോട്ടോ എടുക്കുന്നതിൽ എനിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ ഓരോ വർഷം മാറും അത്. അപ്പോൾ സെക്കൻഡ് ഇയർ ആയ സമയത്ത് എനിക്ക് ക്യാൻറ്റീൻ കമ്മിറ്റി പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ക്യാൻറ്റീൻ രാവിലെ 6 മണിക്ക് എട്ടിങ്ങാണ്ട് പർച്ചേസിന് പോകണം. അവിടെ കുറച്ച് ഉള്ളിൽ ഏറ്റവും കുറച്ച് ഷോ ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് പവറുള്ള പോലത്തെ ഒരു ക്ലബ്ബാണ് ക്യാൻറ്റീൻ കമ്മിറ്റി. അവിടെ കുട്ടികൾ എന്ത് കഴിക്കണം തീരുമാനിക്കുക, മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യുക, വില പേശുക, ഒമിനൊക്കെ ഉണ്ടാവുക സമയത്ത് വണ്ടി എടുത്തുകൊണ്ട് മാർക്കറ്റ്, അതൊക്കെ ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ. അപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്ത് അജ്മൽ എന്ന് പറഞ്ഞ പയ്യനും കൂടിയിട്ടാണ് ഞങ്ങളെ മെൻ്റർ ഗ്രൂപ്പിൽ ഈ ക്ലബിന് വേണ്ടിയുള്ള മത്സരം. അതെ, ഞങ്ങൾ രണ്ടുപേർക്കും അതിൽ പോകണം. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളാരും കോംപ്രമൈസ് ആവാത്തതുകൊണ്ട് ഞങ്ങളെ മെൻ്റർ സോൾവിൻ എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്തു, ലോട്ട് എടുത്തു. ലോട്ട് മീൻസ് ഞങ്ങളുടെ പേരിട്ട് കണ്ട് ആർക്കാണെന്നുള്ളത്. അപ്പോൾ ലോട്ട് വീണത് അവനക്കാണ്, ക്യാൻറ്റീൻ കമ്മിറ്റിയിട്ട് അവൻ പോയി. അപ്പം ഇനി എല്ലാവരും ചൂസിന് ശേഷം ഉള്ള ക്ലബ്ബായിരുന്നു ട്രെയിനിങ് ലോട്ട് എന്ന് പറയും. ട്രെയിനിങ് ലോട്ട് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ക്ലാസ് എടുക്കാൻ പോകുന്നൊരു ലോട്ടുണ്ട്. ഇത് പഠിക്കുന്ന ടൈമിലല്ല, പഠിക്കണം മേത്ത്, MBA പഠിക്കണം മേത്ത്. അപ്പോൾ ആ ലോട്ടിൽ എനിക്ക് കിട്ടി സെക്കൻഡ് ഇയർ ആയപ്പോൾ. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ എടുത്ത ക്ലബ്ബാണത്. പക്ഷെ ഞാൻ അതിലിങ്ങനെ കൂടി അതിൻ്റെ ഹെഡായിട്ടുള്ളത് എൻ്റെ മെൻ്റർ തന്നെയായിരുന്നു. എൻ്റെ അവിടെ ഗ്രൂപ്പുകളുണ്ടാവും, മെൻ്റർ ഗ്രൂപ്പുകളുണ്ടാവും. അപ്പോൾ എൻ്റെ മെൻ്റർ ഗ്രൂപ്പിൻ്റെ മെൻ്ററാണ് എന്തുള്ളത്, ഈ ക്ലബിനെ ഹെഡ് ചെയ്യുന്ന ഒരാളും ട്രെയിനിങ്ങിൻ്റെ. അപ്പോൾ അവിടെ ട്രെയിനേഴ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞ പ്രോഗ്രാം തന്നു. അങ്ങനെ കുറേ ട്രെയിനിങ്സ് ഒക്കെ തന്നിട്ട് എന്നോട് പറഞ്ഞു, കൊല്ലങ്കോട് ഒരു കോളേജ് ഉണ്ട്, ഇപ്പോൾ അടുത്ത അവിടുത്തെ കുട്ടികൾ അതിൻ്റെ ഞാനത് പറഞ്ഞത് എന്തോ ഇട്ടിട്ട് കുട്ടികൾ സ്റ്റോറിയൊക്കെ ഇട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ കോളേജിൽ ഇങ്ങനെ സ്റ്റോറിൽ ഇറങ്ങണ്ടേ. ഞാൻ കൊല്ലങ്കോടുള്ള ആ കോളേജിൻ്റെ ആശ്രയം കോളേജ് അങ്ങനത്തെ ഒരു കോളേജിൻ്റെ പേര് വിട്ടുപോയി. കൊല്ലങ്കോട് കോളേജ് എനിക്കറിയാം. അപ്പോൾ അവിടെ എങ്ങനെ എന്തുണ്ടായി, എന്നെ കോളേജിൽ നിന്ന് പുഷ് ചെയ്തും കണ്ട് വിട്ടതാണ്. ക്ലാസ് എടുക്കാൻ നമുക്ക് താല്പര്യമില്ല, പക്ഷെ അവിടെ ക്ലാസ് എടുക്കാൻ പോകണം എന്നിട്ട് എന്നെയും അഞ്ജനാറിൻ്റെ സുഹൃത്തിനെയും ഞങ്ങളെന്ത് ചെയ്തു, പിന്നെ എന്താ പറയുക, ബിസിമോൾ എന്ന് പറയാം, ഞങ്ങൾ 3 പേരും കൂടെ പോകുന്നു. 2 ഗേൾസും ഞാനും കൂടെ എന്ത് ചെയ്യുന്നത്, അവിടെ ക്ലാസ് എടുക്കാൻ പോവാം. അപ്പോൾ അങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി, അവരെ ക്ലാസ്സുകൾ തുടങ്ങി. ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫീഡ്ബാക്ക്, കുട്ടികൾ ഭയങ്കര ഫീഡ്ബാക്ക് പറയാം. അതായത് നല്ല ക്ലാസ് ആയിരുന്നു, ഭയങ്കര മനസ്സിലായി, ഭയങ്കര ഇതാണെന്ന്. ഞാൻ വെറുതെ ഗോൾ സെറ്റിങ് അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാവില്ലേ, മോട്ടിവേഷൻ എങ്കിൽ ആ സമയത്ത് അങ്ങനത്തെ ഒരു ക്ലാസ് കൊടുത്ത് അതിൻ്റെ ഫീഡ്ബാക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത്, ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാം, അതായത് 9 വർഷം മുമ്പ് പോസ്റ്റ് ചെയ്ത സാധനം എപ്പോഴും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. 7 വർഷം മുമ്പ് ഇപ്പോഴും പോസ്റ്റ് ചെയ്തു. ഞാൻ അതിൻ്റെ ഫീഡ്ബാക്ക് എന്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോ എടുത്ത് അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴത്തെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനൊക്കെ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, പറ്റുന്ന ഈ സ്ക്രീനിൽ കൊടുത്തോണ്ടു അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഭയങ്കര ഫീഡ്ബാക്ക്, എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. അതായത് സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പ്രശംസ ആയിരുന്നു കിട്ടിയിട്ടില്ല ലിറ്ററലി. അതാണ് എനിക്ക് മനസ്സിലായത്. നമുക്കൊരാൾ പ്രശംസിക്കൂല, ഈ അടിപൊളിയാന്ന് ഇറങ്ങാണ്ട് പറയുമ്പോൾ നമുക്ക് കൊള്ളാലോ, എനിക്കത് ക്ലാസ് എടുക്കുമ്പോൾ സന്തോഷം കിട്ടി, ഭയങ്കര അഭിപ്രായം കിട്ടി. അപ്പം എനിക്കത് മനസ്സിലായി, എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട്, കഴിവ് എന്നൊക്കെ അവിടെ നിന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇത് ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ അവർ തൊമ്മൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഞങ്ങളുടെ കോളേജിൻ്റെ ചെയർമാൻ, തൊമ്മനോട് ഈ കാര്യം വിളിച്ചു പറഞ്ഞു തോന്നുന്നുണ്ട്. സോൾവിനോട് കുട്ടികൾ ഭയങ്കര ഫീഡ്ബാക്ക് അംബ്രാസിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളത് എന്ത് ചെയ്തു, കോളേജിലുള്ള വിവരം വന്നു. അപ്പോൾ സോൾവിനൊന്നൊരു ധൈര്യം വന്നു എന്നെ ക്ലാസ് എടുക്കാൻ വിടാൻ. അങ്ങനെ മൂപ്പരനെ എന്ത് ചെയ്തു, കുറേ ഇനിഷ്യേറ്റീവ് എടുത്തും കണ്ട് എന്ത് ചെയ്തു, കുറേ പരിപാടിക്ക് വരുമ്പോൾ എന്നെ പുഷ് ചെയ്ത് വിട്ടു. പിന്നെ ഞാൻ ചോദിക്കാൻ തുടങ്ങി, ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഞാൻ അവിടുത്തെ നിയർ ബൈ സ്കൂളിലൊക്കെ ഞാൻ പോയി ചോദിക്കും, ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഞാൻ എൻ്റെ നാട്ടിലെ സ്കൂളിലും കോളേജിലൊക്കെ ചോദിക്കും, ഞാൻ ക്ലാസ് എടുക്കട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ വരാൻ തുടങ്ങി. കാരണം ഇത് ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുകയാണ്, ലിറ്ററലി സന്തോഷം. ഭയങ്കര രസമാണ് കുട്ടികൾക്ക് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട്. ഞാൻ അവിടെ തന്നെ ആ സമയത്ത് തന്നെ കുറേ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. ആ ലാസ്റ്റ് ഇയറിൽ ഭയങ്കര ഫീഡ്ബാക്ക് കിട്ടാൻ തുടങ്ങി. ഇതൊരു മോശം അഭിപ്രായം എനിക്ക് ഇതുവരെ കിട്ടിയില്ല. മേ ബി ഇതിൻ്റെ വീഡിയോ കാണാൻ ആരെങ്കിലുമൊക്കെ എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് നല്ലത്. ഞാനൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ടെക്നിക്കൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ എൻ്റെ പോലത്തെ കുട്ടികളാണ് മുമ്പിലിരിക്കുന്നത്. എൻ്റെ അതേ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. ഞാനൊരു 52% എനിക്ക് SLCയിൽ മാർക്കുള്ളൂ. കാരണം ഞാൻ അവിടുന്ന് വന്ന ഒരാളാണ്. അതായത് അപ്പോൾ ആ ലെവലിലേക്ക് സംസാരിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു 100 പേരുള്ള ക്ലാസ്സിലാണെങ്കിൽ ഒരു കുറച്ച് പേര് ടോപ്പ് ആക്കാരം, കുറച്ച് പേര് ലോ ആക്കാരം, മിഡിലുണ്ടാവും. അപ്പോൾ ഞാൻ ആ ടോപ്പിൻ്റെയും മിഡിൻ്റെയൊക്കെ ഇടയിലായിട്ട് ക്ലാസ് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും കിട്ടും, എന്തെങ്കിലുമൊക്കെ മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങി, നല്ല അഭിപ്രായങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇതിലുള്ളത് ടീച്ചിങ് എന്നുള്ളത്. അത് ഞാൻ MBA ഫൈനൽ ഇയറിൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ അത് റിയലൈസ് ചെയ്യണത്. ഇതേപോലെ ഞാൻ കുട്ടികളോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഒരുപാട് പേര് കോളേജിൽ എന്തിനാണ് പോകുന്നത്, കോളേജിൽ പോകണ്ട എന്ന് പറയുമ്പോൾ ഞാൻ കുട്ടികളോട് റെക്കമെൻഡ് ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ, ഞാൻ നിങ്ങളുടെ കേസ് അങ്ങനെ രക്ഷപ്പെടുന്നല്ലാണത്, എൻ്റെ ലൈഫിൽ
ഒരു ടേണിംഗ് പോയിൻ്റ് ആയത് ഞാൻ പഠിച്ചാൻ പോയ കോളേജിൽ പോയണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ലിറ്ററലി പറയുകയാണെങ്കിൽ സൗദി അറേബ്യയിൽ ഏതെങ്കിലും ബ്രോസിൻ്റെ അല്ലെങ്കിൽ വല്ല പരിപാടികൾ, കാരണം എൻ്റെ ഫാമിലിയിൽ കുറേ ആൾക്കാർ അതാണ് ചെയ്യുന്നത്. ഗൾഫിൽ പോയിട്ട് മോശം എന്നല്ല പറഞ്ഞത്, ഗൾഫിൽ പോകണം മോശം എന്നല്ല പറഞ്ഞത്, ആ രീതിക്ക് പോകേണ്ടതാണ്. പക്ഷെ എനിക്കിങ്ങനെ മാറാൻ പറ്റതും എനിക്ക് ഈ സംതിങ് ബിൽഡ് ചെയ്യാൻ പറ്റതും ആ ഒരു സാധനം മനസ്സിലാക്കിക്കൊണ്ടാണ്. അതാണ് ഒരു കോർപ്പറേറ്റ് ജോബിൽ നിന്ന് ടീച്ചിങ്ങിലേക്ക് വരാനുള്ള ഒരു റീസൺസ്. ഓക്കെ, അടിപൊളി. അപ്പോൾ ആ ഒരു ഇതിൻ്റെ രസം മനസ്സിലാക്കിയതിൻ്റെ ശേഷമാണ് പിന്നെ നിങ്ങൾ ഈ എഡെക്സിൻ്റെ കൺസെപ്റ്റിലേക്ക് വരുന്നത്? എഡെക്സിൻ്റെ കൺസെപ്റ്റിലേക്ക് വരാനുള്ള റീസൺ, ഞാൻ കുട്ടികളുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആവും. കുട്ടികളുമായിട്ട് കണക്റ്റഡ് ആവും. അപ്പോൾ മോർ ദാൻ ക്ലാസ്, ഒരു ക്ലാസ്സിനേക്കാൾ മെൻറ്റർ എന്നുള്ള കുട്ടികൾ ഭയങ്കര കണക്റ്റഡ്. കാരണം ഞാൻ ഇപ്പോൾ ഐഡിയുള്ള സമയത്തും കാസർഗോഡ് സമയത്തും എൻ്റെ കൂടെ എപ്പോഴും ഒരു 8-10 പിള്ളേരുണ്ടാവും. എൻ്റെ കൂടെ ഇനി കാസർഗോഡ് കുറച്ച് അത്ര പിള്ളേർ MBA കുറച്ചല്ലായിരുന്നു. എൻ്റെ കൂടെ എപ്പോഴും ഒരു 4-5 പിള്ളേർ എപ്പോഴും എൻ്റെ അൾട്ടിമേറ്റ് ഉണ്ടാവും. ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ അവരോടെ പോവുക, സിനിമക്ക് പോകണമെങ്കിൽ അവരോട് പോവുക, പിന്നെ ചായ പിടിക്കാൻ പോകണമെങ്കിൽ അവരോട് പോവുക. അങ്ങനെ എല്ലാത്തിനും അവർ എൻ്റെ കൂടെ ഉണ്ടാവും. കോളേജ് പഠിക്കണ സമയത്തും ഇപ്പോഴും എല്ലാം അറിയുന്നില്ല. ഇപ്പോഴും ഞാൻ അങ്ങനത്തെ കുറച്ച് പിള്ളേരുണ്ട്, ഞാൻ പഠിപ്പിച്ച പിള്ളേരാണ്, അവരോട് ഞാൻ ഉണ്ടാവും. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഡീറ്റെയിൽസ് തന്നെ ചായക്കുണ്ട് ചപ്പശ്ശേരി, എൻ്റെ സ്റ്റുഡൻസാണ് അതിലുള്ളത്. അപ്പോൾ അവരോട് ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കും. അത് ഭയങ്കര രസമല്ലോ. എനിക്ക് എപ്പോഴും അങ്ങനെ കണക്റ്റഡ് ഞാൻ ആൾക്കാരുമായിട്ട്. അപ്പോൾ ഇതേപോലത്തെ പിള്ളേർ പഠിക്കുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്, ജോലി നല്ല കമ്പനി കിട്ടുന്നത് ഹാപ്പി അല്ല, ജോലി പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട് പക്ഷേ ഹാപ്പിനെസ് കിട്ടുന്നില്ല. അവർ 2-3 മാസം വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് മടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവിടെ ഒരു പാഷൻ്റെ ഗ്യാപ്പ് മനസ്സിലായത്. അതായത് ഒരു കുട്ടിക്ക് ഇനിയുള്ള കാലത്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ താല്പര്യം കൂടി വേണം, ഇൻട്രസ്റ്റ് കൂടി വേണം, അല്ലെങ്കിൽ അതിനൊരു പാഷൻ, ഒരു ഇഷ്ടം വേണം. അത് പറ്റുന്നില്ല. അതിനെക്കുറിച്ച് നമ്മുടെ കോളേജുകൾ ബോധേഡല്ല. മനസ്സിലാവും കുട്ടിയുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയാണ്ട്. കാരണം നമുക്ക് കുട്ടിയുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി ടീച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നില്ല കേട്ടോ. കാരണം ഒരു ക്ലാസ്സിൽ 50 പേരുണ്ടെങ്കിൽ കുട്ടികൾക്ക് 50 ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ടീച്ചർക്ക് ഒരു 1 അവർ കൊണ്ട് 50 ഇൻട്രസ്റ്റിനെ മാച്ച് ചെയ്യുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അല്ലാതെ നമ്മുടെ സിലബസുകൾ പാക്കഡ് ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന്ന് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഈ രീതി കുട്ടികളെ എങ്ങനെ ഡെവലപ്മെൻറ്റ് ചെയ്യാന്നുള്ളപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ എഡ്യൂക്കേഷനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എഡ്യൂക്കേഷനെ കുറിച്ച് റിസർച്ച് ചെയ്ത സമയത്താണ് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഫസ്റ്റുള്ള എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുകുലങ്ങളായിരുന്നു. ദാറ്റ് മീൻസ് ഒരു ഗുരു ഉണ്ടാവും, പണ്ഡിതനുണ്ടാവും, മൂപ്പരെ കീഴിൽ കുറേ കുട്ടികൾ വരും, അവിടെ നിന്ന് കണ്ട് ഒരു ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കും, കുറച്ച് ഏജ് കഴിഞ്ഞാൽ അവർ പല വഴിക്ക് പോകും. ഈ ഒരു പാറ്റേൺ ആയിരുന്നു. ആ പാറ്റേൺ പിന്നെ മാറിയതാണ് മദ്രസ. ഇപ്പോൾ നമ്മൾ കാണുന്ന മദ്രസകളാണ് പിന്നെ സ്കൂളിന് മുമ്പ് ഇന്ത്യയിലുള്ളത്. അത് മുഗൾസ് വന്നു, ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ മുഗൾസ് വന്ന സമയത്ത്, മുഗൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം റൂളേഴ്സാണ്, ഭരണാധികാരികളാണ്, ടിപ്പുവിൻ്റെ പോലത്തെ ആൾക്കാരൊക്കെ. ഇവരൊക്കെ എന്താ ചെയ്യിച്ചെങ്കിൽ ഇവിടെ ഇസ്ലാമിക്കിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മദ്രസകൾ തുടങ്ങി, ഖുർആൻ ബാക്കിയുള്ള പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് മാറിയിട്ടാണ് ബ്രിട്ടീഷ് രാജ് വന്ന സമയത്താണ് എന്ത് ചെയ്യുള്ളത്, നമുക്ക് സ്കൂളുകൾ വരാൻ തുടങ്ങിയത്. സ്കൂളിൻ്റെ ഹിസ്റ്ററികൾ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. 1970s നമ്മൾ 200 വർഷം മുമ്പാണ് വിപ്ലവം, അതായത് എന്താ പറയുക, നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കണ സമയം. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്ന സമയത്ത് ഫാക്ടറിയിൽ പണിയെടുക്കാൻ ആൾക്കാർ വേണം, ആൾക്കാരുണ്ടേനും, പക്ഷെ അവർ ഡിസിപ്ലിൻഡ് അല്ല. അവർക്ക് ഇന്ന സമയം കീപ്പ്, കാരണം അവർ ആടിനെ മേച്ചിട്ടും കൃഷി ചെയ്തിട്ടും ഫാം ചെയ്തിട്ടും ഫിഷൊക്കെ പോയുള്ള ആൾക്കാരാണ്. UK അന്നത്തെ ആ നാട്ടിലെ ആൾക്കാർ അങ്ങനെയാണല്ലോ, കൃഷിയൊക്കെ ചെയ്ത് നടന്ന ആളുകളാണ്. അവർക്ക് ഈ സിസ്റ്റം എന്ന് പറഞ്ഞാലൊന്നും അറിയില്ല. അപ്പോൾ അവരൊന്ന് ഫസ്റ്റ് യൂണിഫോം വരുന്ന സ്കൂളിലല്ല, ഫാക്ടറികളിലാണ്. നമ്മൾ സ്കൂൾ കുട്ടികൾ യൂണിഫോം ഇട്ട് പോകുന്നില്ലേ, ഫസ്റ്റ് യൂണിഫോം വന്നത് ഫാക്ടറികളിലാണ്, ബെല്ല് വന്നത് ഫാക്ടറികളിലാണ്. പണിയെടുക്കുന്ന ആൾക്കാർ ബെല്ല് കേട്ട് കഴിഞ്ഞാൽ ഫാക്ടറികൾ പണിക്ക് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് സ്കൂളുകൾ എന്ത് ചെയ്തുള്ളത്, ഈ ബെല്ലും യൂണിഫോമും ബാക്കി കാര്യങ്ങളും വന്നിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ സിസ്റ്റം സ്കൂൾ ഇങ്ങനെ പോയാൽ അതും പറ്റില്ല എനിക്ക്. ഇങ്ങനെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഗുരുകുലത്തിൽ നിന്ന് മദ്രസ വന്നു, മദ്രസകളിൽ നിന്നും സ്കൂൾ വന്നു, സ്കൂളുകളിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മളെ ഭരണാധികാരികൾ വിചാരിച്ചത് വൈറ്റ് പീപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്താണല്ലേ, അടിപൊളി ആയിരിച്ചും കണ്ട് അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതേപോലെ കീപ്പ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ നമ്മൾ 2026 നിൽക്കുമ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 3 തവണ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. ആലോചിക്കുക നമ്മുടെ നാട് എത്രത്തോളം ടെക്നോളജിയും എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ. എന്നിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ പോളിസി ഇതുവരെ 3 തവണ മാത്രമേ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്നുള്ളത് യുക്തിയിൽ ആലോചിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ സിമ്പിളി വീഡിയോ കാണുന്നവരോട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനാണ് എനിക്ക്. അവരിപ്പോൾ എന്ത് ചെയ്യണം, ഒരു 10 വർഷം മുമ്പ്, ജസ്റ്റ് ഒരു 10-15 വർഷം മുമ്പ്, അല്ലെങ്കിൽ 20 വർഷം കൂട്ടിക്കോ, ഒരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷം കൂട്ടിക്കോ, ഒരു വേർഡ് കേൾക്കുകയാണ് ലവ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എനിക്ക് അറിയില്ല, ഇഷ്ടം എന്നുള്ള അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക, അവർ നാട്ടിലൊരു പണ്ഡിതനോട് പോയി ചോദിക്കണല്ലേ എന്താണ് ഈ LOV എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു കൊടുക്കണ്ടാവും. ഇനി ആൾക്കും അറിയില്ലെങ്കിൽ എന്താ ചെയ്യുക, പണ്ട് കാലത്താണെങ്കിൽ നമ്മൾ വായനശാലയിൽ പോയിട്ട് പുസ്തകങ്ങളിൽ നിന്ന് കണ്ട് ഡിക്ഷണറി എടുത്ത് മനസ്സിലാക്കണം, ശരിയല്ലേ? അതെ. ഇപ്പം അങ്ങനെയാണോ? ഇപ്പം നമ്മൾ ChatGPT ജെമിനി ഏതെങ്കിലും ഒരു പോട്ടെ ഗൂഗിളിനോട് ചോദിച്ചാൽ കറക്റ്റ് അർത്ഥം പറഞ്ഞില്ലേ, സംശയമല്ല. ഇനി നിങ്ങൾ ജസ്റ്റ് ആലോചിക്കേണ്ട 20 വർഷം മുമ്പത്തെ നമ്മുടെ നാട്ടിലത്തെ കോളേജുകളും സ്കൂളുകളും
ഇപ്പോഴത്തെ കോളേജുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഇപ്പം എൻ്റെ ഫാദർ പഠിച്ച സ്കൂളിലും ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? എൻ്റെ മക്കൾ മേ ബി ആ സ്കൂളിൽ തന്നെ പഠിക്കുന്നുണ്ടാവുക. പക്ഷെ എത്രത്തോളം മാറ്റം വന്നിട്ട് ഇൻഫർമേഷൻ എത്രത്തോളം അവൈലബിൾ ആണ്. ജെമിനിയോടൊക്കെ മലയാളത്തിൽ ചോദിച്ചാൽ മതി. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പം എനിക്ക് ഫുട്ബോൾ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടം വിചാരിച്ചോ. ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു QT എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്, BCom പഠിച്ചവർക്ക് അറിയുന്നുണ്ടാകും. കുറച്ച് ടഫ് സബ്ജക്റ്റാണ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അപ്പോൾ ആ സബ്ജക്റ്റിലെ കോറിലേഷൻ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ജെമിനിയോട് ചോദിച്ചാൽ മതി, ജെമിനിയെ കോറിലേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, എൻ്റെ ടീച്ചർ കുറേ ദിവസമായി പറഞ്ഞു, എനിക്ക് മനസ്സിലാവണില്ല, എനിക്ക് ക്രിക്കറ്റിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കോറിലേഷൻ പറഞ്ഞു തരുമോ വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് പോയി കണ്ടു വയ്ക്കും. അത് കറക്റ്റ് പറഞ്ഞു തരും. അത്രയും സിമ്പിളായി കോറിലേഷൻ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾസ് തമ്മിലുള്ളതെന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ അത്രത്തോളം ഇൻഫർമേഷനും നോളേജും നമ്മുടെ പോക്കറ്റിൽ ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ എന്തിന് സ്കൂളിൽ പോകണം എന്നുള്ളതാണ്, കോളേജിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യന്. അതിൻ്റെ ഉത്തരം എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് കോളേജിൽ പോകണം. കോളേജിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾ കോളേജിൽ പോകണ്ട. അതായത് പഠിക്കാൻ വേണ്ടി മാത്രം, അതിൽ റിപ്പീറ്റ് ചെയ്യാണ്, പഠിക്കാൻ വേണ്ടി മാത്രം കോളേജിൽ പോണവർ മണ്ടന്മാരാണ്. കാരണം നിങ്ങൾക്ക് പഠിക്കേണ്ട സാധനം നിങ്ങളെ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചറേക്കാൾ നന്നായിട്ട് പഠിപ്പിച്ചു തരുന്ന സാധനം യൂട്യൂബിലുണ്ട്. അതെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്. പിന്നെ എന്തിന് കോളേജിൽ പഠിക്കാനല്ലോ ഉണ്ട്. നിങ്ങളവിടെ പോയിട്ട് എന്ത് ചെയ്യണം, സ്പോർട്സ് വന്ന ബൂട്ട് എടുത്തും കണ്ട് നിങ്ങൾ അല്ലെങ്കിൽ റണ്ണിങ് ഷൂട്ടും കണ്ട് ഗ്രൗണ്ടിൽ ഓടണം. സ്പോർട്സ് കോർഡിനേറ്റ് ചെയ്യണം. ആർട്സ് വന്നോ, ഡാൻസ് കളിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഡാൻസ് സ്റ്റേജ് മേഖല ഡാൻസ് കളിക്കും, പാട്ട് പാടിയും, കവിതാരചനയ്ക്ക് നിങ്ങൾ പേരെടുത്ത് വെറുതെ എഴുതി നോക്കി, തെറ്റിക്കോട്ടെ, പ്രശ്നമല്ല. അവിടെ ഒരു ഇവൻറ്റ് വന്ന് ഓർഗനൈസ് ചെയ്യും. നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തും കണ്ട് ഇന്ന മാസം നമുക്ക് ഒരു ഇന്ന ഓണ്ടർപ്രണർഷിപ്പ് ഒരു ഇവൻറ്റ് നടത്തണം, അല്ലെങ്കിൽ സാഹിത്യോത്സവം നടത്തണം, അല്ലെങ്കിൽ സ്പോർട്സ് നടത്തണം, അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണേഴ്സിനെ കൊണ്ടുവരണം, അവിടെ നിന്നൊരു പ്രൊജക്റ്റ് ചെയ്യണം. ഈ രീതി ഇലക്ഷന് പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആവണം. ഞാൻ പറഞ്ഞത് പൊളിറ്റിക്സിന് വേണ്ട കേസും അടിയും പിടിയും കുത്തും വെട്ടിനും പോകണമെന്നല്ല പറഞ്ഞത്. പൊളിറ്റിക്സ് നന്നായിട്ട് ക്ലാസ്സിൽ പോയി പ്രസംഗിക്കാൻ പഠിക്കും. നിങ്ങൾ കുട്ടികളെ ക്യാൻവാസ് നെഗോഷിയേറ്റ് ചെയ്യാൻ പഠിക്കും. ഈ സാധനം പഠിച്ചിറങ്ങി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതിന് കൂടെ ഡിഗ്രി വേണം കേട്ടോ. ഞാൻ പഠിക്കണമെന്നറിയില്ല, പാസ്സാവാനൊക്കെ ഭയങ്കര സുഖം. അപ്പോഴത്തെ കാലത്ത് ലിറ്ററലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ പാസ്സാവും ഭയങ്കര സുഖമാണ്. അതൊക്കെ ഞാൻ പറയുമ്പോൾ സീലിംഗ് ഉണ്ടെന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഞാൻ ആ സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും മാർക്ക് കിട്ടും. ഇത്ര ക്വസ്റ്റ്യൻ ആയിട്ട് 1 മാർക്ക് വെച്ചിട്ട് കുട്ടികൾക്ക് പാസ്സാവാം. ഇന്ത്യയിലുള്ള കൂടി 100ൽ 35% പാസ് മാർക്ക് മതി. 100 മാർക്കിൽ 35% ഉണ്ടെങ്കിൽ പാസ്സാവാം. പാസ്സാവുക എന്നുള്ളത് ഇനിയുള്ള കാലത്ത് ഈസിയാണ്. അത് വിട്. അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ 3 വർഷം 4 വർഷം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്രത്തോളം മെമ്മറീസ്, ഒരു ടൂർ കോർഡിനേറ്റ് ചെയ്ത ഇവൻറ്റ്, ക്രിസ്മസിന് എന്താ പറയുക കേക്ക് കട്ട് ചെയ്ത, ഓണത്തിന് പൂക്കളിട്ട എക്സ്പീരിയൻസും, ഇത്ര ആളുകളുമായിട്ട് കണക്ട് ചെയ്ത നെറ്റ്വർക്ക്സും, ഇത്രയും പ്രൊജക്ട്സ് ചെയ്ത എക്സ്പീരിയൻസും നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് വിചാരിച്ചോ, ലൈഫിലൊന്നും അടിപൊളിയാവും. റിയൽ ലൈഫിലേക്ക് ആവശ്യമായ സ്കില്ലുകളും ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഒരു AI ഇപ്പം ഞാൻ പറഞ്ഞുതരാം, സിമ്പിളായിട്ട് ആലോചിച്ചോ. ഇൻ്റലിജൻസിന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ലോകത്ത്. ആർട്ടിഫിഷ്യൽ അല്ല, ഇൻ്റലിജൻസ്. ബുദ്ധിയുള്ള ആളുകൾക്ക് എന്ത് പറ്റും, ഒരുപാട് കാര്യങ്ങൾ. പിരമിഡ് കയറ്റിയ മുതൽ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അത്ര വലിയ ഒരാളെ ട്രാൻസ്ഫോർമേഷൻ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്കാണ്. ഇപ്പം നമ്മൾ AI എന്ന് പറഞ്ഞില്ല, നിങ്ങൾ ഏന്ന് വിട്. ആർട്ടിഫിഷ്യൽ എന്നുള്ള എന്തിനാണ് നിങ്ങൾ കൺസിഡർ ചെയ്യണത്, ഇൻ്റലിജൻസായി കണ്ടാൽ പോരെ. അതിപ്പോൾ നമ്മൾ പറയുന്ന സാധനം ഇപ്പോൾ AIക്ക് ചെയ്യാൻ പറ്റാതായിട്ട് എന്താണുള്ളത്. ഞാൻ ലിറ്ററലി AI ചെയ്യാൻ പറ്റാന്ന് വെച്ചെങ്കിൽ ഞാൻ പറഞ്ഞത് ഹാർഡല്ല, സോഫ്റ്റ് സ്കിൽ, സോഫ്റ്റ് ആയിട്ടുള്ള വർക്ക്സ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി മക്കളെ മനസ്സിലാക്കേണ്ടത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, GAP, IFRS അല്ലെങ്കിൽ IAS, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ പറഞ്ഞ കാര്യം മാത്രമാണ് അക്കൗണ്ടിങ്. ഫിനാൻസ്, ഇന്ന കാര്യങ്ങൾ, ഇന്ന ബിസിനസ് ആണെങ്കിൽ ഇത്രത്തോളം എന്ത് ചെയ്യണം, ക്യാപെക്സും ഇങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ ഇങ്ങനെ വേണം എന്നുള്ള കുറേ റേഷ്യോസിന് ബേസിലാണ് ഫിനാൻസ്. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞാലും ഉഗാണ്ടത്തെ ഒരാൾ ചെയ്ത് കഴിഞ്ഞാലും ആഫ്രിക്കത്തെ ഒരാൾ ചെയ്താലും സെയിം റൂളാണ്. ക്ലിയർ അല്ലേ? ആ ബുക്കിൽ എങ്ങനെയാണോ റിട്ടേൺ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ബുക്കിൽ എങ്ങനെയാണോ പറഞ്ഞത് അത് തന്നെ കീപ്പ് ചെയ്യേണ്ടത്. അത് ഏതൊരു നാട്ടിലാണെങ്കിലും സംശയമല്ലല്ലോ. ഈ ബുക്കിന് അതേപോലെ നമുക്കൊരു AIക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇൻവോയ്സ് എന്താ പറയുക, പണ്ട് നമുക്ക് ടാലിയൊക്കെ ആണെങ്കിൽ ജേണലിൽ ചെയ്യേണ്ടിയിരുന്നു. ജേണൽ ചെയ്ത ഇപ്പോൾ ജേണലോടും ചെയ്യണ്ട, ഫോട്ടോ എടുത്താൽ മതി. ആ ബില്ലിൻ്റെ ഫോട്ടോ സ്കാൻ ചെയ്താൽ മതി, ബാക്കിയുള്ള പണി മൊത്തം ചെയ്തും. അതായത് ജേണൽ ചെയ്ത്, ലെഡ്ജർ ചെയ്ത്, ട്രയൽ ബാലൻസ് ചെയ്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത്, ബാലൻസ് ഷീറ്റ് ചെയ്തും. അത് മാത്രമല്ല, ഈ ഇപ്പോൾ ഇന്നും പർച്ചേസ് ചെയ്ത് കുറച്ച് ബിൽസ് കൊടുക്കുകയാണെങ്കിൽ ഇഷാമേ ഇങ്ങനെ പോയ എൻ്റെ ബിസിനസ് പൂട്ടിട്ടോ, കാരണം എൻ്റെ പർച്ചേസ് കൂടുതലായിട്ട് എൻ്റെ എക്സ്പെൻസ് കൂടുതലായി കൊടുത്തെന്നുള്ള എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാക്കി പറഞ്ഞു തരും. ഇതായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നമ്മുടെ നാട്ടിലത്തെ ഒരു MCOM കഴിഞ്ഞ ഒരാൾക്ക് ഇത് ഈ ഡാറ്റ നോക്കിയിട്ട് ഇൻസൈറ്റ്സ് പറഞ്ഞു തരാൻ പറ്റുമോ? പറയാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. എത്ര ടൈം എടുക്കും, എത്ര പെർസെൻറ്റേജ് ആളുകൾക്ക് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ആദ്യം മനസ്സിലായി. ഇപ്പോൾ പറഞ്ഞു ഇതൊരു ജോബ് എന്നുള്ളതല്ല, ഇൻ്റലിജൻസ് ബുദ്ധി വെച്ച് ചെയ്യുന്ന ജോബിനൊക്കെ എന്ത് ചെയ്യാം, AIക്ക് റീപ്ലേസ് ചെയ്യാം എന്നുള്ളതിന് വിശ്വസിക്കുന്നുണ്ട്. ഇനി AI ഇപ്പോൾ റീപ്ലേസ് ചെയ്താലും AI യൂസ് ചെയ്യുന്ന ആളുകൾ റീപ്ലേസ് ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഒരു കോഡ് എഴുതുന്ന ആൾക്കാർ, ഇപ്പോൾ NVIDIAൻ്റെ ആളഞ്ഞ് പറയുന്നുണ്ട് ഇംഗ്ലീഷാണ് ഫ്യൂച്ചറിലെ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്നുള്ളത്.
പൈത്തനോ അല്ലെങ്കിൽ മറ്റേ ബാക്കിയുള്ള ഒന്നല്ല, ഇംഗ്ലീഷിൽ നിങ്ങൾ പറയുകയാണ് ഐ നീഡ് എ വെബ്സൈറ്റ് ഇൻ ദ കളർ ഓഫ് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഇൻ ദ കോർണർ സൈഡ് ഐ നീഡ് ദാറ്റ് കൈൻഡ് ഓഫ് ലോഗോ, ആ ബ്ലാ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു വിചാരിച്ചോ, ആ സാധനം ക്രിയേറ്റ് ചെയ്ത് തരാണേ. മറ്റേ നമ്മൾ കോഡ് എഴുതി ഇങ്ങനെ ഉണ്ടാക്കണ്ടേ. ഇത് ഞാൻ പറഞ്ഞല്ല, ഇത്രയും ടോപ്പ് ലീഡേഴ്സ് പറയുന്നതാണ്, ഇതൊക്കെ അറിയുന്നതാണ്. ഇതൊന്നും അറിയാതൊരു കുട്ടികൾ എന്ത് ചെയ്യും? നമ്മൾ ആലോചിക്കേണ്ട കാര്യം വളരെ സിമ്പിളാണ്. എൻ്റെ തോട്ട് വളരെ സിമ്പിളാട്ടോ. എന്താണ് മാർക്കിൽ നടക്കുന്നതിനെ കുറിച്ചിട്ട് ബോധേഡല്ല. ബോധടിച്ചെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് അവർക്ക് അവയർനെസ് ഇല്ലാന്ന് പറയില്ല. ഇപ്പോൾ ഒരു കുട്ടി ആലോചിക്കുകയാണ്, കുറച്ച് ലോജിക്ക് വേണ്ടേ. ഇപ്പം ഞാൻ ഇന്ന പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാണ്, ഇന്ന പ്രോഗ്രാമിന് ഇത്ര വർഷം കഴിയുമ്പോൾ എന്താ ഇതിൻ്റെ സ്ഥിതി? ഒറ്റ ക്വസ്റ്റ്യനുള്ളൂ. ChatGPT ആയിട്ട് ഞാൻ പറഞ്ഞ ഓട്ടൽ മത്സരത്തിൽ ChatGPT ജയിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ഞാനൊരു കോഴ്സിന് പോയി, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ ഒരു കോഴ്സിന് പോയി, ഞാൻ ചെയ്യാൻ പോകുന്നൊരു ജോബുണ്ട്. ആ ജോബും ChatGPT ചെയ്യും, ഞാൻ ചെയ്യുമ്പോഴുള്ള ഞാൻ ജയിക്കുമെന്ന് നോക്കിയാൽ മതി. ChatGPT ജയിക്കും നിങ്ങൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കാര്യമില്ല, റീപ്ലേസ്ഡ് ആവും. ഇപ്പോൾ പറയുകയാണ് എനിക്ക് കോഡ് ചെയ്താണ് ഞാൻ പഠിച്ച്, നമ്മളാണ് ടോപ്പായിട്ട് 10 സെക്കൻഡ് കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് കോഡ് ക്ലൗഡ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ പിന്നെ ലോജിക്ക് വേണ്ട. അത് കോഡ് മാത്രം കിട്ടിയാൽ പോരാ, അത് ഇംപ്ലിമെൻറ്റേഷൻ വേറെ കാര്യങ്ങൾ. ഞാൻ എല്ലാം കൂടെ ജനറലൈസ് ചെയ്ത് പറയില്ല. ഇപ്പോൾ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കണം. ഒരു കോഴ്സിന് പോകുന്ന മുമ്പ് ഫ്യൂച്ചറിസ്റ്റിക് ആക്കണം എന്നല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ കുട്ടികൾ ഹാപ്പിനെസ് അല്ല, നമ്മൾ ഇവിടുന്ന് മാറി വന്നു, കുട്ടികൾ ഹാപ്പിനെസ് അല്ല. അപ്പോൾ ഞാൻ അതിനൊരു പരിഹാരം എന്നുള്ള രീതിക്കാണ് എന്ത് ചെയ്തത്, അതായത് നമ്മൾ ഇവിടുന്ന് പറഞ്ഞ് കണക്ഷൻ മാറിപ്പോയതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ കണ്ടു. അപ്പോഴാണ് ഞാൻ ആ എഡ്യൂക്കേഷൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞു പോയതാ. ഗുരുകുലത്തിൽ നിന്ന് നമ്മളെവിടെ പോയി, മറ്റേ സ്കൂൾ മദ്രസ അങ്ങനെ പോയില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഗുരുകുലം സ്റ്റാർട്ട് ചെയ്തുകൂടാ. ഗുരുകുലത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ, അവിടെ ഒരു 50 പേർക്കും ഡിഫറൻസ് ആണ് കൊടുക്കുക. അവരെ ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് അവരൊപ്പം കിടന്നുറങ്ങുന്നുണ്ടാവുക, അവരൊപ്പം കൃഷി ചെയ്യുന്നുണ്ടാവുക, അവരൊപ്പം കുക്ക് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അവരൊക്കെ ഒരു ഏജ് കഴിഞ്ഞാൽ പല ഡൊമൈനിലേക്കാണ് പോവുക. അപ്രന്റീസ്ഷിപ്പ് പോലെ. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ. ഇപ്പം മറ്റേ നമ്മളെ എന്താ പറയുക, സ്റ്റോറീസിലൊക്കെ അർജുന അമ്പലത്തിലാണ്, ഭീമൻ ഇതിലാണ്, ദണ്ഡയിൽ, ഇവരൊക്കെ ഒരേ ഇതിലോട്ടുള്ളതാണെങ്കിൽ കൂടി പലരും പല ഡൊമൈനിലാണ് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാർ. അതാണ് നമുക്ക് വേണ്ടത്. അർജുനെ പിടിച്ചിട്ട് എന്താ ഗതനല്ലേ എന്ന് പറയാം, ആ സാധനം കൊടുത്തു കഴിഞ്ഞാലോ ഭീമൻ്റെ കൊടുത്ത് അമ്പ് ചെയ്യാൻ പറഞ്ഞാൽ നടക്കൂല. ഇത് അന്നത്തെ കാലങ്ങൾക്ക് എന്താണ് ആ ബുദ്ധി ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോൾ ആൾക്കാർ അതല്ല ചെയ്യുന്നത്. ഒരു ക്ലാസ്സിലെത്തിക്കാണ്ട് എല്ലാവരും കൂടി അമ്പ് ചെയ്താൻ പഠിപ്പിക്കുകയാണ്, എല്ലാവരും കൂടി ഇത് എഴുതി പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഗുരുകുലം എന്നുള്ള തീമിലേക്ക് വന്നു. അതാണ് എഡെക്സ്. ഇപ്പം എനിക്ക് എന്താ പറയുക, ഫ്യൂച്ചർ സ്കൂൾ എന്നൊന്നല്ലേ പറയണതിന്. എഡെക്സ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്കൂളാണ്. അതായത് ഇവിടെ വന്നെങ്ങാണ്ട് ലൈഫിന് പറ്റുന്ന ഞങ്ങളൊരു 14 സ്കിൽസിനാണ് ഫോക്കസ് ചെയ്യുന്നത്. 14 സ്കിൽസ് വെച്ചെങ്കിൽ AI പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത കുറേ സ്കിൽസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ, നെഗോഷിയേറ്റ് ചെയ്യുക, റെസീലിയൻസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, ലീഡർഷിപ്പ്, ഇങ്ങനെ ലൈഫ് ലോങ്, ഇങ്ങനെ AI പേഴ്സണൽ ലേണിംഗ്, നെറ്റ്വർക്ക്, ഇങ്ങനെ AI എന്താ പറയുക, പെർസ്യൂഷൻ, ഇങ്ങനെ കുറേ സ്കിൽസ് ഉണ്ട്. റെസീലിയൻസ്, ഇതൊന്നും AI റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. ഫ്യൂച്ചറിൽ മേ ബി നമുക്ക് പറ്റുന്നുണ്ടാവും. ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനം ഇതിലിപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു, നെഗോഷിയേറ്റ് കൂടി പഠിപ്പിച്ചു കൊടുത്തു. AI നെഗോഷിയേറ്റ് ചെയ്യാൻ വയ്ക്കും. ഇപ്പോൾ റെസീലിയൻസ്, ഇപ്പോൾ നമ്മളൊരു ലീനിയർ അല്ല നമ്മളെ ലൈഫ് എന്നുള്ളത്, ഒറ്റ ലൈനിലല്ല പോകുന്നത്. അപ്സ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടാവും. നമ്മൾ ലീനിയർ ആയി വിചാരിച്ച് നമ്മൾ ഡെഡ് ആയെന്നതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ ഈ ഡൗൺസ് വരുമ്പോൾ ബൗൺസ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ റെസീലിയൻസ് വേണം. നമ്മുടെ നാട്ടിൽ കുറേ ഓൺട്രപ്രണേഴ്സ് ഫെയിൽ ആവുന്നതിൻ്റെ ഒരു റീസൺ പറഞ്ഞുതരാം. അവർക്ക് കുറച്ച് അവർ എക്സ്പെക്ട് ചെയ്ത് സെയിൽ എടുക്കലെങ്കിൽ ഒരു മൈൻഡ് ഡിസ്റ്റർബൻസ് ആവും. നിർത്തി പിന്നെ അവർ ഡിസ്റ്റർബൻസ് ആണ് അപ്പോൾ നിർത്തിയിട്ടുണ്ടാവില്ല. ആ ഡിസ്റ്റർബൻസ് അവർക്ക് തിരിച്ച് പോസിറ്റീവ് ആക്കാൻ വയ്ക്കില്ല. ആ നെഗിൽ കടന്ന് കണ്ട് എന്ത് ചെയ്യും, പിന്നെ എടാ ഇതിൽ സംഭവം വെച്ചെങ്കിൽ ഇപ്പോൾ ഈ ഒന്ന് ട്രൈ ചെയ്തു കിട്ടിയില്ല, അപ്പോൾ ഈ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രൈ ചെയ്യാനുള്ള എനിക്ക് പ്രൊഡക്റ്റിവിറ്റി കിട്ടില്ല. അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. അവർ കൺസിസ്റ്റൻ്റ് അങ്ങനെ ആയി പോവുക, അങ്ങ് ഡെഡായി പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിലുള്ള സൊല്യൂഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ വെച്ചെങ്കിൽ നമുക്ക് NSGCൻ്റെ സെഡ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ കൊടുക്കുക. പക്ഷേ ഞാൻ ഇവിടെ വരാൻ പോകുന്ന കുട്ടികൾ പറഞ്ഞത് സർട്ടിഫിക്കറ്റ് ആഗ്രഹിച്ചിട്ട് എന്ത് ചെയ്യണ്ട, ആരും വരണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സെറ്റാക്കണം. അതായത് വെറുതെ ഇത്ര വയസ്സെന്ന് പറയുന്നില്ല, നിങ്ങൾ ലൈഫിൽ എങ്ങനെ സെറ്റാക്കണം, ബോഡി സെറ്റാവണം, 100 ദിവസം വർക്കൗട്ട് ചെയ്യണം അവിടെ. അതെ, പ്രയർ, ഏത് റിലീജിയനാണ് പ്രയർ കമ്പൾസറിയാണ്. അപ്പോൾ ഡേ 1 മുതൽ തന്നെ എന്ത് ചെയ്യണം, ഇത്രയും ആളുകൾ മുമ്പിൽ സംസാരിച്ച് തുടങ്ങണം. അതാണ് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുക കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ ഒരു ഡിഗ്രി പഠിക്കണ കുട്ടി അല്ലെങ്കിൽ സ്കൂൾ പോകുന്ന കുട്ടിക്ക് മേ ബി സെമിനാർസ് ഉണ്ടാവും, സെമസ്റ്ററിൽ 1 ഒരു സബ്ജക്റ്റിൽ. 6 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒരു 6 തവണ 6 മാസത്തിൽ എന്ത് ഉണ്ടാവുള്ളൂ, മേ ബി ഇത്ര ആൾക്കാരുടെ മുമ്പിൽ ഒരു 5 മിനിറ്റ് സംസാരിക്കേണ്ടാവും. അതല്ല, ഇത് 100 ദിവസം എന്താണ് ഇത്ര ആൾക്കാരുടെ മുമ്പിൽ അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും,
ഇമ്പ്രൂവ് ആവും. കാരണം ഇപ്പം നമ്മൾ എന്ത് സംഭവം അറിയോ, ബൈക്ക് ഓടിക്കണ കാര്യം തന്നെ ആലോചിച്ചാൽ മതി. ബൈക്ക് ഓടിക്കാൻ നമ്മൾ ഫസ്റ്റ് തന്നെ 5th ഗിയറിട്ട് പോയിട്ടില്ല. നമ്മൾ ആദ്യം ന്യൂട്രലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വേറെ ആക്സിഡൻറ്റ് കൊടുത്ത് വെച്ചിട്ടുണ്ടാവില്ല ഫസ്റ്റ് ദിവസം. 2ാം ദിവസം ഫസ്റ്റ് കിട്ടും, സെക്കൻഡ് കിട്ടും. ഇതാണ് പ്രോസസ്സ്. 1% ബെറ്റർ എന്നുള്ള തീമിൽ തന്നെ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികൾക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ഇതും അവരുടെ ഹാപ്പിനെസ്സും പാഷനും കണക്ട് ചെയ്ത് കൊടുത്തതിന് ഭയങ്കര രസമാവും. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു തീം. പിന്നെ ഇപ്രാവശ്യത്തെ 3rd ബാച്ചിൻ്റെ ഒരു മെയിൻ കോർ ഫോക്കസ് എന്ന് വെച്ചെങ്കിൽ EGX ആണ്. എഡെക്സ് ജനറലിസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതായത് AI വന്നതോടുകൂടി ഒരു സ്പെഷ്യലിസ്റ്റ് എന്നുള്ളതൊക്കെ ഞാൻ പോകുന്നില്ല. എല്ലാം ചെയ്യാൻ പറ്റുന്ന കുട്ടി. ഒരു എക്സാം കോഡ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണോ, ഓനോട് പറ്റും. ഒരു കണ്ടന്റ് കൊടുത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണോ, ഓൻ ചെയ്യും. ഓനക്ക് ആൾക്കാരായിട്ട് സെയിൽ ചെയ്യണോ, ഓനോട് ചെയ്യാൻ പറ്റും. ഓനക്ക് എന്ത് ചെയ്യണം, മാത്തമാറ്റിക്കൽ ഡാറ്റ അനലൈസ് ചെയ്ത് റിസൾട്ട് എടുക്കണോ, അല്ലെങ്കിൽ ഫിനാൻസ് ചെയ്യണോ, മാർക്കറ്റിംഗ് എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കൊഹോട്ടാണ് ഇപ്രാവശ്യം നമ്മൾ ഫോക്കസ്. ഇപ്പോൾ 1 വീക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ കുട്ടികൾ ആ രീതിക്കുള്ള സാധനത്തിൽ കയറി വരുന്നുണ്ട്. ഇതാണ് എഡെക്സിൻ്റെ ഒരു തീം. അപ്പോൾ ഞാൻ ആലോചിച്ചൊക്കെ ഒരു മ്യൂസിക് ലവർ ആണെങ്കിൽ വർക്ക് ചെയ്യുന്ന മ്യൂസിക് കമ്പനിയിലാവും. ഒരു മൂവി ലവർ ആണെങ്കിൽ ഒരു മൂവി ബേസ് ചെയ്തില്ല. സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ്. ഞാൻ പറഞ്ഞതൊന്നും ഈസി അല്ല, പക്ഷേ ഇതിലേക്ക് എത്തുമ്പോൾ അവരെ ഹാപ്പിനെസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം എനിക്ക് റിപ്പീറ്റ് എല്ലാ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ്, എനിക്ക് ക്ലാസ് എടുക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എഡെക്സ് തുടങ്ങിയത്. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഇവിടെ എഡെക്സിൽ ഇരിക്കാനുള്ള റീസണ് ക്ലാസ് എടുക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. സെക്കൻഡ്, എനിക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, മന്തിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ ഒരു ചെറിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്, ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ എന്തുണ്ടാവും, എനിക്ക് മടുക്കുന്നില്ല. അതേപോലെ എൻ്റെ ഇവിടുത്തെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മടുക്കാതെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എഡെക്സിൻ്റെ ഒരു കോർ സാധനം. അപ്പോൾ ഇത് പ്രോഫിറ്റിനേക്കാൾ ഉപരി നിങ്ങൾക്കൊരു വിഷൻ അല്ലെങ്കിൽ ആ ഒരു പർപ്പസിൻ്റെ ബേക്കിലാണ് നിങ്ങൾ പോകുന്നത്. 100%. ഇപ്പോൾ ഇത് ഞാൻ മോണിറ്റൈസ് ചെയ്യും കേട്ടോ. ഞാൻ കച്ചവടക്കാരനാണ്, ഞാൻ ആദ്യം തന്നെ പറയാമല്ലോ. ഇപ്പോൾ ഇത് മോണിറ്റൈസ് ചെയ്യാന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഒരു കാശ് ഉണ്ടാക്കുക എന്നുള്ളത് ഉണ്ടാക്കാനും പറ്റില്ല. കാരണം ഫീസ് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് കുട്ടികളുടെ നമ്പർ ഇവിടെ വരുന്ന ബാക്കി കാര്യങ്ങളും ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, ഇവിടെ വന്ന് സെറ്റപ്പും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് ഇപ്പോഴത്തെ കാലത്ത് ഇത് പ്രോഫിറ്റബിൾ അല്ല. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഫ്യൂച്ചറിൽ ഞാൻ മോണിറ്റൈസ് ചെയ്യും, ഞാൻ കാശ് ഉണ്ടാക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. ഇപ്പോൾ കാര്യങ്ങൾ നടന്നു പോവുക, ഈ ഒരു തീം മാത്രമേ ഉള്ളൂ. ഒരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ ഒരുപാട് കാശ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. എന്നോട് പലരും ചോദിക്കലുണ്ട്, നിങ്ങൾക്കിത് ഓൺലൈൻ തുടങ്ങിക്കൂടെ. അതായത് ഈ സാധനങ്ങൾ ഓൺലൈൻ ഞങ്ങൾ സ്കെയിലബിൾ ചെയ്യുക, ഓൺലൈൻ ആണെങ്കിൽ ഒരു. പക്ഷേ ഞാൻ റിസൾട്ടിൽ ഒന്നുകൂടി ഫോക്കസ് ചെയ്തതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ച് തരുന്ന ആൾക്കാർ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. എത്ര പേര് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കോഡിങ്ങിൻ്റെ സാധനങ്ങൾ ബേസിക്സ് മുതൽ, ഇപ്പോൾ ഷാരിഖ് ശംസുദ്ദീൻ ട്രേഡിങ്ങിൻ്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഫുള്ള് കേട്ട് മൊത്തം മനസ്സിലാവില്ലേ. ഇപ്പോൾ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ എങ്ങനെ ജേണൽ എഴുതണം മുതൽ എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ട് യൂട്യൂബിലുണ്ട്. ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസിപ്ലിനുള്ള കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് അവിടെ കേട്ട് പഠിച്ചാൽ പോരെ. അപ്പോൾ റെക്കോർഡ് ക്ലാസ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും. ഞാൻ അതിക്ക് ഡിബേറ്റിന് വേണ്ടി പോകുന്നതല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് സെൽഫ് ലേണിംഗ് ചെയ്യാൻ പറഞ്ഞ കുട്ടികൾ അങ്ങനെ തന്നെ ചെയ്തോട്ടെ. ഓൺലൈൻ അപ്പോൾ ഇവിടെ ഇല്ല, കുറച്ചുകൂടി ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട്. ഇവിടെ വന്നതെന്നറിയോ, ഇവർ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ജിമ്മിൻ്റെ കേസ്, കഴിഞ്ഞ ബാച്ചിൻ്റെ ജിമ്മിൽ കുറച്ച് പേർക്ക് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഗ്രൂപ്പാക്കി രാവിലെ ഗ്രൂപ്പാകുമ്പോൾ എല്ലാവരും കൂടെ എണീറ്റ് പോകുമ്പോൾ 6 പേര് എണീറ്റ് പോകുമ്പോൾ അല്ലെങ്കിൽ 10 പേര് എണീറ്റ് പോകുമ്പോൾ 11ാമത്തവൻ എന്ത് ചെയ്യും, സ്വാഭാവികം ഫോം വരും. ഞാൻ പോയില്ലെങ്കിൽ എനിക്ക് ബോഡി റെഡി ആവില്ല, ഓനോട്ടൊരിക്കൽ എന്ത് നീറ്റ് പോകും. ആ ഒരു സാധനം ഇവിടെ കിട്ടുക, ഡിസിപ്ലിൻ ആവുക എന്നുള്ളതാണ് ഒരു സാധനം. ഇപ്പോൾ ഒരു സിമ്പിൾ ഇങ്ങനെ ആലോചിച്ചാൽ ഇപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് കൊടുത്ത് വിചാരിച്ചോ, അപ്പോൾ കുട്ടികൾ ജോയിൻ ചെയ്യും. അവർ ചിലപ്പോൾ ഇരിക്കുമ്പോൾ ടേബിളിൻ്റെ മുകളിൽ കാലും കയറ്റിയിട്ട് ഇപ്പുറത്തെ പോലെ ഫോൺ മേൽ കളിച്ച് യൂട്യൂബ് അല്ല ലാപ്പ് ഓൺ ആക്കി ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും, റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷേ ക്ലാസ്സിലാകുമ്പോൾ നമ്മൾ കാണുന്നുള്ള ഭയത്താലെങ്കിലും അവരെന്ത് ചെയ്യും, ശ്രദ്ധിക്കും, ഒന്ന് നോക്കിയിരിക്കും. അതാണ് ഇതൊരു സാധനം. ഓക്കെ. അപ്പോൾ ഞാൻ വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും കണ്ടിട്ടില്ല ജിമ്മിന് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഫസ്റ്റ് എഡെക്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന് മാർക്കറ്റിംഗ് ചെയ്തപ്പോൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയത് അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് ആയ സംഭവമാണിത്. ഇമോഷണൽ ഇൻ്റലിജൻസ്, സെയിൽസ്, പെർസുവേഷൻ, അതിൻ്റെ കൂടെ വർക്കൗട്ടിനും ഫുഡിനും ന്യൂട്രീഷനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ എൻ്റെ ഫാദറിന് ക്യാൻസർ വന്നതാണ്. ക്യാൻസർ ഒന്ന് മരണപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഹെൽത്തിന് ഞാൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കാനുള്ള ഒരു മെയിൻ റീസൺ, നമുക്ക് ബാക്കി എന്തായാലും കാര്യമില്ല. കാരണം ഞാൻ MBA കഴിഞ്ഞിട്ട് നല്ല ജോലി കിട്ടി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ അസുഖം വരുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലായിരിക്കും രോഗം വന്ന് നമുക്ക് മനസ്സിലാവും, കഴിഞ്ഞു. കാരണം ഭയങ്കര മൂകതയൊക്കെ വീട്, ഹാപ്പിനെസ് പറഞ്ഞ സാധനം ഉണ്ടാവില്ല കുറച്ച് കാലത്തിന്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞ പല കാരണം കൊണ്ടാക്കാരം. നമ്മളിപ്പോൾ നമുക്കൊരു ഞാൻ എല്ലാവരും പറഞ്ഞു 1% ചാൻസ് നമ്മൾ ഫൈറ്റ് ചെയ്യണമെന്ന് പറയാം. വിൻ ചെയ്യാൻ 1% നമുക്ക് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവണം അല്ലേ. ഈ രോഗത്തിൻ്റെ കേസിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറില്ലെന്നും പറയുന്നില്ല, മാറുന്ന ഒരുപാട് പേർക്ക് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് വരാതിരിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യാം. അപ്പോൾ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുക ചെയ്യണമെന്നുള്ളത്. അത് ബോഡിയിൽ ഇപ്പോൾ നമ്മളെ പറഞ്ഞുതരാം. ഞാനിവിടെ ക്ലാസ് തുടങ്ങുന്നത് രാവിലെ 10 മണിക്കാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു രാവിലെ അല്ലെങ്കിൽ 8 മണിക്ക് തുടങ്ങിയാൽ പോരെ. പക്ഷേ മറിച്ചെങ്കിൽ രാത്രിപ്പത്തെ കുട്ടികളെ എനിക്ക് അറിയാം, അവരെന്തായാലും 12 മണി കഴിയാതെ ഉറങ്ങൂല.
ഞാൻ ആ സമയത്ത് അവർ ഉറങ്ങണം എന്ന് എനിക്ക് ഇമ്പോർട്ടൻറ്റാണ്. 8 മണിക്കൂർ 7 മണിക്കൂറും സ്ഥിരമായിട്ട് ഉറങ്ങണം. ഇപ്പോൾ ഹോസ്റ്റലിൽ ആകെ ചെറിയ എമൗണ്ട് അവിടെ മേടിക്കുന്നുള്ളൂ ഹോസ്റ്റലിൻ്റെ ഫീസ്. AC ആണ് ഹോസ്റ്റൽ. ഈ AC എന്ത് വെച്ച് കൊടുത്തു വെച്ചെങ്കിൽ ഇപ്പം നമുക്ക് ഇവിടെ തന്നെ പുറമുള്ള റൂംസിൽ കുട്ടികൾ കൊടുക്കുന്ന എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മളല്ല, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ ഇവിടെ AC വാഷിംഗ് മെഷീനൊക്കെ കൊടുത്തിട്ടും എന്ന് വെച്ചാൽ ഉറങ്ങണം കുട്ടികൾ നന്നായിട്ട് ഉറങ്ങട്ടെ. അവർ ഇപ്പോൾ ഒരു 10 മണിക്ക് ഉറങ്ങി, അല്ല ഒരു 12 മണി 1 മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാലും ഒരു 9 മണിക്ക് നീച്ച് കഴിഞ്ഞാൽ 8 മണിക്കൂർ ഉറക്കം കിട്ടി. 8 മണിക്ക് എണീറ്റ് കഴിഞ്ഞാലും ഇവിടെ തന്നെയാണുള്ളത്. നേരെ ഫ്രഷപ്പായിട്ട് 10 മണിക്ക് ക്ലാസ്സിൽ വരാം, നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ടാവും. ഉറക്കവും വർക്കൗട്ട് ഇല്ലാതെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആലോചിച്ചൊക്കെ നന്നായിട്ട് കുട്ടികൾക്ക് റാങ്ക് ഉണ്ട്, പക്ഷെ അവന് ഫിസിക്കലി ടെസ്റ്റ് നമ്മൾ നടന്ന പോലെ കാര്യങ്ങളൊന്നും ഇല്ല, എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ലെങ്കിൽ എന്താ കാര്യമുള്ളത്? അപ്പോൾ ആ ഒരു സാധനം കൂടി ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ന്യൂട്രീഷൻ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് നല്ല ബോധമുണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്ന കുട്ടികളുടെയൊക്കെ പേരൻസ് ഡിഫറെൻ്റ് ആണ്, ഒരു കേൾക്കുന്ന ഫുഡ് ഡിഫറെൻ്റ് ആണ്, അവർ വളർന്ന ചുറ്റുപാട് ഡിഫറെൻ്റ് ആണ്. ഇതൊക്കെ അവരുടെ ബോഡിനെയും മൈൻഡിനെയും ബ്രെയിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം മനസ്സിലാക്കണം നമ്മൾ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം നല്ലേക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മേ ബി നിങ്ങൾ ഫുഡ് കൊണ്ടാക്കാരം, നമ്മളത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ വർക്കൗട്ടിൻ്റെ പ്രശ്നം കൊണ്ടാക്കാരം, നമ്മളത് കറക്റ്റ് ചെയ്ത് വിചാരിച്ചോ നമുക്ക് മാറ്റം സംഭവിക്കും. ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനൊരാൾക്ക് എന്നെ പറ്റൂല എന്നുള്ള സാധനം ഈ ലോകത്തില്ല കേട്ടോ. നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ ഇഷാമ ചിലപ്പോൾ ഒരു 100 സ്പീഡിൽ ഓടണമെങ്കിൽ ചിലപ്പോൾ എനിക്ക് 100 ഓടാൻ പറ്റുന്നുണ്ടാവും, പക്ഷേ എനിക്ക് മേ ബി എന്തൊരു 80-90 എത്തിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്താൽ പറ്റുന്നുണ്ടാവും. ആ ഒരു സാധനം മനസ്സിലാക്കുക. അതിന് ചെയ്യേണ്ട കുറേ പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ഈ രീതിക്ക് മനസ്സിലാക്കിയപ്പോഴാണ് സ്ലീപ്പിനും വർക്കൗട്ടിനും ന്യൂട്രീഷനും എല്ലാം കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്തുള്ളത് ബിൽഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറയട്ടെ, എഡെക്സിൽ വരണമെന്നില്ല കേട്ടോ. ലിറ്ററലി ഈയൊരു എക്സാമ്പിളാണ്. അതായത് ഞാൻ പറഞ്ഞത് ഈ ഫസ്റ്റ് ബാച്ചിൽ ഇങ്ങനെ എൻക്വയറി ഉണ്ടെന്നും എനിക്ക് ഇനാഗ്രേഷൻ വന്നിട്ടുണ്ടെന്ന്, പക്ഷേ ഈ അടുത്ത് ഡിസിഷനെ റേറ്റ് ആക്കി. ഇതേപോലെ ഇവിടെ വന്നിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റേജിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വേറെ എന്തൊക്കെ പേഴ്സണൽ കാര്യമുണ്ട്, ഇപ്പോഴും ഞാൻ സെയിം സ്റ്റേജിൽ നിൽക്കുക. 1 ഇയർ ആയി. എൻ്റെ മുമ്പിൽ 2 എക്സാമ്പിളാണ്. ഞാൻ പറഞ്ഞത് എഡെക്സിൽ വരണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. സ്വന്തമായി ഡിസിപ്ലിനാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് പുറത്തുനിന്ന് ചെയ്യാം. അത് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് ആ ഡിസിഷൻ എടുക്കാതെ 1 ഇയർ ആയിട്ട് ഒന്നും ആവാതെ എപ്പോഴും നിൽക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. എനിക്ക് സങ്കടം തോന്നും. ആ ഒരു ആളുകളുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു വെറൈറ്റി കോൺസെപ്റ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങനത്തെ എന്താ പറയുക, കംപ്ലീറ്റ് നമ്മളിപ്പോഴത്തെ ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷൻ രീതി അല്ല ഫോളോ ചെയ്യണത്. ആ ഒരു ഗുരുകുലം ആ രീതിയിലാണ്. അതുപോലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ക്വാളിഫിക്കേഷനിലോ സർട്ടിഫിക്കറ്റിലല്ല, പക്ഷെ റിയൽ ലൈഫിൽ വേണ്ട സ്കില്ലുകളാണ്. അതുപോലെ ഫിറ്റ്നസ്, ന്യൂട്രീഷൻ, ഇമോഷണൽ ഇന്റലിജൻസ്, സെയിൽസ്, പെർസുവേഷൻ, ഇതൊക്കെയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇവന്റ് നടത്താനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മുമ്പ് വെക്കുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇഷ്ടം പോലെ നോ കിട്ടിയിട്ടുണ്ടാവും ഫസ്റ്റ് തുടങ്ങുന്ന ടൈമിൽ. അപ്പോൾ ആ ഒരു ആ ബിൽഡ് ചെയ്ത് വന്നപ്പോൾ ഉണ്ടായ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. ഇതിൽ ഫസ്റ്റ് ഞാൻ ഫേസ് ചെയ്ത പ്രശ്നം വെച്ചെങ്കിൽ ഞങ്ങൾ എഡെക്സിന് ഇനാഗ്രേഷൻ ചെയ്തിട്ടില്ല. അതായത് ഈ പൊളിറ്റിക്കൽ പാർട്ടിക്കാർ, പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ കുറച്ചിട്ട് ഉദ്ഘാടനം ചെയ്യൂലേ, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല ഇവിടെ. കാരണം ഞാൻ അവരോട് പറയുകയാണ്, ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ പനി ഈ ലിസൺ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഓൾറെഡി 2 ബാച്ച് ഇറങ്ങിയ റിസൾട്ട് കണ്ടുകൊണ്ടാണ് മാർക്കറ്റുകൾക്ക് ട്രസ്റ്റ് ആയത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അതിന് മുമ്പ് ഞാൻ ഇനാഗ്രേഷന് മുമ്പ് ഇങ്ങനെ കൺസെപ്റ്റ് പറഞ്ഞാൽ ആരും സ്വീകരിക്കാൻ പോകില്ല. കാരണം രാവിലെ 10 രാത്രി 10 വരെ കുട്ടികളോ ഇപ്പോഴത്തെ ജെൻസി പിള്ളേരോ അവർ വൈകുന്നേരം 4 മണിയാകുമ്പോൾ വീട്ടിൽ കൂടെ നിൽക്കാന്ന് പറഞ്ഞ കുട്ടികളാണ് ഇവിടെ എന്ത് ചെയ്യണം 100 ദിവസം ലീവില്ലാതെ വന്ന് നിൽക്കുന്നത്. ഡൈജസ്റ്റ് ആവില്ല ആളുകൾക്ക്. അതിന് ഓരോ കാര്യങ്ങളും എന്താണ് പറ്റൂല. അപ്പോൾ ഈ കൺസെപ്റ്റ് എന്നുള്ളത് ഫെയിൽഡ് ആവുന്നു എന്നോട് എൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഈ കൺസെപ്റ്റ് ഫെയിൽ ആവട്ടോ, കാരണങ്ങൾ ഒരുപാടുണ്ട്. ഒന്ന് ചെർപ്പളശ്ശേരിയാണ്, കൊച്ചിയല്ല, കോഴിക്കോടല്ല, വലിയ സിറ്റി ഒന്നല്ല, ചെർപ്പശ്ശേരി എന്ന ചെറിയൊരു ഗ്രാമമാണ്. ഇവിടെ ആൾക്കാർ വന്ന് നിൽക്കുമോ? കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലയിൽ നിന്നും കുട്ടികൾ ഇപ്പോൾ ഇവിടെ നിന്ന് പഠിച്ചു, മാംഗ്ലൂരിൽ നിന്ന് കുട്ടികൾ വന്ന് പഠിച്ചു. അപ്പോൾ ഇങ്ങനത്തെ ചലഞ്ചസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കതിനെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമാണ്. എങ്ങനെ? ലിറ്ററലി ഇൻസ്റ്റാഗ്രാം വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാവരും കൺഫ്യൂഷൻ വെച്ചാൽ ഈ ആളുകൾക്ക് ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ചെർപ്പശ്ശേരി 100 പേരുണ്ട്. ഈ 100 പേരിൽ ഒരാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും എഡെക്സിനെ കുറിച്ച് പറ്റുള്ളൂ. അപ്പോൾ ഈ ബിസിനസ് ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലല്ലേ? എനിക്ക് അങ്ങനെ വെച്ചെങ്കിൽ ഞാൻ ആദ്യം കേരളം മൊത്തം ഉണ്ടാക്കിയത് മാർക്കറ്റാക്കി. കേരളത്തിൽ നിന്ന് മൊത്തം കുട്ടികളെ കൊച്ചിയിൽ നിന്ന് ചെർപ്പശ്ശേരി ഒന്ന് പഠിക്കുക, കോഴിക്കോട് നിന്ന് ചെർപ്പശ്ശേരി ഒന്ന് പഠിക്കുക എന്നുള്ളത് കേരളം മൊത്തമാണ് എന്ത് ചെയ്ത് ഞാനിത് മാർക്കറ്റ് ചെയ്ത്. കാരണം എഡെക്സ് പോലത്തെ ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് നോർമലി മൈൻഡ്സിലുള്ള ഒരാൾ എടുക്കില്ല. പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും വലിയ ഫേസ് ചെയ്യുന്ന ചലഞ്ചാണ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്, PMF. നല്ലൊരു പെർസെൻറ്റേജ് 40-50% ബിസിനസ്സുകൾ ഫെയിലാവുന്നത് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിന് ഫിറ്റ് അല്ലാത്തതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഈ പ്രൊഡക്റ്റ് ചെർപ്പശ്ശേരി, പെരിന്തൽമണ്ണ, ഈ ഷൊർണൂർ, പട്ടാമ്പി മാത്രം ഫോക്കസ് ചെയ്യുന്ന വിചാരിച്ചോ, എഡെക്സ് ഫെയിലായി, പൂട്ടി. ഞാൻ എൻ്റെ മാർക്കറ്റ് എടുത്തത് എന്ത് ചെയ്തു, കേരളം മൊത്തമാണ് മാർക്കറ്റ് എടുത്ത്. കേരളത്തിൽ ഗ്രോത്ത് ഫോക്കസ് ചിന്തിക്കുന്ന, ലൈഫിൽ ഒന്നുകൂടി ബെറ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ചെർപ്പശ്ശേരി ഇപ്പോൾ ചില 1% ആക്കാരം, പക്ഷേ കേരളം മൊത്തം എടുക്കും. ചെർപ്പശ്ശേരി ഇപ്പോൾ ഒരാളെ കിട്ടുന്നത് കേരളം മൊത്തം ഇപ്പോൾ 100 ആളെ കിട്ടും.
ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്. അല്ല ഇപ്പോൾ ഞാനിപ്പോൾ കൺവെൻഷൻ കുട്ടീനോട് പോയി പറഞ്ഞാൽ അവനക്ക് കുറിച്ച് ഇത് അറിയില്ല. അവരെപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സിനെ കുറിച്ച് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ട്രെൻഡിങ് കോഴ്സ് പോകണ്ടെന്ന് പറയുന്നില്ല, സാച്ചുറേറ്റഡ് ആവുകയാണേ, സാച്ചുറേറ്റഡ് ആവും. ഞാൻ ഇങ്ങനെ ആലോചിച്ചേക്കാം, ചില കോഴ്സ് പഠിക്കണം അത്രത്തോളം കമ്പനി പോലും നമ്മുടെ നാട്ടിലില്ല. 40,000 മുകളിൽ കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാലിക്കറ്റ് പഠിക്കണമെന്നാണ് എനിക്ക് മനസ്സിലായത്. 40,000 കുട്ടികൾ എവിടെ പോയിട്ട് വർക്ക് ചെയ്യുക, ലോജിസ്റ്റിക്. കാരണം ഓരോ കോഴ്സിന് എന്താണെന്ന് അറിയാം. ഞാൻ പറഞ്ഞ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ട് നല്ല ജോലി വാങ്ങി പോകുന്ന ആൾക്കാരുണ്ട്, ഇല്ലയെന്നല്ല പറഞ്ഞത്. നമ്മൾ ചെയ്യേണ്ട കാര്യം, ഏറ്റവും ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് കുട്ടികൾ ചെയ്യുന്നത് അറിയോ, ആദ്യം കോഴ്സ് സെലക്ട് ചെയ്യും. ഒരിക്കലും കോഴ്സല്ല സെലക്ട് ചെയ്യരുത്. ഒരിക്കലും ഫസ്റ്റ് കോഴ്സ് സെലക്ട് ചെയ്യുന്ന മണ്ടത്തരാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി നിങ്ങൾ കുറച്ച് സൊസൈറ്റിയും അപ്ഡേഷനും ഒക്കെ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യും, ഒരു ജോബ് സെറ്റ് ചെയ്യും. ആ ജോബിലേക്ക് എത്താനുള്ള കോഴ്സ് എടുക്കുക. കുട്ടികൾ നേരെ തിരിച്ച് ചെയ്യണത്, ആദ്യം എന്ത് ചെയ്യും, കോഴ്സ് സെറ്റ് ചെയ്യും, പിന്നെ ജോബിലേക്ക് പോകും. നേരെ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് നോക്കിയും ഇപ്പോൾ മനസ്സിലാക്കി, എനിക്ക് ബെസ്റ്റ് എന്താണ്, എനിക്ക് ആളുകളുമായി ഡീൽ ചെയ്യുന്നതിന് എനിക്കിഷ്ടം, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഒരു ക്ലോസ് റൂമിൽ നിന്ന് കണ്ട് മാത്സൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അത് മനസ്സിലാക്കി അക്കൗണ്ടിങ്ങിന് പോകും. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞ സംഭവം വളരെ സിമ്പിളാണ്. എന്താ വെച്ചെങ്കിൽ നമ്മളുടെ ഇൻട്രസ്റ്റും പാഷനൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു കാര്യം ചൂസ് ചെയ്യാൻ ഭയങ്കര രസമാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ എല്ലാ മക്കളും ഇപ്പോൾ ഒരു എന്താ പറയുക, എല്ലാ പേരൻസിൻ്റെ മക്കളും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യത്തിൽ എനിക്കിഷ്ടം ഉണ്ടാവുക, ഒരാൾ വെച്ച് സക്സസ് ചെയ്തിട്ട് നമ്മൾ സക്സസ് ആവണമെന്നില്ല. അതായത് ഇപ്പോൾ പലരും പറഞ്ഞാണ് ഇന്ന കോഴ്സിന് സ്കോപ്പ്, ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ. ഞാൻ സിമ്പിളായിട്ട് ഒറ്റ കാര്യങ്ങൾ ആലോചിച്ചുമായി, നിങ്ങൾ പഠിച്ച് സെയിം കോഴ്സ് പഠിച്ച് നല്ല കരിയർ സെറ്റ് ചെയ്ത ആളുകളുണ്ടാവും. നല്ല ബികോം മാത്രം പഠിച്ചിട്ട് നല്ല ജോലി വാങ്ങുന്ന നല്ല കാശ് വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. ഇത് പഠിച്ചിട്ട് ഒരു ജോലിയും കിട്ടുന്ന ആൾക്കാരുണ്ടാവും. അതിൻ്റെ കോഴ്സ് നല്ല പ്രശ്നം. അയാൾക്കത് ഇഷ്ടപ്പെട്ടുകൊണ്ടും അയാൾക്കത് പഠിച്ച് കിട്ടുന്ന ജോലിയും ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് രക്ഷപ്പെട്ടത്. ആദ്യം ഇതൊന്നും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് കോമൺ ആയിട്ട് എനിക്ക് ഒരു കോഴ്സും പ്രോഗ്രാമിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ് ടീനേജേഴ്സിൻ്റെ ഒക്കെ. ബ്രോ, ഞാൻ +2 കഴിഞ്ഞാണ്, ഞാൻ സ്റ്റക്കായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞു സ്റ്റക്കായി നിൽക്കുകയാണ്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതായിട്ട് കണക്ട് ചെയ്താണ്ട് നിങ്ങൾ ഓൾക്ക് എന്താ അഡ്വൈസ് കൊടുക്കുക? നമ്മൾ സ്റ്റക്ക് എന്നുള്ള കാര്യം നോർമലാണ്, ആദ്യം ഇത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അതിൽ വല്ല ഡിസപ്പോയിൻ്റ് ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ 10 കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ജോലി കിട്ടിയൊക്കെ സ്റ്റക്ക് ആവുന്ന ആളുകളുണ്ട്. എന്ന് വെച്ചെങ്കിൽ ചെറിയ ക്ലാരിറ്റിൻ്റെ കുറവാണ്. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ എന്താ പറയുക, ഞാൻ പറയുന്ന വേർഡ് പാർലമെൻ്ററി വേർഡ് ഒന്നുമല്ല, പന്നികൾ എന്ന് പറയും. നമ്മൾ പന്നികളല്ല മീൻസ് വെച്ചെങ്കിൽ പന്നികളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചെങ്കിൽ അവരെവിടെയെങ്കിലും കൊണ്ട് ഹിറ്റ് ചെയ്ത് വിചാരിച്ചോ, അവർ തല പൊട്ടിയിട്ടുണ്ടാവും, പന്നികളെ ചോരന്നുണ്ടാവും, മുള്ളു കമ്പിയൊക്കെ ഇടിച്ചിട്ടുണ്ടാവും, മരത്തുമൊക്കെ ഇടിച്ചു. പക്ഷേ ഒരു പ്രശ്നം, ഒരു പിന്നി സ്പീഡ് കണ്ട് ഇടിക്കാനും നോക്കുക, ഇടിച്ചിടിച്ച് പോവുക. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ ഏട്ടൻ പോയിട്ട് ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മുറി അയക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നേരെ യൂട്ടെടുത്തിട്ട് വേറെ വഴി ചൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു +2 കഴിഞ്ഞിട്ട് ഒരു സ്റ്റക്കായി നിൽക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പഠിക്കുക, ലേൺ. അതായത് എന്തൊക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതും നിങ്ങൾ ഹാപ്പിനെസ് കിട്ടുന്നതും നിങ്ങളാരെങ്കിലും അപ്രീസിയേഷൻ എന്നൊരു സാധനം ഉണ്ടാവും. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ കുട്ടികൾ അപ്രീസിയേഷൻ ഒന്നും ടീച്ചേഴ്സ് നല്ലത് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ടീച്ചിങ്ങിലേക്ക് വന്നത്. നിങ്ങളാരെങ്കിലും അപ്പം അതെങ്ങനെ മനസ്സിലാച്ചെങ്കിൽ നമ്മുടെ മുമ്പിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഇതിന് കൊള്ളാം. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചു കൊടുത്താൽ ആവില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചു ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നു, ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ ക്ലാസ് ബൈ ചാൻസ് പോയപ്പോൾ അങ്ങനെ ആയി വന്നതല്ലേ. അപ്പോൾ ഈ സ്റ്റക്ക് ആവുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം മുമ്പ് കാണുന്ന എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഹാപ്പിനെസ് കിട്ടും. ഇനി നിങ്ങൾക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് മനസ്സിലാവണം വിചാരിച്ചോ, സയൻറ്റിഫിക്കലുണ്ട് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾ ഇവിടുത്തെ കുട്ടികൾക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓരോ ബാച്ചിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൺഫ്യൂഷനിലൂടെ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ്. അത് ഫുള്ള് കംപ്ലീറ്റ്ലി റെഡി എന്നല്ല പറഞ്ഞത്, ഒരു ക്ലാരിറ്റി അതൊരു അത് യൂസ് ചെയ്യാം. ഇനി അതല്ല വിചാരിച്ചോ, പണ്ട് പോഗോ ടിവിയിലൊരു ഗെയിം ഉണ്ടായിരുന്നു. അതായത് നമ്മളൊരു വാല് തുറന്ന് കയറണം, എന്നിട്ട് ഇങ്ങനെ പല ഡോറുകളൊക്കെ കയറാം, ലാസ്റ്റ് എൻഡിലേക്ക് പോകണം. പക്ഷെ നമ്മൾ പോകുന്നതിൻ്റെ ഇടയിൽ കുറേ എന്താ പറയുക, ഡെവിൾസ് പോലത്തെ ചെകുത്താന്മാർ പോലത്തെ കുറേ വേഷം കെട്ടിയ ആൾക്കാരുണ്ടാവും. നമുക്ക് മുകളിൽ നിന്നാണ് ക്യാമറ വെക്കുക, നമ്മൾ കാണുന്നത് മുകളിൽ നിന്നുള്ള അടിക്കുള്ള വിഷ്വൽസ്. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം, റൈറ്റ് ഓർഡർ ലെഫ്റ്റ് ഓർഡർ ഈ സാധനം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും എങ്ങോട്ട് റൈറ്റ് വേ എന്നുള്ളത്. പക്ഷേ അവിടെ ഓടുന്നവർക്ക് എന്ത് ചെയ്യില്ല, എവിടേക്കാണ് കറക്റ്റ് ഡോർ എന്നുള്ള അറിയാൻ പറ്റില്ല. ഇങ്ങനെ ഗെയിമുണ്ട്. ഇപ്പം നിങ്ങൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാരാക്കാരം മേ ബി നമ്മളെ ഓൾറെഡി മുകളിൽ നിന്ന് കാണുന്ന ആൾക്കാരുണ്ടാവും, മെൻറ്റേഴ്സ് ആക്കി എടുക്കാൻ പറ്റുന്ന, അത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുമ്പത്തെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. മുകളിൽ നിന്ന് ഇത് വീക്ഷിക്കാൻ പറ്റുന്ന ആളുകൾ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഡോറ് ലോക്കായിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുതരാൻ പറ്റുന്ന ആളുകൾ ഉണ്ട് മാർക്കറ്റിൽ. ഓൾറെഡി മിസ്റ്റേക്കുകളൊക്കെ ചെയ്ത ആൾക്കാരുണ്ടാവും. അതായത് മെൻറ്റേഴ്സിനെ നമുക്ക് വിളിക്കുക, അങ്ങനത്തെ അറിവുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചോദിക്കുക. അതായത് എങ്ങനെ ചോദിക്കണം എന്നറിയോ, ഇപ്പോൾ നമ്മൾ നാട്ടിലത്തെ കുട്ടികൾ ചോദിക്കണമെന്ന് വെച്ചാൽ എനിക്കൊരു ജോലി വേണം, ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ആദ്യം അങ്ങനെ എനിക്ക് ബിസിനസ് തുടങ്ങണം, എങ്ങനെയല്ല അത് ഇപ്പോൾ ഒരു ജോലിയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ജോബ് ടൈറ്റിൽ
എനിക്ക് എന്ത് ജോലിയാണ് വേണ്ടുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എത്ര സാലറി വേണമെന്നൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഏത് ടൈപ്പ് ഓഫ് കമ്പനി ആണെന്നുള്ളത്. ഇതൊക്കെ ടൈപ്പ് ഓഫ് കമ്പനിയാണ് LLP ആണോ അല്ലെങ്കിൽ എന്താ സ്റ്റാർട്ടപ്പുകളാണ് MNC ആണെന്നുള്ളതാണ്. ജോബ് സാലറി വെച്ചെങ്കിൽ 1 ലക്ഷം വേണം, 50,000 വേണം, 30,000 വേണമെന്നുള്ളത്. ജോബ് ടൈറ്റിലാണ് എക്സിക്യൂട്ടീവ് ആണോ, അത് ഏത് രീതിക്കാന്നുള്ളത്. ജോബ് ലൊക്കേഷൻ എൻ്റെ വീടിൻ്റെ അടുത്ത് വേണോ അതോ ബാംഗ്ലൂർ വേണോ ദുബായ് വേണോ എന്നുള്ളത്. അങ്ങനെ ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എൻട്രി ലെവൽ വേണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ കിട്ടുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഗോളാണ് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ലൈക്ക് ടൊയോട്ട അല്ലെങ്കിൽ നിസാൻ അല്ലെങ്കിൽ മാരുതി സുസുക്കി എന്നുള്ള കമ്പനിയിലെ സെയിൽസിൽ വർക്ക് ചെയ്യാൻ, എനിക്ക് വണ്ടി പ്രാന്തനാണ് ഞാൻ. അപ്പോൾ എനിക്ക് സെയിൽസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി 30,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ കിട്ടണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട കാര്യം ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സ്പെസിഫിക് ആണ്, അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ 99% അല്ലെങ്കിൽ 90% കുട്ടികളുടെയും എന്താണ് വേണ്ടതെന്നുള്ള ക്ലാരിറ്റി ഇല്ലാത്ത നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഈ സ്റ്റെക്കായി നിൽക്കണവർ എന്തെങ്കിലും അറിയോ, ആദ്യം അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക, എന്താണ് മാർക്കറ്റിലുള്ള അവസ്ഥ, മനസ്സിലായേ. അതിനുശേഷം ഒരു നാരോ ചെയ്തൊരു സ്മാർട്ട് ഗോൾ എന്ന് പറയും, സ്പെസിഫിക് മെഷറബിൾ അച്ചീവബിൾ ടൈം ബൗണ്ട് ആയിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള റെലവൻറ്റ് ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെക്ക് എന്നുള്ള പോകും. അപ്പോൾ നമുക്ക് മെൻറ്റേഴ്സിനെ കണ്ടെത്താം, അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് സ്റ്റഡി നടത്താം. ഇതൊക്കെയാണ് ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മനുഷ്യന് ഈ ഒരു സംഭവമൊക്കെ നമ്മൾ ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത്, അതല്ലാതെ ഇപ്പോൾ ഒരു N നമ്പർ ഓഫ് സ്കിൽസ് എടുക്കണമെന്നുണ്ടെങ്കിൽ, മേ ബി 5 അല്ലെങ്കിൽ 10 സ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന അടുത്ത 5-10 വർഷത്തേക്ക് ഇത് പഠിച്ചാൽ ഒരിക്കലും വേസ്റ്റ് ആവില്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യന് എന്തായാലും സക്സസ്ഫുൾ ആവും ഈ സംഭവം ഉണ്ടെങ്കിൽ എന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടി ഓൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റിയ സ്കില്ലുകൾ ഏതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക? ഇമ്പ്രൂവ് ചെയ്യേണ്ട സ്കില്ലുകളിൽ ഒന്ന് ലോജിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ലോജിക്ക് വെച്ചിട്ടുള്ള കളിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് എൻ്റെ ഇമാജിനേഷനുള്ള സാധനം എന്തും ബിൽഡ് ചെയ്യാൻ പറ്റും ടെക് വെച്ചിട്ട്. ആപ്പോ വെബ്സൈറ്റോ ഇപ്പോൾ ഈ കാണുന്നതാ, ഈ പിക്ചറിൽ കാണുന്ന ഒന്ന് നീക്കി തരും. ഇതിപ്പോൾ ഈ കാണുന്ന 3D പ്രിൻ്റ് ചെയ്താണ്. ഈ 3D പ്രിൻ്റ് ചെയ്യണ മെഷീൻ കൊണ്ട് ഇതിങ്ങനെ ചെയ്യണം എന്നുള്ള ഡിസൈൻ വന്നത് ഒരുത്തൻ്റെ മൈൻഡിൽ നിന്നാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഓരോ സാധനം ചിന്തിക്കുന്നതിൻ്റെ പുറത്താണ്. അപ്പോൾ ക്രിട്ടിക്കലി ചിന്തിക്കാനുള്ള കഴിവ് വേണം, ഇമ്പ്രൂവ് ചെയ്യേണ്ട സാധനമാണ് ഈ ക്രിട്ടിക്കലി ചിന്തിക്കാനുള്ള കഴിവ് എന്നുള്ളത്. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഓൺട്രപ്രണേഴ്സ് സയൻസ് പഠിച്ച കുട്ടികളാണ്. ഫ്ലിപ്കാർട്ട്, ആമസോണ്, ഇപ്പോൾ എലൺ മസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ നമ്മളുടെ സൈലം, ഇപ്പോൾ എൻട്രിയുടെ ആൾ ഇഷാം, അങ്ങനെ നമ്മൾ ഓരോ സ്റ്റാർട്ട് ഫൗണ്ടേഴ്സിനെടുത്ത് അവരൊക്കെ സയൻസ് പഠിച്ച ആളുകളാണ്. ഇതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. ഇവർ സയൻസ് പഠിച്ചെങ്കിൽ അവിടെ ഇമാജിനേഷൻ വെച്ചിട്ട് അവർ ലോജിക്ക് വെച്ചിട്ട് അവർ ക്യാൻസർ ചെയ്യാൻ വേണ്ടി വരുള്ളൂ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ABC 3 ആൾക്കാർ, പഠിക്കണത് ഹ്യൂമാനിറ്റീസ് അല്ലേ, ആർട്സാണ് വിചാരിച്ചോ. ഈ ആർട്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഇമാജിനേഷൻ വെച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. നിരൂപണം എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ ഇഷ്ടത്തിൽ എഴുതാം, അതിന് കവിത എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിൽ എഴുതാം, അതിന് തന്നെ പാറ്റേൺ ഒന്നുമില്ല, മാർക്ക് കിട്ടും. അത് ചെറുമുതൽ തന്നെ ഹാബിറ്റായിട്ട് വരും. സെക്കൻഡ്, കൊമേഴ്സിൻ്റെ കോർ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചെങ്കിൽ സെയിൽസ് കൂട്ടുക, ഇൻകം മാക്സിമൈസ് ചെയ്യുക, എക്സ്പെൻസ് മിനിമൈസ് ചെയ്യുക, പിന്നെ ഒപ്റ്റിമൈസ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. മാർക്കറ്റിംഗ് മാനേജറിൽ പഠിക്കുന്നതാണ്, ഫിനാൻസ് മാനേജറിൽ ഇതാണ്, എല്ലാവരും കണക്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഒരു 50% കയ്യിൽ നിന്നിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് ആൻസർ എഴുതുമ്പോൾ ഒരു കുട്ടികൾ പഠിക്കുന്ന സമയത്തുള്ള കേട്ടോ, ആൻസർ എഴുതുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുക, 50% എസ്സേയിലൊക്കെ ഓനക്ക് ഓൻ്റെ പോയിന്റ് ചെയ്താൽ ഇമ്പ്രൂവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഓനക്ക് വാക്കിംഗ് ഓൻ്റെ ഇത് കയറ്റാം, പ്രശ്നമല്ല, പോയിന്റ് മാത്രം കിട്ടിയാൽ മതി. സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ പറ്റില്ല. അവർക്കൊരു മാത്സിൻ്റെ പ്രോബ്ലം നിൽക്കുകയാണെങ്കിൽ ബോർഡ് മാസ് റൂൾസ് യൂസ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറുമുതൽ തന്നെ അവരെങ്ങനെ കാണുന്നത്, ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യും, ലോജിക്കലി ചിന്തിക്കുകയാണ്, ക്രിറ്റിക്കലി ചിന്തിക്കുകയാണ്. ഇന്ന സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്, ബ്രാക്കറ്റ് കഴിഞ്ഞാൽ ഓർഡറിൽ പോകണം. ഈ സാധനം എന്താണ്, ഓർക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടിട്ടാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫേസ് ചെയ്യുന്ന ജോലി കിട്ടുന്നില്ല, ഇതൊരു പ്രോബ്ലമാണ്. ഇതിന് സ്റ്റെപ്പ് വെച്ചൊരു സൊല്യൂഷൻ കാണാം. അപ്പോൾ എൻ്റെ ലാംഗ്വേജ് പ്രശ്നമാണെങ്കിൽ സ്റ്റെപ്പ് 1 ലാംഗ്വേജ് ക്ലിയർ ചെയ്യുക. പിന്നെ കോർ സബ്ജക്റ്റ് നോളജ് ഇല്ലാത്തതാണെങ്കിൽ അതിനെക്കുറിച്ചൊരു 1 മന്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഏത് പൊട്ടന്മാർക്ക് എന്ത് ചെയ്യുക, ഏറ്റവും ടോപ്പിക് സാധനം പഠിക്കാൻ വേണ്ടി പറ്റും. സെയിൽസിൻ്റെ ആണെങ്കിൽ പെർsuasion എങ്ങനെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, ഒരു മാസം കൊണ്ടോ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മാസം ജസ്റ്റോ വിചാരിക്കുകയാണെങ്കിൽ 3 hours സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 90 hours ആയി. അപ്പോൾ ഒരു 100 മണിക്കൂറാണ് ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഇരുന്നിട്ട് ഡീപ്പായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓനക്ക് എന്തെങ്കിലും പ്രോ ആവാം. അപ്പോൾ ഈ സ്റ്റെപ്പ് ക്ലിയർ ആയി. പിന്നെ അവൻ്റെ ബോഡി ലാംഗ്വേജ് കറക്റ്റ് ചെയ്യണം, കണ്ണ് നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ അങ്ങനെ സ്റ്റെപ്പ് പോവുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് എനിക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് ഇതൊക്കെ ഉണ്ട്, നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് റഫർ ചെയ്യാനുള്ള വിചാരിച്ചോ ഓന് ഇതേപോലെ അതിന് സ്ട്രാറ്റജി ഉണ്ടാക്കുക. ഞാൻ ആദ്യം ചെയ്യേണ്ട മെസ്സേജ് അയക്കുക, അവരെ പേഴ്സണലി മീറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇതേപോലെ സ്റ്റെപ്പ് സിസ്റ്റമാറ്റിക്കായി ലോജിക്കലി ചിന്തിച്ച് പോവാണ് ഒന്നാമത്തെ സ്കില്ല്. സെക്കൻഡ് പറഞ്ഞത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ സെക്കൻഡ് ഫസ്റ്റും തേർഡൊക്കെ ഏത് ഓപ്ഷനിൽ വേണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ട്,
നല്ല എന്താ പറയുക ഐഡിയ ഉണ്ട് ഒക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യമില്ല. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പബ്ലിക് സ്റ്റേജ് നമുക്ക് കയറി സംസാരിക്കുക, 1-to-1 ആവുക, ഫോൺ കൂടി ആവുക, മെയിലാവുക, ഒന്നും പ്രശ്നമല്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് മണികണ്ഠൻ എന്ന പേര്, ഓൻ പെപ്സിക്കോൻ്റെ ഫിനാൻസ് മാനേജർ, നെതർലാൻഡും ജർമ്മനിയൊക്കെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ലിറ്ററലി ഒരു സ്ട്രേഞ്ചറെ കണ്ട സംസാരിക്കുക എനിക്ക് ഇപ്പോഴും സ്റ്റെക്കുള്ള ഒരാളാണ്. പക്ഷേ ഓന അത്രയും പൊസിഷൻ ഇരിക്കുന്നുണ്ട്, ഞാൻ റെസ്പെക്ട് ചെയ്യും. ഞങ്ങൾ ദുബായിലൊപ്പം വർക്ക് ചെയ്ത് MBA ഒക്കെ ഒപ്പമായിരുന്നു, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് അങ്ങനെ വെച്ചെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ചില കുട്ടികൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാച്ചിട്ട് നിങ്ങൾ തോൽവിന്നല്ല, അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് വേറെ ഉണ്ട്. അവനോട് ഞാൻ പറയുകയാണ് സ്റ്റേജ് മേക്കർ സംസാരിക്കാൻ, ഞാൻ പറഞ്ഞ ഇൻട്രോവേർട്ട് നല്ലത് പറഞ്ഞത്, സ്റ്റേജ് മേക്കർ സംസാരിക്കാൻ വയ്ക്കൂല. പക്ഷേ അവന് നെതർലാൻഡ് ജർമ്മനിയൊക്കെ ട്രിപ്പ് കൊണ്ടുവന്ന് ജർമ്മനിയിൽ പെപ്സി പോലത്തെ ഒരു കമ്പനിയിൽ അത്യാവശ്യം നല്ല പ്രൊഫഷനിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവനക്ക് ക്വാളിറ്റിയിലുണ്ടാ. അപ്പോൾ അപ്പോൾ ഓൻ അവിടെ അയ്യോ എനിക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ ഇരിക്കല്ലേ ചെയ്തു. ഓൻ എന്ത് ചെയ്തു, ഓൻ അനലറ്റിക്കൽ കാര്യങ്ങളിൽ എന്ത് ചെയ്തു, സ്കിൽ ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 14 സ്കിൽസ് ഉണ്ടല്ലോ ഞങ്ങൾ കൊടുക്കുന്നത്, ലീഡർഷിപ്പ്, നെഗോഷിയേറ്റ്, അങ്ങനെ സ്കിൽസിൽ എല്ലാവർക്കും വേണമെന്നില്ല, ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ ചില കുട്ടികൾക്ക് സംസാരിക്കാൻ മടിയാണ് വിചാരിച്ച ഒരാൾ മുഖത്ത് നോക്കിയിട്ട് പ്രശ്നമല്ല, അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഇൻഡസ്ട്രീസും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഒരാൾ മുഖത്ത് നോക്കി സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സെയിൽസിനോ അല്ലെങ്കിൽ ആ രീതിക്കുള്ള ജോബിന് പോകാതിരുന്നാൽ പോരെ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിക്ക് പോവുക. സെക്കൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. പിന്നെ ഉള്ളതാണ് ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള സ്കിൽസ്, നെഗോഷിയേറ്റ് ചെയ്യാനുള്ള സ്കിൽസ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്കില്ലൊക്കെ എന്ന് വെച്ചെങ്കിൽ മസ്റ്റായിട്ട് വേണ്ട തന്നെ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ സ്കിൽസുകൾ ഉണ്ട് വിചാരിച്ചോ, ഡാറ്റ ഡിസിഷൻ മേക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുക, ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുക, ഈ കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ തന്നെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയുള്ള കാലം സർവ് ചെയ്യാൻ പറ്റും. കാരണം നോളജ് അത്രയും നമ്മുടെ കയ്യിലാണ്. ഇപ്പോൾ ChatGPT, ക്ലൗഡൊക്കെ എന്ന് പറഞ്ഞാൽ മാറണം. ക്ലൗഡിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ലോജിക്കലിയാണ് ആൻസർ തരിക. ഞങ്ങൾക്കൊരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് 5-10 പ്രോംപ്റ്റിൽ എന്ത് ചെയ്യുക, ഒരു അടിപൊളി പ്രൊഫഷണൽ PhD ഹോൾഡറിനേക്കാളും ബുദ്ധിയുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാണ് പ്ലാൻ ഉണ്ടാക്കി തരാണ്. ഡേ 1 നമ്മളിങ്ങനെ ചെയ്താൽ മാത്രം മതി. ഡേ 1 ബ്രാൻഡിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ഏതൊക്കെ വേണം, ബിസിനസ് പ്ലാൻ ഉണ്ടാക്കണം, ബ്രാൻഡ് ഇതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അങ്ങനെ കണ്ടെത്തണം, ഇങ്ങനെ സ്റ്റെപ്പ് പോവുകയാണെങ്കിൽ അത് മാത്രം ടിക്കറ്റാ പോരെ, ചെയ്ത് പോയാൽ പോരെ. ഇതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അതായത് ലോജിക്ക് മതി. ഇനി മെയിനായിട്ട് ലോജിക്ക് ക്രിട്ടിക്കലി ചിന്തിക്കാനുള്ള സാധനം വേണം. ശനിയുള്ളൊരു ടൈമിൽ നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ എത്രത്തോളം ഇത് കൊടുക്കുന്നുണ്ട് ഇമ്പോർട്ടൻസ്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ പലരും പറയും ക്വാളിഫിക്കേഷൻ വേണം. ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ക്വാളിഫിക്കേഷൻ വേണമെന്ന് ഞാൻ പറയുന്നത്, അതായത് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഇൻഡോറിന് രണ്ടാൾ വന്നു. അതായത് ഒരാൾ ക്വാളിഫൈഡ് ആണ്, അക്കാദമിക്കലി ഡിഗ്രി ഉണ്ട്, ഒരാൾക്ക് ഡിഗ്രി ഇല്ല. ഇപ്പോൾ നമ്മൾ പറയും ആർക്ക് ജോലി കൊടുക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. 2 പേർക്കും സ്കില്ല് ഒരുപോലെയാണെങ്കിൽ ഞാൻ ആർക്കാണ് ജോലി കൊടുക്കുക? 2 പേർക്കും 100-ൽ 100 ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ ആൾ കൊടുക്കില്ല നമ്മൾ, അല്ലേ? പ്രോബിലിറ്റി ആണല്ലോ വരിക. ഇനി പറയും ഡിഗ്രി ഉണ്ട്, ക്വാളിഫിക്കേഷൻ കുറവാണ് വിചാരിച്ചോ, ഡിഗ്രി അതായത് കൊടുക്കും. പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, വിന്നിങ് പ്രോബിലിറ്റി എപ്പോഴും കൂടുതൽ വരിക ഡിഗ്രി ഉള്ള ആൾക്കാണ്. കാരണം ഡിഗ്രി പഠിച്ചുകൊണ്ട് ക്വാളിറ്റി കിട്ടുമെന്നല്ല പറഞ്ഞത്. ആ റേസിൽ ഫസ്റ്റ് ഇട്ടാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബോണസ് പോയിൻ്റാണ്. ഓക്കെ, അത്ര ചിന്തിച്ചു പോയി. ഇപ്പോൾ ഡിഗ്രി പഠിച്ചാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് ക്വാളിറ്റി ഉള്ള ആൾക്കാരുണ്ട്. ഞാൻ സിമ്പിളി പറയുകയാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് ലൈഫിൽ സക്സസ് ആയ ആൾക്കാരുണ്ട്. നേരെ ഓപ്പോസിറ്റ്, സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ലൈഫിൽ സക്സസ് ആയ ആൾക്കാരുണ്ട്, സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിനൊരു പ്ലേ ബുക്കൊന്നുമില്ല ലൈഫിലൊന്നുമില്ല, ബിസിനസ്സിലോ അങ്ങനത്തിലൊന്നും ഒരു പ്ലേ ബുക്കോ അല്ലെങ്കിൽ ഇന്ന സാധനമൊന്നുമില്ല. ഇത് പഠിച്ചാൽ ലൈഫ് സെറ്റ് എന്നുള്ളത് ലോകം കണ്ടെത്തരാം. സർട്ടിഫിക്കറ്റ് ഒന്നും രക്ഷപ്പെടില്ല. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ രക്ഷപ്പെട്ടിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഉള്ളവരും രക്ഷപ്പെട്ടിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരും ഫെയിലായിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളും ഫെയിലായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു പോയിന്റ് നമുക്ക് പ്രോബിലിറ്റി കൂടുതൽ എവിടെ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഡൈസ് ഇതാക്കുമ്പോൾ പ്രോബിലിറ്റി വെക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ബൈ ചാൻസ് എൻ്റെ അതേ സ്കില്ലുള്ള ഒരാൾ വന്നു, എനിക്ക് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, ഡിഗ്രി ഉള്ളവനൊരു അഡ്വാൻറ്റേജ് കിട്ടും. അതാണ് എൻ്റെ ഒരു തോട്ട്. പിന്നെ ഡിഗ്രി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി പോകുമ്പോൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ സോഷ്യൽ സ്കിൽസ്, പ്രഷർ എടുക്കണം. അതായത് ഒരു ഇവൻറ്റ് നടത്തി ഫണ്ട് ഷോർട്ടേജ് ആയോ അല്ലെങ്കിൽ ഫണ്ട് ഗസ്റ്റിന് കൊണ്ടുവരണോ, ഇതൊക്കെ നിങ്ങൾ ചെയ്യും. കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് എനിക്കത് പറയില്ല, നിങ്ങളൊരു ഇവൻറ്റ് നടത്തിയും ഇവരുടെ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്. നിങ്ങളിപ്പോൾ ഈ പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ കാണപ്പാട് പഠിക്കുന്നത് അതിനൊക്കെ റിയൽ ചെയ്യല്ലേ, പ്ലാനിങ് ഫെയിലാവും. ഫണ്ട് ഇപ്പോൾ നമ്മൾ വിചാരിച്ചു 100 കുട്ടികൾ 1000 വെച്ച് തരും, 1 ലക്ഷം രൂപ വിചാരിച്ചു, 50 കുട്ടികൾ നിന്ന് ബാക്കി 50,000 ഷോർട്ടായില്ലേ, അപ്പോൾ 50,000 എങ്ങനെ കണ്ടെത്തും? പ്രഷർ എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞത് ധൈര്യം ഒന്ന് കൊല്ലാൻ കൊടുക്കുക എന്നല്ല പറയണത്, ആ രീതിക്കൊന്ന് കാൽക്കുലേറ്റ് ഒന്ന് ആലോചിച്ചൊക്കെ ഇത്രയും കുട്ടികളെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടു നടത്തുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് രസമല്ലേ? അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് ആയിട്ട് ഇപ്പോൾ എഡെക്സിന്റെ കഴിഞ്ഞ ബാച്ചിൽ കേരള സ്റ്റാർട്ടപ്പ് കാർണിവൽ ഫെസ്റ്റിവൽ, അപ്പോൾ അവിടെ നിങ്ങൾ ഈ കുട്ടികളെ ഈ സംഭവങ്ങൾ ട്രെയിൻ ചെയ്യണോ മെയിൻ ഉദ്ദേശം? കംപ്ലീറ്റ്ലി അതിൽ ഫസ്റ്റ് ബാച്ചിനോട് മാരത്തോൺ അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സന്തോഷം. അതിന് രാത്രി ഒന്ന് ഉറക്കല്ലാതെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്,
ഒരു 1-2 വീക്സ് ഉറങ്ങിയിട്ടില്ല. രാത്രി ഫ്ലെക്സിൻ്റെ പരിപാടി മുതൽ ഡിസൈനിങ് മുതൽ അതിന് രജിസ്ട്രേഷൻ മുതൽ എല്ലാം മാരത്തോണിന്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾ കേരള ഒരു ഇവൻ്റ് നടത്തുന്നത് 300+ രജിസ്ട്രേഷൻ പെയ്ഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ വന്ന സമയമാണ്. 2 ദിവസം റെസിഡൻഷ്യൽ, 3-4 ദിവസം കുട്ടികൾ ഉറക്കല്ലാതെ എന്ത് ചെയ്യണത്. അവിടെ ഇതിൽ വളരെ സിമ്പിളാണ്. ഈ ഒരു പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതായത് ഒന്ന് ഇവിടുത്തെ പോലെ എന്തൊക്കെ ചെയ്തതെന്നുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യിപ്പിച്ചതെന്നുള്ളത്. യെസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു കോർ സാധനങ്ങൾ വെച്ചെങ്കിൽ അവർ റിയൽ വേൾഡ് പോയിട്ട് റിയൽ ആളുകളെ മീറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അവിടെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. സംസാരിക്കണം, അതായത് അവരുടെ ഫേസിൽ നോക്കിയാണ്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു പ്രൊഡക്റ്റ് വാങ്ങണം, ടാഗ് വാങ്ങണം, എക്സാമ്പിൾ ടാഗ് വാങ്ങണം വിചാരിച്ചോട്ട് കാര്യത്തിലിടണേ. നമുക്ക് ഓപ്ഷൻസ് എന്താ? നോർമലി ഒരാളാണെങ്കിൽ കടയിൽ പോയിട്ട് വാങ്ങും. നമ്മുടെ കുട്ടികൾ അതല്ലേ ചെയ്യുക. അവർ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3-4-10 ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും കൊട്ടേഷൻസ് എടുക്കും. ആ സെയിം ഏറ്റവും കുറവുള്ള തന്ന റേറ്റും കൂടുതൽ തന്ന ആൾക്ക് എന്ത് ചെയ്യും, ഈ കുറവുള്ള റേറ്റുള്ള കൊട്ടേഷൻ അയച്ചു കൊടുക്കും. ഞങ്ങൾക്ക് 10 രൂപക്ക് ടാഗ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത് 30 രൂപ അല്ലേ, ഇത് എത്ര രൂപക്ക് തരാൻ പറ്റും? ഇറ്റ്സ് എ നെഗോഷിയേഷൻ, ബാർഗനിങ് അല്ലത്. കാരണം നമ്മളവിടെ വില കുറക്കണം എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ല. ഇങ്ങനെ സംഭവം ഓപ്ഷൻ ഉണ്ട്, ചെയ്യാൻ പറ്റുമോ, ഈ രീതിക്ക് ചോദിക്കുകയാണ്. പിന്നെ അവരോട് പറയാണ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ സപ്പോർട്ടിങ് പാർട്ണറായിട്ട് മാറാം. ഇത് കുട്ടികൾ റിയൽ ലൈഫിൽ ഇതാക്കുകയാണ്. പിന്നെ സെയിൽ ചെയ്യാണ് ഇത്, കാരണം പെയ്ഡല്ലേ. വരാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാകും. അവരെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് നമ്മൾ പൈസ നമ്മളെ കൊണ്ടുക്ക് വരണ്ടേ. ഇറ്റ്സ് ടാസ്ക്. അത് കുട്ടികളെ ചെയ്യുന്നത്. അതിൻ്റെ മാർക്കറ്റിംഗ്, കണ്ടൻറ്റ്, അതിൻ്റെ പേജ് നോക്കിയാൽ മനസ്സിലായി. കണ്ടൻറ്റ് കുട്ടികൾ ഷൂട്ട് ചെയ്യാണ്, സെയിൽ ചെയ്യാണ്, മാർക്കറ്റ് ചെയ്യാണ്, ആ ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യാണ്. അതായത് അവിടുത്തെ പ്രശ്നങ്ങൾ, സൗണ്ട് പ്രശ്നം, ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റിനെ നിങ്ങൾക്ക് അറിയണ്ടാവും, ഗസ്റ്റിനെ കൊണ്ടുവരുത്തണം, ഗസ്റ്റിനെ ഫുഡ് കൊണ്ടു കൊണ്ടുവരണം, ആ പ്രഷർ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അടുത്ത പോഡ്കാസ്റ്റിനോട് കൊണ്ടുപോയേക്കണം. അങ്ങനെ രാത്രി നിന്ന് ഫ്രീ ഉണ്ടോ? ഇല്ല, രാത്രി അവിടെ വേറെ പരിപാടിയാണ്. ഈ 2 ദിവസം കൊണ്ട് അവരെ കംഫേർട്ട് എന്നൊക്കെ. പ്യുവർലി ഞാൻ പറയുന്നത് എന്താ വെച്ചെങ്കിൽ സ്കില്ലെന്ന് പറഞ്ഞാൽ മസിലാണ്. സ്കിൽ ഈക്വൽ ടു മസിലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഫസ്റ്റിന് ജിം പോയാൽ 100 കിലോട്ട് വെയിറ്റ് എടുക്കാൻ പറ്റില്ല, 50 കിലോട്ട് അടിക്കാൻ പറ്റുമോ? പക്ഷെ നമ്മൾ 10 തുടങ്ങും, 15 ആവും, 20 ആവും, അങ്ങനല്ലേ. ഈ സ്കില്ലും അതേപോലെ തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഫസ്റ്റ് ഞാൻ സംസാരിക്കുമ്പോൾ പോലെയല്ല സെക്കൻഡ് ടൈം സംസാരിക്കുക, 3rd ടൈം മാറും, 4th ടൈം അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കുട്ടികൾക്ക് അവർ റിയൽ വേൾഡിൽ പോയി ചെയ്യേണ്ട കാര്യം ഞാൻ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാണ്, ഞാനപ്പോൾ ആ സെയിം സ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ ക്രിറ്റിക്കലി ചിന്തിച്ചിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യണ്ടേ. ക്ലാസ്സിൽ നിന്ന് എനിക്ക് എത്ര പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഒരു MBA പഠിക്കുന്ന കോളേജ് വിചാരിച്ചോ, അവരെത്ര സിലബസ് വെച്ച് പഠിപ്പിച്ചു കൊടുക്കുക. പക്ഷെ ഇങ്ങനെ ഇവൻറ്റ് നടത്തുമ്പോഴോ വേറെ എക്സ്പീരിയൻസ് ആണ്. മനസ്സിലായില്ലേ? എനിക്ക് അറിയുന്നുണ്ടാവും, ഈ അന്ന് സമയത്ത് റൂമിലൊന്നും ആരുമില്ല, എല്ലാവരും പുറത്തുനിന്ന് പണിയിലാണ്. അപ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ ഇവൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് നടക്കുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. ആ ഡോപ്പമിൻ അഡ്ലാനറേഷൻ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ സാധനമൊക്കെ കിട്ടുമ്പോൾ അതാണ് ഞാൻ എഡെക്സിൽ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു 50 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ അവരെന്താണ് ഓരോ വൈക്ക് പ്ലാൻ ചെയ്തു പോകും. മനസ്സിലല്ലേ? അപ്പോൾ ആ തീമിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും, അവരെ കൊണ്ട് സെയിൽ ചെയ്യിപ്പിക്കുന്നുണ്ട്, അവരോട് മാർക്കറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഫിനാൻസൊക്കെ കറക്റ്റ് അവരെ കീപ്പ് ചെയ്യുന്നത്. അക്കൗണ്ട് ഷോർട്ട് വന്ന് പ്രഷർ കൊടുക്കും, പൈസ എവിടെ, പൈസ അറിയില്ല. മീൻസ് അതിനൊരു CEO പോലെ CFO പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അവരെന്നെ എല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് അവരെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് കേട്ടോ, എല്ലാവരും കൊടുക്കല്ല. ആ ഇവൻറ്റിന് പുറത്തേക്ക് താല്പര്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ വേറെ പ്ലാൻ ഉണ്ട്. ഞാൻ ഇപ്രാവശ്യം കുട്ടികൾ കൂടി ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇപ്രാവശ്യം നമ്മൾ വേറെ പ്ലാൻ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രസ് നിങ്ങൾ എങ്ങനെ ആക്കല്, ആ ഒരു ഇവൻറ്റിക്ക് വരെ ക്യാപ്പബിളാക്കി ഈ ഒരു ബാച്ചിൻ്റെ ലാസ്റ്റ് കാണും? യെസ്. നമ്മളെ ബാച്ചിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ 21 days സെൽഫ് അസസ്മെൻ്റ് ആണ്. 21 days അവർക്ക് പല എക്സസൈസസ് കൊടുത്ത്, പല ആക്ടിവിറ്റീസ് കൊടുത്ത് അവരെ എക്സ്പ്ലോർ ചെയ്യണം. അവർ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കണം ഫസ്റ്റ് 3 weeks. ഓക്കെ, മനസ്സിലായോ? ഈ ഇപ്പം എന്താ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഇപ്പോൾ കണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ കേട്ടോ, ഇപ്പോൾ മമ്മൂട്ടിയോട് നിൽക്കണേ വിചാരിച്ചോ, മമ്മൂട്ടിയോടെ ചില മമ്മൂട്ടി ആക്ടിങ്ങിന് ചിലപ്പോൾ പോകില്ലാക്കാരം. അതായത് മമ്മൂട്ടി എന്തോ ഒരു തോട്ടിൻ്റെ പുറത്ത് ആക്ടിങ് എടുത്താണ് വിചാരിച്ചോ, മമ്മൂട്ടി ചിലപ്പോൾ ഇതിനാണ് നല്ല അഡ്വക്കേറ്റാണ് വിചാരിച്ചെങ്കിൽ മമ്മൂട്ടി ചിലപ്പോൾ അഡ്വക്കേറ്റിൻ്റെ ബിസിനസ് ചിലപ്പോൾ മമ്മൂട്ടിയുടെ, പക്ഷെ മമ്മൂട്ടി എന്തോ ഒരു ഇൻഫ്ലുവൻസിൻ്റെ പുറത്ത് എന്ത് ചെയ്താക്കാരം, ആക്ടറായിട്ട് പോയതാക്കാരം, ആക്ടർ അവനെ ആഗ്രഹിച്ചാക്കാരം. പക്ഷെ മമ്മൂട്ടിനെ നമ്മൾ പറയുന്നത് ആക്ടിങ് ഇങ്ങനെ ഞാൻ എക്സാമ്പിൾ പറയാട്ടോ, ഇങ്ങനെ പല സാധനങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ മമ്മൂട്ടിക്ക് റിയലൈസ് ചെയ്യും, എനിക്ക് ഇതിനോട് നല്ലത് എന്താണ് ഓൺട്രപ്രണർഷിപ്പാണ് വിചാരിച്ചിട്ട് മേബിയിൽ പോകും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന്ന കുട്ടികൾ. വന്നപ്പോൾ വേറെ ഗോൾഡ് ആയിരുന്നു, പക്ഷെ അത് ഇവിടുന്ന് കാര്യങ്ങളൊക്കെ 21 days എത്തിച്ചെങ്കിൽ ഇത് ഞങ്ങളൊന്നും പ്രഷർ ചെയ്തിട്ടല്ല, നമ്മൾ ഇൻഡസ്ട്രിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അതായത് കുട്ടികൾക്ക് ഇൻഡസ്ട്രികൾ ഉണ്ടാവില്ലേ. ഇപ്പോൾ ഒരു കുട്ടി ഇവിടെ വരുമ്പോൾ അവനോട് പറയാണ്, F&B എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, ഫുഡ് ആൻഡ് ബിവറേജസ്. ഇപ്പോൾ മെക്ഡി പോലത്തെ റെസ്റ്റോറൻറ്റുകളും കഫേസൊക്കെ അതിൽ വരുന്നതാണ്. പിന്നെ ഉള്ളതാണ് ടെക്നോളജിക്കലുണ്ട്, സാസ് വേറെ ഉണ്ട്, അങ്ങനെ പല ഇൻഡസ്ട്രികളുണ്ട്. ഇപ്പോൾ ഗാർമെൻറ്റ്സ്, വെജിറ്റബിൾസ്, അങ്ങനെ പല FMCG അങ്ങനെ പല സെക്ടേഴ്സ് ഉണ്ട്. ഈ സെക്ടേഴ്സിൽ ഇങ്ങനെയൊക്കെ ജോബുകളുള്ളത്, ഇങ്ങനെയൊക്കെ ബിസിനസ് ബ്രാഞ്ചുകളുള്ളത്. അപ്പോൾ നീ ഇപ്പോൾ ഒരു ജോലിക്ക് നോക്കുകയാണെങ്കിൽ ഇന്നൊക്കെ ജോലികളുണ്ട്. ഇതിനെ മൊത്തം കുറിച്ച് 360 ഒരു പഠിക്കും. എന്നാൽ അതിൻ്റെയൊക്കെ പ്രോസും കോൺസിനെ കുറിച്ച് ആ ഒരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ അവരെ പ്രോഫിറ്റ് പെർസെൻറ്റ് എത്രയാണ്. ഇപ്പോൾ ഒരു ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം, ഫാഷൻ ഇൻഡസ്ട്രി പോകണമെങ്കിൽ എത്രത്തോളം
പേഴ്സൺ ഉണ്ടാവും. ഒരു ബിഗ്ഗസ്റ്റ് റിസ്ക്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ഒരു ആക്ടിങ്ങിന് പോകും, ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യണമെന്ന് വിചാരിച്ചോ, അപ്പോൾ അങ്ങനെ എല്ലാതിനെ കുറിച്ചുള്ള 360 ഡിഗ്രി അല്ലെങ്കിൽ ഒരു SWOT അനാലിസിസ് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവും ഇന്ന ഫീൽഡ് എടുത്ത് കഴിഞ്ഞാൽ ഇത്രത്തോളം ചലഞ്ചുകൾ ഉണ്ടാവും. എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിന് എന്ത് ചെയ്യുന്നില്ല, എൻ്റെ റിസ്ക് ആപ്പിറ്റേറ്റ് അതിന് മാച്ച് ചെയ്യുന്നില്ല, റിസ്ക് ആപ്പിറ്റേറ്റ് അതിന് മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പോകണ്ട. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി 21 ഡേയ്സ് അതാണ് കൊടുക്കുന്നത്. റിയലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ 21th ഡേയിൽ ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹോട്ട് സീറ്റാണ്. 21st ഡേയിൽ, അതായത് 3ാമത്തെ വീക്ക് കഴിഞ്ഞാൽ ഓല് ഇവിടെ ചെയറിലിരിക്കും. ഈ 25 പേരും കൗണ്ടർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓനവിടെ ഇരിക്കുമ്പോൾ ജോലിയാക്കാരൻ ചൂസ് ചെയ്തിട്ടുണ്ടാവുക, മേ ബി ഓണ്ടർപ്രണർഷിപ്പക്കാരൻ ഓനോട് ചോദിക്കും എന്തുകൊണ്ട് ആ ഇൻഡസ്ട്രി യൂസ് ചെയ്തു, ആ ഇൻഡസ്ട്രിയാണ് നല്ല ഇതല്ലേ, അല്ലെങ്കിൽ എത്ര സാലറി വേണം, എന്തുകൊണ്ട് ഇത്ര സാലറി പൊട്ടൻഷ്യൽ ഉണ്ട്, എന്തൊക്കെ സ്കിൽസ് വേണം, ഇതിങ്ങനെ ചോദിക്കുമ്പോൾ അതിനെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ഒരു 360 ഡിഗ്രി പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്തു നോക്കട്ടോ. ഈ വീഡിയോ കാണാനൊക്കെ ചെയ്ത് നോക്കണം എന്ന് പറയാം. നിങ്ങളൊരു ജോലി സെലക്ട് ചെയ്യുമ്പോൾ, ഒരു ഓണ്ടർപ്രണർഷിപ്പ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ 360 ഡിഗ്രി പഠിക്കണം എന്ന് പറയാം. അതിന് എന്തൊക്കെ ഇൻറ്റേണൽ കാര്യങ്ങൾ എന്തൊക്കെ വരും, ഇൻറ്റേണൽ വെച്ചെങ്കിൽ കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, എക്സ്റ്റേണൽ കാര്യങ്ങൾ എന്തൊക്കെ വരും, ഇതിനെക്കുറിച്ച് 360 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ക്ലാരിറ്റി കിട്ടും. അതിനുശേഷം 79 ഡേയ്സ് അവൻ്റെ ഗോൾ ടുവേർഡ്സാണ് പോവുക. നമ്മളൊരു 2 months കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും, ഇവൻ്റ് അനൗൺസ് ചെയ്യും. ഇവിടുത്തെ ആക്ടിവിറ്റീസ് നടക്കും, അതിൻ്റെ കൂടെ അവരെന്ത് ചെയ്യും, ഇവൻസിൻ്റെ പണിയോട് എടുക്കും. ഇതിൻ്റെ അക്കൗണ്ട് ഒരു പോലും ഞങ്ങൾ അടക്സ് എടുക്കില്ല. ഇതിന്ന് പ്രോഫിറ്റോ ലോസോ ഇതുവരെയൊക്കെ ഉള്ളത് ബ്രേക്കിനായിട്ട് പോവുക ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനി വേറെ തന്നെ പോലെ റൺ ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം CEO വേറെ ആളിരുന്നു സ്റ്റാർട്ടപ്പ് പാർട്ണറുടെ. അപ്പോൾ നമ്മൾ വെച്ചെങ്കിൽ ഓരോരുത്തർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക. ഫണ്ട് ഷോർട്ട് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, വെച്ച് കൊടുക്കുന്നുള്ളത്. അതായത് വേറെ തന്നെ അവരെ തന്നെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുക, അവരെ തന്നെ ഫണ്ട് കളക്ട് ചെയ്യുക, എല്ലാം അവരെ തന്നെ ചെയ്യുന്ന പോലെയാണ് ഒരു പാറ്റേൺ ഉള്ളത്. നിങ്ങളെ റോൾ അപ്പോൾ അവിടെ എന്തൊക്കെ വരിക? നമ്മൾ ഗൈഡൻസ് മാത്രം. അവർ സ്റ്റെക്ക്, ഞാൻ അവർ പറയാം സ്റ്റെക്കായി നിൽക്കണമെന്നാണ് വിചാരിച്ചോ, അപ്പോൾ നമ്മളുണ്ടാവും. ഓക്കെ, അല്ലേ ഫുൾ ഓല് ഇല്ല, ഇന്ന അവർ പണിയെടുപ്പിക്കണം, അവർ പണിയെടുപ്പിക്കണം. ഞാൻ അവരെ പണിയെടുപ്പിക്കില്ല. അവരുടെ ഇൻഷാമിനെ ഒന്ന് കണക്ട് ചെയ്ത് തരുമോ, ഇഷാമിനെ വിളിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗസ്റ്റേ വന്നത് ആൾക്ക് റെക്കമെൻഡ് ചെയ്തോണ്ടാ. മനസ്സിലായി, എന്നെ വിളിച്ചു കഴിഞ്ഞാൽ വെച്ചെങ്കിൽ ഇന്നോട് പറഞ്ഞിട്ട് വിളിക്കുക, ഇന്ന ആൾ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഓല് വിളിച്ചാൽ മെസ്സേജ് ഓർക്ക് റിപ്ലൈ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെയ്യും, അതിനെ നിന്ന് കൊടുക്കും. അങ്ങനെയാണ് ഒരു പാറ്റേൺ. സെക്കൻഡ് ടൈം എന്നെ മൊത്തം വിളിച്ചത് ഇവിടുത്തെ വേറെ ഒരാളല്ലേ, തശ്രീഫാണല്ലോ വിളിച്ചിട്ടുണ്ടാകുന്നത്, ഇതിൻ്റെ കാര്യമാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സംഭവം. ഓക്കെ, നമുക്ക് കുറച്ച് ഈ ഒരു ടോപ്പിക്ക് ഒന്ന് മാറിയിട്ട് വേറെ സംഭവം പറഞ്ഞാൽ, ശരി. ഞാൻ നിങ്ങളെ എന്താ പറയുക വാച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായൊരു സംഭവം കേട്ടോ. അതായത് നിങ്ങളിപ്പോൾ ഒരു ഗ്രോത്ത് മൈൻഡഡ് ആളാണ്. ഇപ്പോൾ ഓണ്ടർപ്രണർഷിപ്പ് ഈ സംഭവം ബിൽഡ് ചെയ്യുന്നു, എഡെക്സ് ബിൽഡ് ചെയ്യുന്നു, പിന്നെ നമുക്ക് എമറാത്തിൻ്റെ കഥ പറയാം ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക സ്ഥാപനം റൺ ചെയ്യുന്നു. പക്ഷെ ഇത്രയൊക്കെ സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഈ നാട്ടിൽ വരുമ്പോൾ ഇപ്പോൾ ചായക്കടയിലത്തെ കാക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാവരോടും നിങ്ങൾ ഒരേപോലെയാണ് പെരുമാറുന്നത്. എല്ലാവരും നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും ആ ഒരു ആൾക്കാരുടെ ലെവലിൽ നിന്നാണ്ട് ആ ഒരു റെസ്പെക്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അവരോട് സിമ്പിളായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഒരു സംഭവം എന്നുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രേറ്റ്നെസ്സും ആ ഒരു ക്വാളിറ്റി ആ ഒരു ഗ്രോത്ത് മൈൻഡും അതിനൊപ്പം ഈ ഹംബിൾനെസ്സും എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുക? ഇതിലെന്താ സംഭവം എന്നറിയോ, എനിക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും ലേൺ ചെയ്യും. എനിക്ക് 2 കാര്യങ്ങൾ ഇഷ്ടം. ഞാൻ പണ്ട് മുതൽ പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഞാൻ സംസാരിക്കും, ഒന്നില്ലെങ്കിൽ എനിക്ക് കേൾക്കും. പിന്നെ ഉള്ള സമയത്തൊക്കെ ഒന്നില്ലെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക കാരം, അല്ലെങ്കിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക കാരം. ഞാൻ മാക്സിമം കേൾക്കാൻ നോക്കും, എല്ലാവരും കേൾക്കാൻ നോക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടമാണത്. ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാരെ ലിസൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കേൾക്കണം ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കണം, അത് ഇങ്ങനെ ചെയ്തൊക്കെ റെഡി അല്ലേ എന്നുള്ളത്. ആ ഒരു സാധനം കൊടുത്താൽ മതി നമ്മൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ ഞാൻ ഇവൻറ്റ്സിന് പോയി കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടേഴ്സ് ഒന്നാകെ മാറും. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാനൊരു ഇവൻറ്റിന് ഗസ്റ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഓരോ ഇവൻറ്റിന് പോകുമ്പോഴും ഞാൻ ഫോർമലായിട്ടാണ് പോവുക. പക്ക ഫോർമലൊക്കെ ആയിട്ട് ഞാൻ അപ്പം എന്തുണ്ടാവും, ഞാൻ അപ്പം ബിഹേവ് ചെയ്യുന്ന രീതി വേറെ തന്നെയാവും. ഞാൻ എൻ്റെ അങ്ങാടി കൂടി നടക്കുമ്പോൾ എല്ലാവരോടും വർത്തം പറഞ്ഞിട്ട് നടക്കുമ്പോൾ എന്തുണ്ടാവും, അത് ഞാൻ വേറെ തന്നെ ആവും. എൻ്റെ നാട്ടിലത്തെ ചങ്ങന്മാരുണ്ട്, ഓലപ്പം ഇരിക്കും, ക്ലബ്ബിൽ വായനശാലയിൽ കളിയാണ്ടിരിക്കുമ്പോൾ ഞാൻ വേറെ ആളെ ഞാൻ എന്താണെന്ന് അറിയാം, നമ്മളതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സിറ്റുവേഷൻ. ഇപ്പം ഞാൻ എന്ത് ചെയ്യണം, ഇപ്പം എനിക്ക് 2-3 ബിസിനസ് ഉണ്ട്, എനിക്ക് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ PhD ചെയ്യുന്നുണ്ട്. PhD ചെയ്യേണ്ട PhD സർക്കിൾ പോകുമ്പോൾ ഞാൻ അങ്ങനെ നിൽക്കണ്ടേ? അവിടെ പോയിട്ട് ഞാൻ നാട്ടിൽ ചെക്കന്മാർ വർത്തം പറഞ്ഞു വിചാരിച്ചോ, ഇതൊരു കോമൺ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. സത്യം പറഞ്ഞത് അങ്ങനെ ആയി പോകുന്നതാണ്. ഇൻ്റലിജൻസ് ആണ്. അത് ഇൻ്റലിജൻസ് ഞാൻ പറയാം. ഇപ്പം ചില ആൾക്കാർക്ക് മാറും. ചിലർക്ക് 2 പരിപാടിയൊക്കെ തുടങ്ങുമ്പോഴത്തേന് വണ്ടിയൊക്കെ ആകുമ്പോഴത്തേന് എന്തുണ്ടാവും, ഓലും ഇങ്ങോട്ട് വലിയ ആൾക്കാരായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ലിറ്ററലി കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരെ കൂടെ നടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഓക്കെ ആ രീതിക്കുള്ള സംസാരക്കാരം, $1 million സംസാരക്കാരം. ഞാൻ പറഞ്ഞത് കച്ചവടക്കാരത്ത്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, TR ഷംസുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കുറച്ച് ഇപ്പോൾ ടൈം കൂടുതലധികം കൊച്ചി പോകുമ്പോൾ മൂപ്പരോട് സ്പെൻഡ് ചെയ്യലുണ്ട്. കാരണം ഞങ്ങൾ ഡിസ്കഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും അങ്ങനെ തന്നെയുള്ള കാര്യം. അപ്പോൾ മൂപ്പരോട് സംസാരിക്കും ഭയങ്കര പോസിറ്റീവ്. എനിക്ക്
അതായത് മൂപ്പര് ഓൾറെഡി 2-3 സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ പുതിയ സിനിമ ചെയ്യുന്നുണ്ട്, ആ മൂപ്പരെ വിഷൻ അടിപൊളിയാണ്. നമ്മൾ അങ്ങനത്തെ ആൾക്കാർ. ഞാൻ ആ സംസാരം ഇവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇവർ പറയും അത് ഇവന് ഏതടാ, എൻ്റെ ചെക്കന്മാരോടൊന്ന് ആലോചിച്ചൊക്കെ ആ രീതിക്ക് ഞാൻ മൂപ്പരോട് സംസാരിക്കണം. അതേപോലെ നേരെ തിരിച്ച് സംസാരിച്ചാലും പ്രശ്നമാണ്. അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ബിൽഡ് ചെയ്യേണ്ട സ്കില്ലാണ്. അതൊരു ബിൽഡ് ചെയ്യേണ്ട സ്കില്ലാണ് അഡാപ്റ്റ് വെച്ചെങ്കിൽ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ, നമ്മളെല്ലായിടത്തും ഒറ്റപ്പെട്ടു പോലെ. ഇപ്പം ഞാൻ വരുമ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ഇവരൊക്കെ അവനെ കണ്ടു, ഞാനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മെയിൻ്റെ അല്ല, ഞാനിപ്പോൾ നമ്മളോട് പ്രൊഫഷണൽ ഇതിലേക്ക് പോകുന്ന വിചാരിച്ചോ, ഹോട്ടലിലായിരിക്കും പിന്നെ ഏതാ ഞാൻ മാക്സിമം ബന്ധം കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നോട് ഇപ്പോൾ ഇഷാം ഒരു വട്ടം സംസാരിച്ചിട്ടുള്ളൂ വിചാരിച്ചോ, ഇഷാമിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് ഞാൻ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ. ഞാൻ ഹരണിയാണെങ്കിലും അതിനൊരു പോസിബിലിറ്റി, അതിന് അത്രമാത്രം ഇൻഫിനിറ്റ് ആയിട്ടുള്ള ലിങ്കൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ മേ ബി നോക്കുന്നുണ്ടാവും. ഞാൻ എന്നോട് ഒരുപാട് പേര് എന്നോട് വിളിക്കുന്നവർ, ഇവിടെ എഡെക്സിൽ വരുന്നവരൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്. സഹായിച്ചെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എടത് ഇങ്ങനെ ചെയ്ത് നോക്ക്, അങ്ങനെ ഒരാൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗിവേഴ്സ് ഗെയിം എന്നുള്ള പോലത്തെ എന്നെ ഒരാൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലത്തെ ബിസിനസ് ഐഡിയ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇതെങ്ങനെയാണ് എൻ്റെ നോളജ് അനുസരിച്ചിട്ട്. ഞാനിപ്പോൾ എനിക്ക് മാക്സിമം ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് വരാനാ. ഞാനത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്തുണ്ടാവും, ഞാൻ അതിനെക്കുറിച്ച് പഠിക്കും. ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്. അത് പഠിക്കാച്ചില്ല, നന്നായിട്ട് ലേൺ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ എൻ്റെ നോട്ട് ബുക്ക് എല്ലാം എന്നുള്ള ടൂൾ ഉണ്ടല്ലോ, എൻ്റെ ഫുള്ളാണ്. ഞാൻ ഒരു ടോപ്പിക്ക് ഇട്ട് എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ ഇട്ട് വെച്ചിട്ടും ഞാൻ ഇങ്ങനെ കേട്ട് ഡെയിലി രാത്രി എന്തെങ്കിലും കേൾക്കും. ഡെയിലി രാത്രി എനിക്ക് ഉറക്കണം മുമ്പ് എന്തെങ്കിലും ഒരു 30 മിനിറ്റ്സിൻ്റെ ഞാൻ എന്ത് ചെയ്യും, യൂട്യൂബിൽ പ്രീമിയം ഉണ്ട്, അതായത് ഇതാക്കാൻ വേണ്ടിയിട്ട്, ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രി എന്തെങ്കിലും കേട്ടിട്ട് അത് കേട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് ഉറങ്ങുക. ഹാബിറ്റ് അതിൻ്റെ ലേണിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ലേൺ ചെയ്യാൻ എവിടെയെങ്കിലൊക്കെ ഒരു ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറികളൊക്കെ എന്താണ്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചെങ്കിൽ നമുക്കൊന്നൊരു അടിപൊളിയായിട്ട് പോകും. നമ്മൾ കണ്ടിന്യൂസ് ലേൺ ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ഒരാളെ ഗിവേഴ്സ് ഗെയിൻ ഇത്ര ആവശ്യമായി. ഗിവേഴ്സ് ഗെയിൻ എന്ന് വെച്ചെങ്കിൽ നമ്മൾ കൊടുക്കുക, BNIയിലൊക്കെ പറഞ്ഞ പോലെ കൊടുത്തുകൊണ്ടിരിക്കുക, അപ്പോൾ കിട്ടും. അതാണ് എനിക്ക് ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ആൻസർ ആയി എന്ന് വിചാരിക്കണം ഞാൻ. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇനിയൊരു 5-10 വർഷത്തേക്ക് നിങ്ങളൊരു വിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഒരു ലോങ് ടേമൊക്കെ? ഞാൻ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ, ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വിഷൻ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ ട്രെയിനേഴ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എഗെയിൻസ്റ്റാണ്. കാരണം പറഞ്ഞുതരാം. വിഷൻ വേണ്ടെന്നല്ല പറഞ്ഞത്. ചോദിക്കുന്ന ആക്ഷൻ എന്താണ്, നിങ്ങളതെന്താ നമ്പേഴ്സ് ഗെയിം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചോദിക്കണമെന്ന് പറയുക 20 വയസ്സുള്ള കുട്ടിയുടെ കാര്യം അവർക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടീനോട് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസാണെന്ന് പറയും, ബസ് ഡ്രൈവറാണെന്ന് പറയും. അതുപോലെ എൻ്റെ വിഷൻ വെച്ചെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ ഒരു കോളേജ് ബിൽഡ് ചെയ്യും എന്നുള്ളതാണ്. അത് മേ ബി കുറച്ചിനെ മാറും. ഇപ്പം എൻ്റെ മുമ്പിൽ കാണുന്നത്, ഇപ്പം ഞാൻ പണ്ടത്തെ പോലെ ഒരു വർഷത്തെ ഒന്നല്ല. ഇപ്പം എനിക്കതെന്ന് അറിയാം, എനിക്ക് 2 മാസം ഈ മാസം ചെയ്യേണ്ട ടാസ്കുകളുണ്ട്. ഞാൻ പുതിയ 2 പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചും കണ്ട് MBA പഠിക്കുന്ന പരിപാടി. 12 സ്റ്റേറ്റിൽ യാത്ര ചെയ്തും കണ്ടാണ് ബിസിനസ് പഠിക്കുന്നത്. അത് ലേൺ ബൈ ട്രാവൽ എന്നുള്ളതാണ്. പണ്ടത്തെ ആൾക്കാർ ബിസിനസ് ക്ലാസ് പോയിട്ട് പഠിച്ചിരിക്കണം, യാത്ര ചെയ്തും കണ്ട. ഈ വിനോദത്വം മുതൽ മറ്റേ നമ്മൾ എന്ത് ചെയ്യണം, വാസ്കോഡഗാമ വരെയുള്ള നോക്കുകയാണെങ്കിൽ അവരൊക്കെ $1 മില്യൺ ബിസിനസ് ചെയ്തതും, അല്ലെങ്കിൽ $1 മില്യൺ എന്നല്ല, അത്രയും വലിയ ബിസിനസ് ചെയ്തത് എന്താണ്, ട്രാവൽ ചെയ്തും കണ്ട് ആൾക്കാരെ മീറ്റ് ചെയ്ത് റിയൽ പെയിൻ മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ആ രീതിക്കൊന്ന് പഠിപ്പിക്കുക എന്നുള്ള തീമിൽ ഒരു PGPയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലോക്കലുള്ള കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഗോൾ അതാണ്, വിഷന്. അപ്പോൾ ഞാൻ ആ രീതിക്ക് ഞാൻ വലിയ സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ ഗോളെന്ന് വെച്ചിട്ടില്ല. എനിക്ക് കോളേജ് ബിൽഡ് ചെയ്യണമെന്നുണ്ട്. കോളേജ് എങ്കിൽ നമ്മുടെ കൺവെൻഷനിലേക്കുള്ള അവിടെ ആർട്സ് ഉണ്ടാവും, സ്പോർട്സ് ഉണ്ടാവും, പൊളിറ്റിക്സ് ഉണ്ടാവും, ഫുള്ള് വൈബ് പരിപാടിയുള്ളൊരു ക്യാമ്പസ് ബിൽഡ് ചെയ്യും. അതായത് ഫുള്ള് ഓൺ പരിപാടി, എല്ലാ മാസം അടിച്ചുപൊളി ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്യാമ്പസ് ബിൽഡ് ചെയ്യും. അതിലെന്താ വെച്ചെങ്കിൽ പക്ഷേ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എന്നറിയോ, ഒരു സ്വന്തമായിട്ട് നിന്നെങ്ങാണ്ട് ആരുടെ വെച്ച് ഞാനിടെ ഇറങ്ങാണ്ട് ഒരു സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നതാക്കി മാറ്റും ഞാൻ. അത് ഞാൻ പ്രോമിസ് ചെയ്യുന്ന കാര്യം. ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പലരും പറഞ്ഞ് കോളേജിൽ പോകണമെന്ന് പറയുന്നല്ലോ, അവർക്കുള്ളൊരു ഉത്തരമായിട്ട് ഈ കോളേജിൽ പോയി കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യേണ്ടവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ പഠിച്ചിട്ട് കേട്ടോ. അതായത് എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായി ചെയ്യുള്ളൂ, വെറുതെ ഒരു ഇതിൻ്റെ പുറത്ത് ചെയ്യില്ല. സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റഡി നടത്തി സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള മെത്തേഡിലൂടെ കുട്ടികളെ മനസ്സിലാക്കിയുള്ള ഒരു ഗാർഡൻ ആവും അത്. ഒരു ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുള്ള് പരിപാടികളും, ഇലക്ഷൻ വന്ന ഇലക്ഷൻ ഒരു പൂരാക്കി മാറ്റണം. അതെല്ലാം റിയൽ പൊളിറ്റിക്കൽ പാർട്ടി KSU, MSF, SFI, ABP എല്ലാം ഉണ്ടാവണം. ഒരാൾക്കുമില്ല, എല്ലാവരും ഒരു പ്രസ്ഥാനം നടത്തട്ടെ. അടിപിടി അങ്ങനത്തെ ഞാൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡ്രഗ്സിന് ഒരു പയ്യനുണ്ടെങ്കിൽ ചോദ്യം പോലും എല്ലായിടത്ത് പുറത്തേക്ക് ഇടും. രാത്രിയൊക്കെ നൈറ്റൊക്കെ ക്യാമ്പസ് ഓണാവും, നൈറ്റൊക്കെ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇനി ആർട്സ് കോളേജാണ് പുറമുള്ളവരാണെങ്കിലും ക്യാമ്പസ് മൊത്തം ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്തുണ്ടാവും, ഫുൾ ഓണം ഞേക്കാരം. പക്ഷേ ക്യാമറ ഉണ്ടാവും, ക്യാമ്പസിൻ്റെ ഏത് കോണിലും മുക്കിലൊന്നുണ്ടാവും ക്യാമറ ഉണ്ടാവും. ഫുൾ സെക്യൂരിറ്റി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, അവർക്ക് ഫ്രീ. പക്ഷേ നമ്മളെന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഫ്രീഡം മീൻസ് ഇത് ഫ്രീഡം അല്ല, ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യണതാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എത്തിക്കലി മോറലി ഓക്കെ അല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും, എടുത്ത് പുറത്ത് വിടും. അങ്ങനത്തെ ഒരു ക്യാമ്പസ് ബിൽഡ് ചെയ്യണം എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് അവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ കുട്ടികൾ എന്ത് വേണം, സ്കിൽഡായിട്ട് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന, ടെക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഒരു സെൽഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന, നല്ലൊരു ജോലിക്കോ അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പിന് പറ്റുന്ന പിള്ളേരെ ബിൽഡ് ചെയ്യുന്നൊരു ക്യാമ്പസ്.
ഓക്കെ, അതാണ് എൻ്റെ ഗോൾ. അതിപ്പോൾ നമ്മുടെ നാട്ടിലത്തെ സൊസൈറ്റിക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷെ ഞാനത് ചെയ്യും. അടിപൊളി. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊക്കെ വരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ലൈഫ് ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിനെ കുറിച്ചൊന്ന് പറയാം. അതായത് കുറേ ഓണ്ടർപ്രണേഴ്സ് ഉണ്ട് പൈസ ഒപ്റ്റിമൈസ് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് എന്നുള്ള ചിന്തയിൽ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളൊരു ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ടർഫ് കളിക്കാൻ പോവുക, ചായ കുടിക്കാൻ പോവുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെ നിങ്ങൾ കാണുന്നത്? ഇതിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ എനിക്കറിയില്ല. ക്ലാസ്സിൽ കഷ്ടമുള്ള ഡെക്സ് തുടങ്ങി, ഫുഡ് കഷ്ടമുണ്ട് മന്തിക്കട തുടങ്ങി, കളിക്കഷ്ടമുള്ളതുകൊണ്ട് ടർഫ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ ഫുട്ബോളിൻ്റെ ഒരു സംഭവം തുടങ്ങുന്നുണ്ട്. സിനിമ ആണ് ഇഷ്ടം എനിക്ക് ഭയങ്കരമായിട്ട്. തിയേറ്റർ തുടങ്ങാൻ കോടികളാവുന്നുള്ളതുകൊണ്ട് തുടങ്ങാത്തതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിലേക്കും പോകും. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് വെച്ചെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മളെ കൺട്രോളുള്ള, ഇപ്പോൾ ഏത് റിലീജിയൻ ആണെന്നുണ്ടെങ്കിലും നമ്മളെ കൺട്രോളുള്ള ഒരു ജീവിതമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിലെനിക്ക് ബോറടിക്കുമോ? ഇതിലേക്ക് മടുക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കാം. നാളെ രാവിലെ നീക്കണമെങ്കിൽ നീച്ച് അങ്ങനെ പോകേണ്ട ആവശ്യം വരുന്നുണ്ടോ? എനിക്ക് റെസ്റ്റോറൻറ്റിൽ പോകണമെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലേ? ഫുട്ബോളിൻ്റെ ടർഫ് എനിക്ക് ഇഷ്ടമല്ല, കളി കാണാൻ ഇഷ്ടമാണല്ലോ, ക്ലാസ് എടുക്കണം എനിക്ക് ഇഷ്ടമാണല്ലോ. മേ ബി വരുമാനം ഇപ്പം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് സിമ്പിളായിട്ട് കോടികൾ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഞാൻ ലിറ്ററലി പറഞ്ഞുതരാം. കോടികൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ട്രെൻഡിങ് ഒരു 10 കോഴ്സ് ഉണ്ടല്ലോ, ഡിജിറ്റൽ മാർക്കറ്റിങ്, മറ്റേ കോഡിങ്, പിന്നെ അതുപോലത്തെ ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിന്, പിന്നെ എന്താണ് നീറ്റ് കോച്ചിങ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്നിട്ട് എന്ത് ചെയ്യുക, കേരളത്തിലെ ബെസ്റ്റായിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സിന് ഇതാക്കുക. എന്നിട്ട് ഇത് കണ്ടൻറ്റ് മാക്സിമം ഷൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മെറ്റീരിയൽ ആഡ് കൊടുക്കുക. ഒരു കോടിക്കൊക്കെ മെറ്റീരിയൽ ആഡ് കൊടുത്ത് 2 കോടി മെറ്റീരിയൽ ഉണ്ടാക്കാൻ പറ്റും. പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട് വിചാരിച്ചോ, ആ ശരിക്ക് അടിച്ച് മിന്നി കണ്ട് എന്ത് ചെയ്യുക, കായ ഉണ്ടാക്കുക. പക്ഷേ റിസൾട്ട് ഇൻ ദ സെൻസ് ഓഫ് സസ്റ്റൈനബിലിറ്റി ആണ് നോക്കണേ. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ ഹോളിൽ ഇവിടെ അത്രയും വലിയ ഏരിയ ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയാണ്ട് എന്ത് ചെയ്യണം, മെറ്റൽ ആഡും കൊടുത്ത് നല്ല കുറച്ച് ടീച്ചേഴ്സിനും കൊടുത്തിട്ട് ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേർക്ക് ജോലിക്കാവാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കണത്. നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റുന്നല്ല അല്ല, എനിക്ക് പൈസ ഉണ്ടായിക്കൂടെ? എനിക്ക് അമ്മയെ വെച്ചിട്ട് എനിക്ക് 10 കുട്ടികളിൽ ഒരു 50 കുട്ടികളെ കയറ്റിക്കാൻ എത്ര റുപ്യ, 2.25 ലക്ഷം റുപ്യ ഒരു ബാച്ചിൽ നിന്ന് അല്ലേ? ഈ എഡ്യൂക്കേഷൻ ആവുകൊണ്ട് എങ്ങനെ പോലും അത്യാവശ്യം നല്ല 30-40% ലാഭം എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു 6 മാസം കൊണ്ട് എന്ത് ചെയ്യുക, ഒരു 30-40 എന്ന് പറഞ്ഞാൽ 10 ലക്ഷം 12 ലക്ഷം രൂപ കിട്ടും ഒരു ബാച്ചല്ല. അവിടെ 3 ബാച്ച് റൺ ചെയ്യുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ മാസം ഒരു 15 ലക്ഷം റുപ്യയുടെ അടുത്ത് ഒരു ഡിജിറ്റൽ മാർക്കറ്റ്. അല്ലെങ്കിൽ ആ ഒരു ഇത് പറഞ്ഞ ഡാറ്റാസ് മേ ബി തെറ്റാക്കാറ്, ഞാൻ അങ്ങനെ പറഞ്ഞു, റോ ആയിട്ട് പറയാണ്. ഇപ്പോൾ ഒരു എന്താ പറയുക, 50,000 മിനിമം ഫീസില്ലേ, 10 കുട്ടികൾ വന്നു കഴിഞ്ഞാൽ 5 ലക്ഷം റുപ്യ ആയില്ലേ, 100 കുട്ടികൾ വന്നാൽ 50 ലക്ഷം റുപ്യ ആയില്ലേ, ഒരു 200 കുട്ടികൾ വന്നാൽ 1 കോടി റുപ്യ ആയില്ലേ, 1 കോടിൻ്റെ അത് 6 മാസത്തിനല്ലേ, 1 കോടിൻ്റെ 30% പറഞ്ഞാൽ 30 ലക്ഷം റുപ്യ ആയില്ലേ, 6 മാസം 30 ലക്ഷം ഉണ്ടായില്ലേ, ഇതിൻ്റെ ഡബിൾ ആയി കഴിഞ്ഞാൽ എന്തുണ്ടായി, 60 ലക്ഷം റുപ്യ ആയില്ലേ. ഈ സെയിം സാധനം ഞാൻ 2-3 കോഴിക്കോടും കൊച്ചിയും വേറെയുള്ളടത്തും ഞാൻ ഈ ബ്രാൻഡ് ചെയ്തിട്ട് നന്നായിട്ട് പൈസ പൊട്ടിക്കും. ഒന്നും വേണ്ട. ഇപ്പം എൻ്റെ ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചമായി, ഞാൻ ഒരു 50,000 സ്പെൻഡ് ചെയ്യാൻ റെഡിയാണെന്ന് വെച്ചെങ്കിൽ 100 ആൾക്ക് 5,000 വെച്ച് 5 ലക്ഷം റുപ്യൻ്റെ അടുത്തുണ്ട് വിചാരിച്ചു. ഒരു എക്സാമ്പിൾ തരാം. 5 ലക്ഷം റുപ്യ ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ക്യാപിറ്റലിൽ നിന്ന് മാർക്കറ്റിന് വേണ്ടി മാറ്റിയേക്കാണ്. ഈ 5 ലക്ഷത്തിൽ നിന്ന് 5,000 വെച്ചിട്ട് 100 ക്രിയേറ്റേഴ്സിന് എന്ത് ചെയ്യാണ്, മൈക്രോ ക്രിയേറ്റേഴ്സിന് എന്താണ് കേരളത്തിൽ കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ ഡെയിലി വീഡിയോ ഇടാണ് വിചാരിച്ചു. നമ്മളെ കുറിച്ചിട്ട് 100 വീഡിയോ കയറുമ്പോഴത്തേന് എൻ്റെ ബ്രാൻഡിന് അത്രയും വിസിബിലിറ്റി വരും. ക്ലിയർ ആയോ? റിപ്പീറ്റ് ആയിട്ട് ആ വിസിബിലിറ്റി ഞാൻ പ്രോഡക്റ്റ് സെല് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് കായ് ഉണ്ടാക്കാം. പക്ഷെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഇവിടെ നിന്ന് പഠിച്ച കുട്ടികൾ ലൈഫിലൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു സ്കില്ല് ഇമ്പ്രൂവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ച ജോലി ഉണ്ടെങ്കിൽ ഉപകാരം ഇല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഞാൻ ഒന്നും വേണ്ട, ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങുമെന്ന് എന്നോട് ചോദിക്കണമല്ലോ. എൻ്റെ അടുത്ത് കുറേ പേര് ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നത് വെച്ചാൽ, ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഫ്രീ ഇല്ലേ? ഇപ്പം ഞാൻ ആ യൂട്യൂബിൽ കൊടുക്കുന്ന കണ്ടൻറ്റ് ഒരു LMS ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാണ്, കുറച്ച് പൈസയും മേടിച്ചിട്ട് വിറ്റൂടെ? എനിക്ക് ഒറ്റ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ പോരെ. അതായത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ തന്നെ BComൻ്റെ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് എടുക്കുകയാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ 38,000 വ്യൂസാണ് എനിക്ക് യൂട്യൂബിൽ കിട്ടിയിരിക്കുന്നത്. ഞാൻ അക്കൗണ്ടിങ് ഏറ്റവും അടിപൊളിയാക്കി സിമ്പിളാക്കി പഠിപ്പിച്ച് കൊടുക്കുന്ന സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയുള്ളത്. ഭയങ്കര പോസിറ്റീവ് കമൻസ് അതിൻ്റെ താഴെ വന്നില്ല. ടീച്ചർമാർ പഠിച്ചിട്ട് മനസ്സിലായില്ല, സിമ്പിളായിട്ട് കൺസെപ്റ്റൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധനം ഞാൻ LMS ഉണ്ടായിക്കാണ്ട് എന്ത് ചെയ്യണം, ഒറ്റ പ്രോഡക്റ്റ് റെക്കോർഡ് ചെയ്താൽ മതി. അതിന് സബ്സ്ക്രിപ്ഷൻ പോലെ ഇങ്ങനെ പൈസ മേടിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, മറ്റേൽ ആഡ് കൊടുത്താൽ ഐഡിയൽ കസ്റ്റമർ ലീഡ് വരില്ലേ. ഞാനൊരു 10 ടെലികോളിംഗ് സ്റ്റാഫിനെ എടുത്തവിടെ, ടെലികോളിംഗ് സ്റ്റാഫിനെ എടുത്തുകൊണ്ട് പുഷ് ചെയ്യുക അവരെ കൊണ്ടിട്ട്, അവർക്ക് ഇത് കൊടുക്കുക, എന്ത് കൊടുക്കുക, ഇൻസെൻറ്റീവോ പ്രഷർ കൊടുത്തിട്ട് ടാർഗറ്റ് കൊടുക്കുക. പൈസ കയറും, അക്കൗണ്ടിൽ പൈസ കയറും, പഠിക്കും ചെയ്യും കുട്ടികൾ. ലാസ്റ്റ് പോലെ എന്തുണ്ടാവും, ഓലിക്ക് ലൈഫിൽ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു മോട്ടീവ് എന്ന് വെച്ചെങ്കിൽ, നമ്മളുടെ ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്, നമ്മളെ വീട്ടിൽ നമ്മളെ ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡും കഴിച്ചിട്ട് നമ്മളെ ഫാമിലിയുടെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ട്, വൈകുന്നേരം ടർഫ് പോകാൻ പറ്റുന്നുണ്ട്, ചെക്കന്മാരെ കൂടെ നമ്മുടെ നാട്ടിലത്തെ പള്ളിക്ക് നിസ്കരിക്കാൻ പോകാൻ പറ്റുന്നുണ്ട്, ചായ കുടിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാം ഹാപ്പി ആയിട്ട് പോകുന്നില്ലേ?
അത് ഞാനപ്പോൾ അതുകൊണ്ട് ഓക്കെയാണ്. ഇനി ഫ്യൂച്ചറിൽ ഞാൻ പറയട്ടെ മോണിറ്റൈസ് ചെയ്യും കേട്ടോ, എഡെക്സും കാര്യങ്ങളൊക്കെ മോണിറ്റൈസ് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതാണ് റിയൽ എഡ്യൂക്കേഷൻ എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലം വരുമെന്ന് വിശ്വസിക്കേണ്ടതാണ്. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം, ഇത് ഫസ്റ്റ് ബാച്ചിൻ്റെ പോലെയല്ല സെക്കൻഡ് ബാച്ച്. എൻ്റെ ഫസ്റ്റ് ബാച്ചിൻ്റെ പോലെയല്ല. നമ്മൾ പിടിച്ച എന്താ പറയുക, മുയലിന് 2 കൊമ്പ് എന്നുള്ളതില്ല, 3 കൊമ്പ് എന്നുള്ളതല്ല എൻ്റെത്. ഇപ്പോൾ ഇഷാം വന്നിട്ട് പറയാണ് ഇങ്ങനെ ഒരു സാധനം കിട്ടോ, ഇതും ട്രൈ ചെയ്ത് നോക്കുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ആവശ്യം ഞാനിത് അപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഞാൻ അങ്ങനെ മൈൻഡുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ചിനേക്കാൾ അപ്ഗ്രേഡാണ് സെക്കൻഡ് ബാച്ച്. സെക്കൻഡ് ബാച്ചിനേക്കാൾ എത്ര അപ്ഗ്രേഡ് തേർഡ് ബാച്ച്. ഇനി 4th ബാച്ച് സ്റ്റാർട്ട് ചെയ്യൂലേ, ഈ തേർഡ് ബാച്ചിനേക്കാൾ അപ്ഗ്രേഡ് ചെയ്യും ഞാൻ. പുതിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് കേസ് ഞാൻ അതുകൂടി ആഡ് ചെയ്തുകൊണ്ട് പറയാം കേട്ടോ. റെസ്റ്റോറൻറ്റിൻ്റെ കേസ് വെച്ചെങ്കിൽ ഞങ്ങൾ വിചാരിച്ചതിൻ്റെ 3x കച്ചവടം. അപ്പോൾ നമ്മൾ ടാർഗറ്റിങ് 3x കച്ചവടം. ഞങ്ങളെടുത്ത് 2 പോളിസിയാണ്. ഒന്ന്, ഞങ്ങൾ എടുത്ത പോളിസി ഫുഡിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യൂല. എന്നേക്കാൾ വാശി എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ആ കാര്യത്തിൽ. സിദ്ദീഖ് ആൻഡ് സുഹൈൽ എന്നുള്ള ആൾക്കാരാണ്. സുഹൈലിൻ്റെ മൂത്താപ്പാടെ മോനാണ്, ഓനാണ് മന്തി മാസ്റ്റർ, ഓൻ തന്നെ ഫുഡ് ഉണ്ടാക്കണം. ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യൂല എന്നുള്ള കാര്യം ഫസ്റ്റ് എടുത്താൽ. സെക്കൻഡ് പോളിസി എന്ന് വെച്ചെങ്കിൽ സ്റ്റാഫിന് എന്ത് ചെയ്യൂല, ഓവർലോഡ് കൊടുക്കൂല. ഞങ്ങൾക്ക് തുടക്കിയ സമയത്ത് ഇപ്പോഴടക്കം ഫുഡ് വൈകുന്നേരം തീരലാണ്. ഫുഡ് ആൾക്കാരുണ്ടാവും, ഫുഡ് തീരും, കട ക്ലോസ്, ലൈറ്റ് ഓഫ് ചെയ്യല. ഞങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ സ്റ്റാഫിന് വീണ്ടും പണിയെടുപ്പിച്ചിട്ട് കുറച്ചുകൂടി റൈസ് എടുത്തിട്ട് കൊടുക്കാം. സ്റ്റാഫിന് എന്താ വെച്ചെങ്കിൽ അത് നമുക്ക് 10 രൂപ കിട്ടും. സ്റ്റാഫിന് അതൊരു ബേർഡനാണ്. അവർക്ക് നാളെ ഹെൽത്തി ആയിട്ട് നമ്മൾ ആ രീതിക്ക് 2 പോളിസി കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതുവരെ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് ചെറുപ്പശ്ശേരി മാർക്കറ്റിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു സാധനം ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അതിൽ നമുക്ക് ആ ഒരു മന്തിക്കടൻ്റെ ആ ഒരു ഭാഗത്തൊന്ന് ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. ഒന്ന് എഡ്യൂക്കേഷൻ ഭയങ്കര കോമ്പറ്റീഷനാണ്, അവിടെ നിങ്ങളൊരു സംഭവം തുടങ്ങി. അതുപോലെ തന്നെ ഏറ്റവും കോമ്പറ്റീഷനുള്ള ഫീൽഡാണ് ഫുഡിൻ്റെ ഫീൽഡ്. അപ്പോൾ അവിടെ ആ ഒരു കോൺഫിഡൻസ് എങ്ങനെ കിട്ടിയത് ആ ഒരു സംഭവം തുടങ്ങി? ഇതിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി നടത്തണം. നമ്മൾ എന്താ പറയുക, എടുത്ത് ചാടിയിട്ട് ചെയ്യരുത്. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ, ബിസിനസ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 94% ആൾക്കാർ ഫെയിൽ ആവുക. 93% എന്താ ആൾക്കാരും ബിസിനസ്സുകൾ സ്റ്റാർട്ടപ്പുകളൊക്കെ ഫെയിൽ ആവുകയാണ്, ബിസിനസ്സുകൾ ഫെയിൽ ആവുകയാണ്. അതിന് റീസൺസ് കുറേ ഉണ്ട്. ഒന്ന്, പ്രൊഡക്റ്റ് മാർക്കറ്റിന് ഫിറ്റാണ് നോക്കണം. നമ്മൾ തുടങ്ങാൻ പോകുന്നത് ആ മാർക്കറ്റിന് ആവശ്യമുള്ളതാണെന്ന് നോക്കലാണ്. ഇത് വെറുതെ നോക്കി വരാം, ഡീപ്പിൽ സ്റ്റഡി നടത്തണം, സയൻറ്റിഫിക് ആയിട്ട് സ്റ്റഡി നടത്തണം. ഇപ്പോൾ 50,000 പേരാണ് ചെറുപ്പശ്ശേരി പോപ്പുലേഷൻ ഉള്ളത്. ഈ 50,000-ൽ എത്ര ക്ലാസ്സുകളുണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയി സ്റ്റഡി നടത്തിയ ഒരാളാണ്. മനസ്സിലാവുന്നുണ്ട്? അതായത് വെറുതെ തുടങ്ങിയിട്ട് ഇങ്ങനെ ചെറുപ്പശ്ശേരി തുടങ്ങിയല്ല, നമ്മൾ കോമ്പറ്റീറ്റർ അനാലിസിസ് നടത്തിക്കണം. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കോമ്പറ്റ് ചെയ്യേണ്ട ഷോപ്പുകളിൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കാണുന്ന ക്രൗഡും അവിടുത്തെ ഒരു കാൽക്കുലേഷൻ നമ്മൾ വേണം. അത് മോശമൊന്നുമല്ല, ലോജിക്കലി ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലൊരു റിലയൻസിൻ്റെ ട്രെൻഡ്സ് വന്നാൽ വെറുതെ വരുന്നല്ല, ഒരു മാർക്കറ്റ് സ്റ്റഡി എടുത്ത് വരുന്നതാണ്. അപ്പോൾ അതുപോലത്തെ കോർപ്പറേറ്റ്സ് കമ്പനികൾ വരുന്ന പോലെ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി നടത്തണം. അങ്ങനെ നടത്തി ഞങ്ങൾ നോക്കി, ഞങ്ങൾ മിനിമലായിട്ടാണ് എന്ത് ചെയ്ത്, എക്സ്പെൻസ് വന്നാൽ മിനിമൽ എക്സ്പെൻസ് വന്നാലും നമുക്ക് ഓടുന്ന രീതിക്ക് ഞങ്ങൾ സെറ്റ് ചെയ്ത് കട. അതായത് ഒരു മിനിമൽ കച്ചവടം വന്നു കഴിഞ്ഞാൽ കൂടി നമുക്ക് എന്ത് ചെയ്യണം, കടയിൽ ഓപ്പണായിട്ട് പോകുന്നതിലേക്ക് നമ്മൾ മാക്സിമം എവിടെയൊക്കെ എക്സ്പെൻസ് കുറക്കാൻ പറ്റാത്തൊക്കെ കുറച്ച് ആ രീതിക്ക് കാൽക്കുലേറ്റ് ചെയ്ത്, എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആളുകൾക്ക് മാക്സിമം അവയർനെസ് കൊടുത്തു. ഇങ്ങനെയാണ് ഷോപ്പ്, ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ USP, യൂണീക്ക് സെല്ലിംഗ് പ്രൊപ്പോഷൻ. ഫുഡിൻ്റെ ഇതിൽ വരുമ്പോൾ ആ ഒരു USP ഉണ്ടോ? ആണ്ടി ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം എന്തിന് മന്തി കടയൊക്കെ വരണം, അത് ഫുഡിൻ്റെ അല്ലേ, എന്തിന് മന്തിക്ക് ഞങ്ങൾ എമറാത്തേക്ക് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും. അവിടെ പാർക്കിംഗ് ഉണ്ട്, അത്യാവശ്യം വണ്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി. ഒരു 8-10 വണ്ടിക്ക്, ഒരു 8 വണ്ടിക്ക് എന്തായാലും സുഖമായിട്ട് എന്ത് ചെയ്യുക, ഒരു ടെൻഷനില്ലാതെ പാർക്ക് ചെയ്യാൻ പറ്റും. 8 അല്ലെങ്കിൽ 10 വണ്ടിക്ക് മാക്സിമം പാർക്ക് ചെയ്യാൻ പറ്റും. ഒരു ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇരുന്നത്. സെക്കൻഡത്തെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ അവർക്ക് എന്താ വെച്ചെങ്കിൽ ഫുഡ് ടൈമിങ് എടുക്കണം. സംഭവം ഈ അൽഫാം എന്തായാലും 20 മിനിറ്റ്സിൻ്റെ മുകളിൽ കുക്ക് ചെയ്യാനാവും. അപ്പോൾ ആ സമയത്ത് അവർ വെറുതെ ഇരിക്കണം. അപ്പോൾ നമ്മൾ സൂപ്പ് എന്ത് ചെയ്തു, കോംപ്ലിമെൻ്ററി ആയി കൊടുത്തു. കാരണം ഒരു 10-15 മിനിറ്റ് അവർ സൂപ്പ് കുടിച്ചു, ചൂടുള്ള സൂപ്പ് കുടിക്കുന്നതിന് ടൈം എന്ത് ചെയ്യണം, വേസ്റ്റ് ആവില്ല. പിന്നെ സൂപ്പ് ശരീരത്തിന് നല്ലതാണ്. ഫുഡ് കഴിക്കുന്ന മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, സൂപ്പ് നല്ല സാധനം എടുത്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ തന്നെ അവർക്ക് അതായി. പിന്നെ നമ്മൾ അഡീഷണൽ നമ്മളുടെ ക്വാളിറ്റി കാര്യങ്ങൾ, ഫുഡിൻ്റെ ക്വാളിറ്റിയിൽ, പിന്നെ ക്വാണ്ടിറ്റിൻ്റെ കാര്യത്തിൽ, ക്വാണ്ടിറ്റി അൺലിമിറ്റഡ് എല്ലാവരും ചെയ്യുന്നതാണ്. ഇത്രത്തോളം USP ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് മെനു കൂടി ഞങ്ങൾ ആഡ് ചെയ്യാണ്ട്. ഞങ്ങളിപ്പോൾ ഇതേപോലെ ഞങ്ങൾ ഒരു ഡബിൾ റൈസ് അങ്ങനെ വേറെ കുറേ പ്ലാനുകളുണ്ടാകും, അതൊക്കെ പോസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതൊക്കെ ഞങ്ങൾ ഫ്യൂച്ചറിൽ എന്തുണ്ടാവും, ഓരോ സിറ്റുവേഷൻ വെച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോകും. അപ്പോൾ ഈ ഒരാളൊരു മന്തിക്കടയ്ക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ് തോന്നുമ്പോൾ നമ്മളെ കടയ്ക്ക് ഒരാൾ റീസൺസ് ആണ്. അവിടെ പോയി സൂപ്പ് കുടിച്ചിട്ട് എന്ത് ചെയ്യുക, സാധനം ഫുഡ് കഴിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് മയോണൈസ് കൂട്ടാതെ മന്തി കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷുഗർ കോട്ടി തരണല്ലോ, അല്ലെങ്കിൽ അവർക്ക് ആ റൈസിൻ്റെ ഫ്ലേവർ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മുമ്പ് നമ്മുടെ നാട്ടിൽ ഈ ഇതിലേക്ക് റൈസ് ഇല്ലാന്നൊന്നും പറയുന്നില്ല, പക്ഷെ നമ്മളൊന്നുകൂടി ബട്ടറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താവുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ റൈസ് കഴിക്കുമ്പോൾ ആ ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ മാക്സിമം എന്താ വെച്ചെങ്കിൽ നമ്മളുടെ ഏകദേശം ഞങ്ങളവിടെ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു കടയിലില്ലാത്തതാണ് ഞാൻ അങ്ങനെ പറയല്ല,
നമ്മളുടെ കിച്ചൺ ഒരു സൈഡ് നോക്കി കാണാൻ പറ്റും. ഫ്രണ്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ കിച്ചൺ മൊത്തം എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതെന്തിനാ ഞങ്ങൾ ചെയ്തു വെച്ചെങ്കിൽ കിച്ചൺ ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ്. അടിപൊളി. കിച്ചൺ ക്ലീൻ നമുക്കൊരാൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണല്ലേ, ഞങ്ങളെ ഇൻറ്റൻഷനിൽ ചെയ്താട്ടോ. മറ്റേ അടച്ചിക്കണ വിചാരിച്ചു അത് കുഴപ്പമൊന്നുമില്ലായിരിക്കും. ഇതങ്ങനെയല്ല, ഡെയിലി 2-3 വട്ടം പ്രോപ്പറായിട്ട് ഹൈജീൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു USP. ഇതൊരാൾ നോക്കുമ്പോൾ ആൾക്ക് ട്രസ്റ്റാണ്. കാരണം അവിടുന്ന് കിച്ചണിൽ പ്രിപ്പയർ ചെയ്യണം എന്ത് ചെയ്യാണ്, പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ 4 ഗ്ലാസ്സുള്ള ഇതൊരു ഗ്ലാസ് നോക്കി ഇതാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ ആളുകൾക്ക് ട്രസ്റ്റാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് എപ്പോഴും ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. കാരണം നമ്മളവിടുത്തെ മായ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇന്നുകൂടി എൻ്റെ കൂടെ വന്നിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇത് കഴിക്കാൻ നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. അല്ലെങ്കിൽ എൻ്റെ ഉമ്മയും എൻ്റെ പാരൻസും വന്ന് കഴിക്കുന്ന, എൻ്റെ പെങ്ങളും എൻ്റെ ഭാര്യയും എല്ലാവരും വന്ന് കഴിക്കുന്ന ഫുഡാണ്. എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ വന്ന് കഴിക്കണം. അപ്പോൾ നമ്മൾ ഫുഡിൽ എന്ത് ചെയ്യില്ല, കാരണം നമ്മളെ നാട്ടിൽ വന്ന് കഴിക്കുന്ന ഫുഡാണ്. ഫുഡിൻ്റെ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഒരു കോംപ്രമൈസ്. അതാണ് ഞങ്ങൾ USP ആയിട്ട് വരുന്നത്. ആ ക്വാളിറ്റി ഇതുവരെ മുതൽ സസ്റ്റൈനായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളി. അതാണ് ഒരു സംഭവം. റെസ്റ്റോറൻറ്റ് വന്നത് ഇതാണ്. റെസ്റ്റോറൻറ്റ് നമ്മൾ ഈ സ്റ്റഡിയൊക്കെ നടത്തി നമ്മളിങ്ങനെ USP കണ്ടെത്തി. ഇപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ചമായി, അത് ഞാൻ ഒന്നുകൂടി ഒന്ന് കംപ്രസ് ചെയ്തിട്ട് പറയുകയാണ്. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ വൈ ഷുഡ് ദേ കം, എന്തിനാ അവർ നിങ്ങൾക്ക് കാശ് തരണം എന്നുള്ളൊരു ക്വസ്റ്റ്യന് നിങ്ങളുടെ കയ്യിൽ പ്രോപ്പറായിട്ട് ആൻസർ ഇല്ല വിചാരിച്ചു. അത് നിങ്ങൾ സയൻറ്റിഫിക്കലുള്ള കേട്ടോ, ഊഹാഭോഗത്തിൽ ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ കച്ചവടം കുറവാണ്, അല്ലെങ്കിൽ അവിടെ കച്ചവടം ഉള്ളത് നമ്മളത് വരും, ഇല്ല, തെറ്റാണ്. അങ്ങനെ ഊഹിക്കരുത്. ഊഹിച്ചിട്ടല്ല, ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പോൾ ഒരു ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും, ഒരു റെസ്റ്റോറൻറ്റ് ആണെങ്കിലും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും, എന്ത് തുടങ്ങുകയാണെങ്കിലും ഡാറ്റ വെച്ചുള്ള ഡിസിഷൻ ഇല്ലാതെ എന്ത് ചെയ്യരുത്. അതേ ഡാറ്റ വെച്ചെങ്കിൽ നിങ്ങൾ സയൻറ്റിഫിക് റിസർച്ച് നടത്തിയിട്ട് വേണമെന്നില്ല. നമ്മളൊരു പോപ്പുലേഷൻ എത്ര ഉണ്ട്, ഇത്ര ആളുകൾ ആവറേജ് വരുന്നുണ്ട്, ഇത്ര ടേബിളുണ്ട് ഇത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവില്ലേ എക്സ്പെൻസിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ നമുക്ക് ചിക്കൻ ഇത്ര ക്വാണ്ടിറ്റി വരുന്നത്, റൈസിന് ഇത്ര വരുന്നുണ്ട്, റെൻറ്റ് ഇത്ര വരുന്നുണ്ട്, സാലറി ഇത്ര വരുന്നുണ്ട്, കറണ്ട് ബിൽ ഇത്ര വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിങ്ങാണ്ട് ഡിവൈഡ് ബൈ 30 ആകുമ്പോൾ ഒരു ദിവസം കോസ്റ്റ് മാത്രം ഇത്ര വരുന്നുണ്ട്. അപ്പോൾ ഇത്ര കോസ്റ്റ് വരാമെന്നുണ്ടെങ്കിൽ 80-90% നമ്മൾ എന്ത് ചെയ്യണം, സെയിലിൻ്റെ കോസ്റ്റ് പോകും. ഇപ്പോൾ എത്ര റുപ്യക്ക് സെയിൽ നടക്കണം, ഇത്ര റുപ്യ സെയിൽ നടക്കണമെങ്കിൽ ഒരു ആവറേജ് ഒരു ബിൽ വാല്യൂ ഒരു 800 ആണെങ്കിൽ ഇത്ര ആൾക്കാർ വരണം, അല്ലെങ്കിൽ 200 ആണെങ്കിൽ ഇത്ര ആൾ വരണം. ഇത്ര ആൾ വരാനുള്ള മാർക്കറ്റിൽ പൊട്ടൻഷ്യൽ ഉണ്ട്. അത് പറഞ്ഞപ്പോൾ കുറച്ച് ഫാസ്റ്റായി കിട്ടണം, ഒന്ന് ബാക്ക് കിട്ടുന്നതുകൊണ്ടും കട്ടാൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഡാറ്റ ഇങ്ങനെ വെച്ച് സ്റ്റഡി നടത്തി ഇത്ര പേര് വരാനുള്ള ചാൻസ് ഉണ്ട്, എന്നാൽ ധൈര്യം തുടങ്ങാം. ഇനി ഒരു സിമ്പിൾ ഒരു കാര്യം പറഞ്ഞുതരാം. ബിസിനസ് തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഓൺട്രപ്രണേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഏതെങ്കിലും ഒരു AI മോഡൽ യൂസ് ചെയ്യുന്നുണ്ടാവില്ലേ, അതിനിപ്പോൾ താഴെ പോയിട്ട് ചെയ്യുക ഐ വോണ്ട് ടു സ്റ്റാർട്ട് ദിസ് കമ്പനി, അല്ലെങ്കിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ ഐ വോണ്ട് ടു സ്റ്റാർട്ട് റെസ്റ്റോറൻറ്റ് ഇൻ ചെർപ്പുളശ്ശേരി, അല്ലെങ്കിൽ മന്തി റെസ്റ്റോറൻറ്റ് ചെർപ്പുളശ്ശേരി എന്നുള്ള എന്ത് ചെയ്യുക, ജസ്റ്റ് ChatGPT എൻ്റർ കൊടുക്കുക. ഞങ്ങൾ ആൻസർ വായിക്കണ്ട. അതിന് താഴെ എന്ത് ചെയ്യുക, ക്യാൻ യു ഡു കോമ്പറ്റീറ്റർ അനാലിസിസ് ഇൻ ദിസ് മാർക്കറ്റ് എന്ന് ചോദിക്കുക. അതായത് കോമ്പറ്റീറ്റർ അനാലിസിസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആൻസർ വായിക്കണ്ട. ആ പ്രോംപ്റ്റ് അടിക്കുക. ആൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുക ഇതിന് ഫ്യൂച്ചർ എങ്ങനെ, വാട്ട് ആർ ദ ഫ്യൂച്ചർ ഓഫ്, അല്ലെങ്കിൽ എന്താ ഫ്യൂച്ചറിൽ എന്തൊക്കെ മേജർ ടെക്നോളജിക്കലായിട്ട് എന്തെങ്കിലും ചേഞ്ചസുകൾ ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ടോ എന്നതിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, അതൊരു പ്രോംപ്റ്റ് ചെയ്യുക. 3 പ്രോംപ്റ്റ് ആയില്ലേ. പിന്നെ ഉള്ളത് എന്താ വെച്ചെങ്കിൽ ഇതിനൊരു SWOT അനാലിസിസ് ചെയ്യാൻ വേണ്ടി പറയാം. SW സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി, ഒരു SWOT അനാലിസിസ് ചെയ്യാൻ വേണ്ടി പറയാം. അതിനുശേഷം ചോദിക്കേണ്ടത് ഒരു CFOൻ്റെ പോലെ, ഒരു ഫിനാൻഷ്യൽ ഓഫീസറെ പോലെ എന്ത് ചെയ്യും, ഇതിനൊന്നിൻ്റെ ഫീസിബിലിറ്റി നോക്കാൻ വേണ്ടി പറയാം, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി നോക്കാൻ വേണ്ടി പറയാം, കോസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി അപ്രോക്സിമേറ്റ് മാർക്കറ്റ് വെച്ചിട്ട്. അതിൻ്റെ താഴങ്ങൾ കൊടുക്കേണ്ടത് വാട്ട് ആർ ദ 100 ചാലഞ്ചസ് മേ ഫേസ് ദിസ് കൈൻഡ് ഓഫ് ബിസിനസ് എന്ന് ചോദിക്കുക. അതായത് 100 ചാലഞ്ചസുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രോംപ്റ്റുകളൊന്നും പറ്റുകയാണെങ്കിൽ ആരെങ്കിലും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലൊന്ന് പിൻ ചെയ്തെങ്കിലും കൊടുത്തോണ്ട്, കമൻറ്റിൽ എന്തെങ്കിലും പിൻ ചെയ്ത് വെച്ചോണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്രോംപ്റ്റ് മാത്രം കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 പ്രശ്നങ്ങളാണ് വരുന്നത്. ഒരു ബിസിനസ് തുടങ്ങുന്ന മുമ്പ് നിങ്ങൾ ഇത്രയും കൊടുത്തിട്ട് ഇത് ഒന്നുകൂടി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത്. അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങൾ ചെയ്താൽ 100 ചാലഞ്ചസ് കിട്ടും. കച്ചവടം കുറയും, സ്റ്റാഫ് മോശമായി ബിഹേവ് ചെയ്യും, സ്റ്റാഫ് ഇട്ടറിന് പോവും, സാലറി പ്രശ്നം വരും, കറണ്ട് പെട്ടെന്ന് കട്ടായി പോവും, മറ്റെന്താണ് ഗവൺമെൻറ് റോഡ് മുൻകൂടി എന്ന പ്രശ്നം, ഇങ്ങനത്തെ കുറേ നമ്മളെ ശ്രദ്ധിക്കാത്ത കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ലിസ്റ്റ് ചെയ്ത് തരും. ഇതിനൊക്കെ നിങ്ങൾ വായിച്ച് ഇതിനൊക്കെ നിങ്ങളുടെ രീതിക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് ഒരു DPR ഉണ്ടാക്കാൻ പറഞ്ഞ സൊല്യൂഷൻ കണ്ടെത്തുക. എന്നിട്ട് അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ChatGPT തന്നെ. ഇന്ന പ്രശ്നങ്ങൾ ചെയ്താൽ പോരെ, ഇതൊക്കെ ടൈപ്പ് ചെയ്തിട്ട് റിവേഴ്സ് റീപ്ലൈ കൊടുക്കുക. അതിനുശേഷം ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരു DPR പ്രിപ്പയർ ചെയ്ത് തരും. അതും നിങ്ങൾ വായിക്കണ്ട. നിങ്ങൾ ചോദിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടാവില്ലേ, 3 മാസം കൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 2 മാസം കൊണ്ടാണ്, 6 മാസം കൊണ്ടാണെന്ന് ഉണ്ടാവില്ലേ. ഈ വാട്ട് ഒരു മാസം കൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഐ വാണ്ട് ടു സ്റ്റാർട്ട് ദിസ് ബിസിനസ് വിത്തിൻ 30 days. ക്യാൻ യു ഗീവ് ആൻ ആക്ഷൻ പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 30 ദിവസമുള്ള ആക്ഷൻ പ്ലാൻ വരും. 30 ദിവസം ആക്ഷൻ പ്ലാൻ എന്നിട്ട് Day 1 ചെയ്യേണ്ട പണി ഉണ്ടാവും. ഈ 30 ദിവസത്തെ ആക്ഷൻ പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുന്ന Day 1 സെർച്ച് ചെയ്താൽ മതി. ആ ചാറ്റിൽ Day 1 കൊടുത്തതിന് Day 1 ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യും,
നിങ്ങൾക്ക് തരും. ഈ ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യുക, നേരെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ആക്ഷൻ പ്ലാനിൽ പറഞ്ഞ കാര്യങ്ങൾ മാർക്കറ്റിൽ പോയി നോക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് ചെയ്യാൻ നമുക്ക് പണി. ഒരാൾ പറഞ്ഞാൽ ചെയ്തുകൂടെ നമുക്ക്, അത് ചെയ്ത് പോവുകയാണെങ്കിൽ 30 ദിവസം കൊണ്ട് നിങ്ങളുടെ ബിസിനസ് എന്തെയും അടിപൊളിയായിട്ട് പോകുന്നുള്ള കാര്യത്തിൽ. ഇപ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, ബിസിനസ് തുടങ്ങി ഫെയിൽ ആവാനാണ് ബുദ്ധിമുട്ട്. ലിറ്ററലി പറയുകയാണ്, നമ്മൾ ഈ പറഞ്ഞപ്പോൾ മാർക്കറ്റ് സ്റ്റഡി നടത്തി ഡാറ്റ വെച്ച് ഫിനാൻഷ്യൽ വിസിബിലിറ്റി നോക്കി നമ്മൾ കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ചെയ്ത് പോവുകയാണെങ്കിൽ ബിസിനസ് ഫെയിൽ ആവാനാണ് ബുദ്ധിമുട്ട്. ഇത് ഞാൻ ചലഞ്ച് ചെയ്യാണ്. പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. ഏത് ബിസിനസ് നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്തിട്ട് ഫെയിലായൊരു ബിസിനസ് മോഡൽ ഏതാ? ഒന്നുമില്ല. റെസ്റ്റോറൻറ്റ് തുടങ്ങിയ കോടികൾ ഉണ്ടാക്കിയ ആൾക്കാരല്ലേ, തുണി വിറ്റിങ്ങാണ്ട് കോടികൾ ഉണ്ടാക്കിയ ആൾക്കാരല്ലേ, ഈ ടേബിൾ വിറ്റിങ്ങാണ്ട് കോടികൾ ഉണ്ടാക്കിയ ആൾക്കാരല്ലേ, ഈ മൈക്ക് വിറ്റ് ഉള്ളി വിറ്റിങ്ങാണ്ട് കോടികൾ ഉണ്ടാക്കിയില്ലേ, പച്ചക്കറി എക്സ്പോർട്ട് പച്ചക്കറി വിറ്റിങ്ങാണ്ട് കോടികൾ ഉണ്ടാക്കിയിട്ടില്ലേ. ഇതേ പറഞ്ഞ ബിസിനസ്സൊക്കെ തുടങ്ങി പൊട്ടിയിട്ടില്ലേ? അതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ബിസിനസ്സിൻ്റെ മോഡലിൻ്റെ പ്രശ്നമാണോ? ആൾക്കാരത്തെ പ്രശ്നം, ചെയ്യുന്ന രീതിയിലാണ് പ്രശ്നം. ഇപ്പോൾ എനിക്ക് കച്ചവടം, അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഓൺടർപ്രണേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കച്ചവടം കുറവാണ്, നിങ്ങൾക്ക് റവന്യൂ കുറവാണെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണ്? എൻ്റെ പ്രശ്നമാണ്. കാരണം ഞാൻ മാർക്കറ്റ് സ്റ്റഡി നടത്താതെ മാർക്കറ്റിൽ പൊട്ടൻഷ്യൽ ഉണ്ടോ നോക്കാതെ പൈസ കൊണ്ടുപോയിട്ട് അത് നിങ്ങളെ പ്രശ്നമാണ്. കറക്റ്റ് ചെയ്യുക, പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൈസ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സലാം അലൈക്കും എന്ന് പറഞ്ഞു ഒരു പ്രശ്നമില്ല, കട പൂട്ടിക്കൂല. അതിന് കോംപ്ലക്സ് എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ തുടങ്ങിയ ആൾക്കാർ മോശം എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങൾ തുടങ്ങിയ സെയിം ബിസിനസ് തുടങ്ങിയാണ്ട് കോടികളും ലക്ഷങ്ങളും ഉണ്ടാക്കിയ ആൾക്കാർ മാർക്കറ്റിലില്ലേ? സൂപ്പർ മാർക്കറ്റ് തുടങ്ങി പൂട്ടി, സെലൂൺ തുടങ്ങിയാണ്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്, ലിറ്ററലി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അങ്ങനത്തെ ആൾക്കാർക്കാണ് എഡെക്സ്. നിങ്ങൾ അങ്ങനെ എന്നെ എഡെക്സ് പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞതാ. അത് നിങ്ങൾ പഠിക്കും, നിങ്ങൾ ചിന്തിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഇസ്ലാമിക് രീതിക്ക് പറയുകയാണെങ്കിൽ ഇക്ര എന്ന് പറഞ്ഞാൽ എന്താ? വായിക്കുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ റിലീജിയസ് പരമായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വായിക്കാൻ ഇറങ്ങുന്നത്. വായിക്കുന്ന പറഞ്ഞാൽ അറിവ് നേടുന്നതാണ് ഈ ഉദ്ദേശം. ഇപ്പോൾ ഈ ആലോചിക്കുകയാണ്, എൻ്റെ കയ്യിൽ കച്ചവടം കുറഞ്ഞു, അതിനെന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, മനസ്സിലാവുന്നുണ്ടോ? ബിസിനസ് ഫെയിൽ ആവില്ല സുഹൃത്തെ. കാരണം ഫെയിൽ ആവുകയാണെങ്കിൽ എല്ലാവരും ബിസിനസ് ഫെയിൽ ആവണ്ടല്ലേ. പിന്നെ ബിസിനസ് ഫെയിൽ ആവാൻ ഇൻറ്റേണലും എക്സ്റ്റേണൽ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ട് കൺട്രോൾ അല്ലാതെ ഒരു നാച്ചുറൽ കലാമിറ്റീസ് വന്നു, ഒന്നാകെ അടിച്ച് പിന്നെ പോയി ഇൻഷുറൻസ് എടുക്കുക, ഗവൺമെൻറ് പോളിസി വന്നു, നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റിന് ആൾ വിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ കാര്യമുണ്ട്. നമ്മളൊക്കെ ഔട്ട് ഓഫ് കൺട്രോളാണ്, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ മിസ്റ്റേക്കോ നമ്മളെ ശ്രദ്ധ കൊണ്ട് ഫെയിൽ ആവുന്നതാണ് ഒരുപാട് പേര്. കോഫൗണ്ടേഴ്സ് കോൺഫ്ലിക്റ്റ് ഒന്നും നോക്കൂല. എൻ്റെ സുഹൃത്താണ്, അത് കൂടിക്കോ, നമുക്ക് 50-50 മണ്ടത്തരല്ലേ. 50 കൊടുക്കരുത്, പണിക്കാണ് കൊടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യും, 10 20 എടുക്കുക, ബാക്കി അവിടെ ഹോൾഡ് ചെയ്യും, പണിക്കനുസരിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എന്താ പറയുകയാണ്, ഒരു പാർട്ണറായി, ഞാൻ പണിഞ്ഞെടുക്കുന്നില്ല, പക്ഷേ എനിക്ക് അപ്പോഴും നമ്മളവിടെ തുടങ്ങിയ ബിസിനസ് ആണെങ്കിൽ ഈ പണിയെടുക്കണമെങ്കിൽ എനിക്കത് കിട്ടുകയാണ്. എന്തിനാണ് ഇജ് കൊടുക്കണം? ഇജ് കൊടുക്കരുത് ശരിക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതി കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ഫെയിൽ ആവുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, സക്സസ് ആവാനുള്ള ചാൻസ് തന്നെയാണ് ഓൺടർപ്രണർഷിപ്പ് എന്നുള്ളത്. ഇപ്പം ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങളെ സ്കാം ചെയ്യാനും നിങ്ങളെ പറ്റിക്കാനും ഒരുപാട് ഒരു മാർക്കറ്റിലുണ്ട്. ആദ്യം ഇത് മനസ്സിലാക്കിക്കോളും. ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ളത് ഒരു ഭയങ്കര എന്താ പറയുക, ട്രെൻഡി സാധനമായിട്ട് നിൽക്കുന്ന സാധനമാണ്. എല്ലാവരും സ്റ്റാർട്ടപ്പ്, എല്ലാവരും ഓൺടർപ്രണേഴ്സ്, എല്ലാവർക്കും പറ്റിയ പണിയല്ല. ആദ്യം മനസ്സിലാക്കുക, എല്ലാവർക്കും പറ്റിയ പണിയല്ല എന്ന് ഞാൻ പറയാൻ കാരണം വെച്ചെങ്കിൽ നമുക്കൊരു റിസ്ക് ആപ്റ്റായിട്ട് അങ്ങനെ കുറേ ക്വാളിറ്റീസ് വേണം. നിങ്ങൾക്ക് ക്വാളിറ്റീസ് നിങ്ങൾ ബിൽഡ് ചെയ്ത് പോയിക്കോളി, നിങ്ങളൊരു പ്രശ്നമില്ല. പിന്നെ ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ ബിസിനസ് തുടങ്ങിക്കോളും തന്നെ പറയും, അഫോർഡബിൾ ആയിട്ടുള്ള ലോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അഫോർഡബിൾ ലോസ് വെച്ചെങ്കിൽ ആ പൈസ പോയി കഴിഞ്ഞാലും എനിക്ക് എന്ത് ചെയ്യില്ല, എനിക്ക് എഫക്റ്റ് ചെയ്യില്ല. എനിക്ക് വീട്ടിൽ സമാധാനം ഉറങ്ങാൻ പറ്റുന്നുള്ളൊരു പൈസ പോകില്ലേ. അല്ല പേരുടെ ആധാരം വെച്ചിട്ട് അല്ലെങ്കിൽ കണ്ണിക്കണ്ടൊന്ന് ഫണ്ട് എടുത്തിട്ട് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, തുടങ്ങേണ്ടതല്ല. ആ പൈസ പോയി കഴിഞ്ഞാൽ നിങ്ങളെ മേത്തേക്ക് എന്ത് ചെയ്യരുത്. കാരണം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരുത്തൻ ബിസിനസ് തുടങ്ങി, ഇപ്പോൾ ഒരുത്തനൊരു 50,000 മാസം ഉണ്ടെങ്കിലും അവൻ്റെ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുള്ളൂ വിചാരിച്ചോ. 50,000 എനിക്ക് ഹാപ്പി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് സാലറി ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചോ, പ്രോഫിറ്റ് ആയിട്ടോ സാലറി ആയിട്ട് എടുക്കണം വിചാരിച്ചോ. നമ്മുടെ നാട്ടിലത്തെ ഏറ്റവും മിനിമം സാലറി എന്നുള്ളൊരു 10% വിചാരിച്ചോ, അല്ല ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് 10% വിചാരിച്ചോ. ഒരു മാസം 5 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്താലേ അത് കിട്ടുള്ളൂ. അതായത് ഗ്രോസ് പറയണത്, ഗ്രോസ് അല്ല നെറ്റ് പറയണത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് നെറ്റ് കിട്ടണമെങ്കിൽ 5 ലക്ഷം രൂപയുടെ സാധനം ചെയ്താലും എനിക്ക് എന്ത് ചെയ്യുള്ളൂ, റിസ്ക് ഇല്ലാതെ. ഓനക്ക് അവിടെ 3 ലക്ഷം നടന്നിട്ടുള്ളൂ വെച്ചെങ്കിൽ എനിക്ക് അത്ര കിട്ടൂല. ഓൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെൻഡിങ് ആവും, EMI പെൻഡിങ് ആവും, എണ്ണ അടിക്കാനുള്ള പൈസ പെൻഡിങ് ആവും. ഇത് 2-3 മാസം ആകുമ്പോൾ തന്നെ സംഭവിക്കുന്ന കാര്യം അവൻ്റെ മൈൻഡ് ഡിസ്റ്റർബൻസ് ആവും. ബിസിനസ് തുടങ്ങി അവൻ്റെ മൈൻഡ് ഡിസ്റ്റർബൻസ് ആവും. ഓൻ ഓട്ടോമാറ്റിക്കലി ഓനക്ക് പ്രൊഡക്ടിവിറ്റി പോകും. മൈൻഡാണ് മാറ്റേഴ്സ്. ഈ കാണുന്ന യൂസുഫ് അലിയും എലൺ മസ്കും അല്ലെങ്കിൽ ഇപ്പോൾ ജെഫ് ബിസോസും ഈ കാണുന്ന നമ്മളെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ മൈൻഡ് ഇപ്പോൾ യൂസുഫ് അലിയുടെ ബോഡിയും എൻ്റെ ബോഡി അല്ലെങ്കിൽ ഇപ്പോൾ ഈ എന്താ പറയുക ഷാറുഖ് ഖാൻ എല്ലാവരും ഉള്ള ബോഡിയൊക്കെ ഏകദേശം ചെയ്യുമ്പോൾ കാണാൻ ഭംഗിയെക്കുറിച്ചല്ല പറഞ്ഞത്, കൈ കണ്ണ് മൂക്കൊക്കെ അതാ. ഓലൊക്കെ ബ്രെയിനാണ് വ്യത്യാസം.
ശരിയല്ലേ? അപ്പോൾ നമ്മളെ പ്രൊഡക്ടിവിറ്റി പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നാളെ EMI ഉണ്ട്, കയ്യിൽ പൈസ ഇല്ല. നാളെ സ്റ്റാഫിന് സാലറി കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം, കയ്യിൽ പൈസ ഇല്ല. നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ പ്രൊഡക്ടിവിറ്റി ആക്കാൻ പറ്റുമോ? ഇന്നോവേഷൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ? ഞങ്ങളുടെ മൈൻഡ് മൊത്തം ഡിസ്റ്റർബൻസിലേക്ക് കാരണം ഇതൊരു മാസം 2 മാസം ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരോട് എന്തുണ്ടാവും? ചെയ്യാൻ പറ്റാതെ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആരെത്തിക്കണം. പിന്നെ എല്ലാവരോടും പറഞ്ഞ ലീൻ സ്റ്റാർട്ടപ്പ് എന്നുള്ള സ്ട്രാറ്റജികൾ നോക്കുക. അതേ സെയിൽ ഫസ്റ്റ് ബിൽഡ് സെക്കൻഡ് എന്നുള്ള തീമിൽ തന്നെ പോവുക. ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വാച്ചാണ് വിചാരിച്ചോ, ഈ വാച്ച് നിങ്ങൾക്കൊരു അംബ്രാസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, ഞങ്ങൾക്കൊരു ഫാക്ടറി ബിൽഡ് ചെയ്ത് മെഷീനറി ഒക്കെ കൊടുത്തിട്ട് സ്റ്റാഫിനെ വെച്ചിട്ട് ബിൽഡ് ചെയ്ത് സെയിൽ ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷന് ഇതേപോലെ വാച്ച് ഉണ്ടാക്കിയ ഒരാളത്ത് പോയിട്ട് എനിക്ക് വൈറ്റ് ലാബിൽ ഇത് തരുമോ, എൻ്റെ പേരിൽ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കൽ സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാണ്, ഈ കമ്പനി പോയിട്ട് ജോലിക്ക് കയറുക. സെയിൽസിൽ എക്സ്പീരിയൻസ് എന്തായാലും വേണം, പൈസ കൊണ്ടുവരാൻ പറ്റണം. സെയിൽസ് പോയിട്ട് എന്ത് ചെയ്യുക, ഒരു 3 മാസം വർക്ക് ചെയ്ത് നോക്കുക, ഈ പ്രൊഡക്റ്റ് എനിക്ക് വിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അതിൻ്റെ പെയിൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഈ 3 ഓപ്ഷൻ ചെയ്തതിന് ഈ 3 ഏത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാൻ ഏറ്റവും പറയാം സെയിൽ ഫസ്റ്റ് ബിൽഡ് സെക്കൻഡ് എന്നുള്ളതാണ്. ആദ്യം കുറച്ച് സെയിൽ ചെയ്യേ, എന്നിട്ട് എന്ത് ചെയ്യും, സെയിൽ ചെയ്തിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ, മാർക്കറ്റിൻ്റെ പെയിൻ മനസ്സിലാവും. അത് ആദ്യം തന്നെ കുട്ടികൾ ബിൽഡ് ചെയ്യും. ഡിജിറ്റൽ മാർക്കറ്റ് ഏജൻസി ഒക്കെ ഉണ്ടല്ലോ, പാവങ്ങൾ +2 കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പോകും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോശമായി പറഞ്ഞു, നല്ലതായിട്ട് കരിയർ സെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. ഒരു ഡിസ്ക്ലൈമറാണ്, എല്ലാവരും വിചാരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോശം എന്നല്ല, അങ്ങനെ നല്ല കിട്ടുന്ന എക്സാമ്പിൾ. അപ്പോൾ +2 കഴിഞ്ഞ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോവും, ഏജൻസി സെറ്റ് ചെയ്യാണ്. അങ്ങോട്ട് പെരേന്ന് ഉമ്മയുടെ ഗോൾഡൊക്കെ പണയം വെച്ചിട്ട് തന്നെ ഒരു ഏജൻസിയൊക്കെ സെറ്റ് ചെയ്യും, ഇന്ത്യയിലൊക്കെ ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ വയ്ക്കില്ല, പൂട്ടും. അതിൻ്റെ മുമ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വല്ല കഫേയിലോ വല്ല കോഫി ഷോപ്പിലൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ക്ലയൻസിനൊക്കെ അവിടെ മീറ്റിംഗ് കൊടുത്തിട്ട് കോഫിയൊക്കെ മേടിച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, മീറ്റിങ്സ് എടുത്ത് സെയിലൊക്കെ ആയിട്ട് റവന്യൂ ഒരു ഫിക്സ്ഡ് ആയിട്ട് ഒരു 10 ക്ലയൻസിനൊക്കെ ആയി ഈ രീതിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, അത് അടിപൊളിയായി പോകില്ല, അത് ചെയ്യൂല. ഇതൊക്കെയാണ് ഒരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് ആളുകൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നടത്തിയ കോൺവെർസേഷനിൽ തന്നെ നിങ്ങൾ പറഞ്ഞു സ്റ്റാർട്ടപ്പിൻ്റെ സംഭവം ഇപ്പോൾ ഭയങ്കര രീതിയിൽ ട്രെൻഡിങ് ആയി വരിക എന്നുള്ളത്. പിന്നോട്ടാണെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എനിക്ക് ഇഷ്ടംപോലെ മെസ്സേജ് വരലുണ്ട്, ബ്രോ ഇങ്ങനത്തെ ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റും, നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ശരിക്കും ഈ ഒരു കാലത്ത് ഒരു ഓൺട്രപ്രണർ ആവണമെന്നുണ്ടെങ്കിൽ അതിനോട് ഏറ്റവും കൂടുതൽ വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒന്ന് ലൈഫ് ലോങ് ലേണിംഗ് എടുക്കാൻ പറ്റുന്ന ഒരാളാവണം. അതായത് ഈ ബിസിനസ്സിൻ്റെ കേസ് എന്നറിയോ, നാരോ മൈൻഡഡ് ആവും. അതായത് സിമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു പെൺകുട്ടിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടി എന്ത് കാട്ടിലും നമുക്ക് ഭയങ്കര രസമാക്കാരം, ബാക്കിലേക്ക് മൊത്തം ക്രിഞ്ചാക്കാരം. ഓൾ നമ്മൾ കളിക്കണ ശരിക്കണൊക്കെ നമുക്ക് ഭയങ്കര രസമായി തോന്നും, പക്ഷെ ക്രിഞ്ചാക്കാരം. നമ്മൾ എന്ത് ചെയ്താലും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് പ്രശ്നം, ബ്ലൈൻഡായി പോകും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വാലിഡേറ്റ് ചെയ്യുക, വാലിഡേഷൻ. നിങ്ങൾ ആ ബിസിനസ് ശരിക്കും ആൾക്കാർക്ക് ആവശ്യമുണ്ടെന്നുള്ള എന്ത് ചെയ്യുക, പെയിനായിട്ട് സെയിൽ പോലെ തന്നെ ചെയ്യാൻ പറ്റും നോക്കുക. ആദ്യം MVP എന്ന് പറയും, മിനിമം വയബിൾ പ്രൊഡക്റ്റ്. MVP വിളിയാണ് ഞാൻ പറയാൻ ഒരു ഇപ്പോഴത്തെ പോഡ്കാസ്റ്റ് കേട്ട MSP മിനിമം സെയിലബിൾ പ്രൊഡക്റ്റാക്കി മാറ്റുക. ആദ്യം ഒരു 10 റുപ്യക്ക് വിൽക്കുക, ആൾക്കാർ മേടിക്കണ്ടോ നോക്കുക, എന്നിട്ട് ആ രീതിക്ക് പോകാൻ ഒന്ന് വാലിഡേഷൻ എന്നുള്ളതാണ് പറഞ്ഞത്. സെക്കൻഡ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡീപ്പായിട്ട് സ്റ്റഡി പഠിക്കണതിനെ കുറിച്ചിട്ട്, എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, എങ്ങനെ സെയിൽ ചെയ്യണം, എങ്ങനെയാണ് ഫിനാൻസ്, എങ്ങനെയാണ് സ്റ്റാഫിങ് ചെയ്യണം, അങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ ഫ്ലോ പോകേണ്ടത്, എങ്ങനെയാണ് സപ്ലൈ ചെയിൻ പോകേണ്ടത്, ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആരൊക്കെയാണ്, ഇതിന് ആരൊക്കെ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആക്കി വെക്കേണ്ടി വരും, ആരൊക്കെ സപ്ലൈസ് വരും, ഇവരെന്തൊക്കെ പ്രശ്നങ്ങൾ വരും, ഇങ്ങനെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീപ്പായിട്ടുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇനി ഒരു കാര്യത്തിൽ മാത്രമേ ഡൊമൈന് പറ്റുള്ളൂ വിചാരിച്ചോ, നിങ്ങൾ മാർക്കറ്റിങ്ങിൽ മാത്രം സെയിൽസിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. നിങ്ങൾ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ മാത്രമാണ് ഒരു പ്രശ്നമില്ല. വൺ മാൻ ഷോൻ്റെ കാലമൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നെറ്റ്വർക്കിംഗ് ഇവൻസിന് പോകുമ്പോൾ അവിടെ നന്നായിട്ട് സംസാരിക്കുന്ന സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളെ കണ്ട് ആൾ കോഫൗണ്ടർഷിപ്പ് എടുത്തോളിയും. എല്ലാം കൂടെ എനിക്ക് വേണമെന്നുള്ള മൈൻഡൊക്കെ മാറ്റി വെക്കുക. അതായത് ഒരു ഷിപ്പ് എന്നുള്ളത് എന്താ വെച്ചാൽ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇതാക്കുമ്പോഴാണെന്നുകൂടി ഫാസ്റ്റായിട്ട് പോവുക, അല്ലെങ്കിൽ സ്മൂത്തായിട്ട് പോവുക. അപ്പോൾ ആ രീതിക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രോപ്പറായി ടീമിനെ ബിൽഡ് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനൊരു പ്ലേ ബുക്കില്ല, സ്റ്റാർട്ടപ്പിനോ ബിസിനസ്സിനോ പ്ലേ ബുക്കില്ല. നിങ്ങളെ സ്റ്റാർട്ടപ്പ് ഇവിടെ കണ്ട് വിജയിപ്പിച്ച് തരാം എന്നുള്ള ഒരു പറയുമ്പോൾ അതിൽ കൺഫ്യൂഷൻസ് ഇല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നാൽ അവർക്ക് സ്വയം തുടങ്ങിക്കൂടെ? ഒന്ന്. സെക്കൻഡ്, ഇപ്പോൾ MBA പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആ ബിസിനസ് സക്സസ്ഫുൾ ആവും എന്ന് പറഞ്ഞാൽ MBA പഠിച്ചിട്ട് ജൂലില്ല നടക്കുന്ന ആൾക്കാർ, ബിസിനസ് തുടങ്ങി പൊട്ടിയ ആളുകളില്ലേ, MBA തുടങ്ങാതെ ബിസിനസ് എന്താ സക്സസ്ഫുൾ ആയ ആളുകളില്ലേ, MBA തുടങ്ങി. ഇതൊന്നും പ്ലേ ബുക്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്. ലൈഫ് സക്സസ്ഫുൾ ഒരു പ്ലേ ബുക്കില്ല. ഇന്നോട് ഒരാൾ പറഞ്ഞാൽ ഇന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ അത് മാറും. അപ്പോൾ നിങ്ങൾ മനസ്സിലായി ഓരോ മനുഷ്യന്മാർ ഡിഫറൻ്റ് ആണ്. ലേണിങ്ങിൻ്റെ ഫേസും, നിങ്ങൾ കഴിക്കുന്ന ഫുഡ്, നിങ്ങൾ ഉറങ്ങുന്ന സ്ഥലം, നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ എൻവയോൺമെൻ്റ് ഒക്കെ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് സ്റ്റാർട്ടപ്പ് എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ ഈ ഫ്ലിപ്കാർട്ട് ആമസോണിൻ്റെ കോപ്പിയാണ്, ഓയോ റൂംസ് BNBൻ്റെ കോപ്പിയാണ്,
അങ്ങനെ ഓരോ സ്റ്റാർട്ടപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്നതൊക്കെ കുറേ കോപ്പികളാണ്. അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഡിറ്റോ കോപ്പി എടുത്തിട്ട് വിജയിച്ച ആളുകളുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം സൊല്യൂഷൻ കാണണം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതൊന്നും ഞാൻ ഇത് സ്റ്റാർട്ടപ്പ് പ്ലേ ബുക്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് പറയില്ല. ഞാൻ പറഞ്ഞത് ഒരു ഓൺട്രപ്രണർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. സെക്കൻഡ്, നിങ്ങൾ ഹ്യൂമൻ സ്കിൽസ് ഇനി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്താണ് ഹ്യൂമൻ സ്കിൽസ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ വീണ്ടും കണക്ട് ചെയ്യാണ്. ആളുകളോട് സംസാരിക്കാനുള്ളത്, ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, സ്റ്റോറി പറയാനുള്ളത്, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പേഴ്സണൽ ബ്രാൻഡിങ്. കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തിട്ട് എന്താ പ്രശ്നം ചെയ്യരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഈ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണം എന്ന് പറയാനുള്ള കാര്യം, മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആണ്. നിങ്ങളൊരു സാസ് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ പോകണോ, നിങ്ങളൊരു എന്താ പറയുക ഒരു ചോക്ലേറ്റ് ബിൽഡ് ചെയ്യാൻ പോകണോ, ഒരു ക്ലോത്ത് ബിൽഡ് ചെയ്യണം, ഇഷ്ടം പോലെ ആൾക്കാർ മാർക്കറ്റിൽ നിങ്ങളെ സെയിം ഏജുള്ള ആൾക്കാർ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്കൊരു പോയിൻ്റ് അപ്പ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഡെലിബറേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേഴ്സണൽ ബ്രാൻഡ് വെച്ചിട്ട് നമുക്കൊരു USP ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. USP എന്നുള്ളേക്ക് ഇപ്പോൾ പറ്റുമോ എന്ന് എനിക്കറിയില്ല. USP ആളുകൾ എന്നെ ട്രസ്റ്റ് ചെയ്യാണ്. ഇപ്പം എന്നെ ട്രസ്റ്റ് ചെയ്യാണ് വിചാരിച്ചോ, ആളുകൾക്ക് എന്തുണ്ടാവും, എന്നിലേക്ക് വരും. എനിക്ക് വരുമ്പോൾ എനിക്ക് ആ പ്രൊഡക്റ്റ് വെക്കാൻ പറ്റും. അതൊരു USP ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ എഡെക്സിൻ്റെ സെയിം സാധനം ഇഷാമിന് കോപ്പി അടിച്ചിട്ട് മഞ്ചേരി തുടങ്ങാം. പക്ഷെ അംബ്രാസിനെ കൊണ്ടുപോകാൻ പറ്റുമോ? അതൊരു USP ആക്കി മാറ്റാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതിലുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് ചില പ്രൊഡക്റ്റിൽ നമുക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല, USP കൊണ്ടുവരാൻ പറ്റണമെന്നില്ല. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ മുളക് പൊടി നിറവറൻ്റെ ആണെങ്കിലും ഈസ്റ്റേണിൻ്റെ ആണെങ്കിലും എല്ലാം മേ ബി ഒരു 99% സെയിം ആക്കാരം. പക്ഷെ ഓല എങ്ങനെ പറയാം, അമ്മയുടെ രുചി, കേരളയുടെ തനിതമായിട്ടുള്ളത്, അല്ലെങ്കിൽ നാടിൻ്റെ നന്മ ഒന്നും ഉണ്ടാവില്ല, സെയിം ആക്കാരം. പക്ഷെ ഓല അങ്ങനെ പോർട്രേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, പാല് ഒഴിക്കോ, കേരളം കണി കണ്ടുകൊണ്ടിരുന്ന നന്മ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ ഫേസിലൊരു ബ്രാൻഡിൻ്റെ ഫേസ് വന്നില്ലേ, അത് നമ്മളെ മനസ്സിൽ പൊസിഷൻ ചെയ്യാണ്. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ബ്രാൻഡിനെ പേഴ്സണൽ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യാൻ പറ്റുകയാണ്, നിങ്ങളുടെ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ നോക്കാം മിൽമ കൊടുക്കുന്ന പാലും വേറെയുള്ള ഏത് ബ്രാൻഡിൽ നിന്നൊക്കെ അറിയില്ല, മിൽക്ക് മിസ്റ്റ് കൊടുക്കുന്ന പാലൊക്കെ സെയിം അല്ലേ, പശുവിൽ നിന്ന് കിട്ടുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്തു വരുന്നു, മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ആപ്പിളിൻ്റെ ഈ പ്രൊഡക്റ്റ്, അപ്പോൾ ഞാനിത് ആപ്പിൾ വാച്ചാണ്, ഈ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് ചൈനയിൽ നിന്നാണ് അസംബിൾ ചെയ്യുന്നത്. ചൈനക്കാർക്ക് സെയിം സാധനം ഡിറ്റോ കോപ്പി ഉണ്ടായി കൂടെ? ടെക്കിൽ എന്തെങ്കിലും ചെറിയ സാധനം പോലിക്ക് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് ഊരിയിട്ട് നോക്കിയിട്ട് എന്തുണ്ടാക്കാനല്ലേ. പക്ഷെ അവർക്ക് സെല് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം വെച്ചെങ്കിൽ ആ വാല്യൂ ആപ്പിൾ എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ. ഇപ്പോൾ ഡിഫൻഡറിൻ്റെ സെയിം കോപ്പി ഉണ്ട് അവിടെ. ഡിഫൻഡറിന് നമ്മുടെ അടുത്ത് ഡിഫൻഡർ ഉണ്ടല്ലോ, ചൈനയിൽ വള്ളത്തോടെയൊക്കെ പോകണം, നിങ്ങൾ കണ്ടുകൊണ്ടെന്ന് അറിയില്ല, ഐഷോസ്പീഡിൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാധനം ബിൽഡ് ചെയ്യാൻ പറ്റും, പക്ഷേ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തുണ്ടാവും. അതിനാണ് പേഴ്സണൽ ബ്രാൻഡ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരാൾ വരാണ്, ഇപ്പോൾ എക്സാമ്പിൾ ബാസിംബ്ലേറ്റ് റെസ്റ്റോറൻറ്റ് തുടങ്ങിയ ഈസി എല്ലാ കാര്യങ്ങൾ പറയൊക്കെ. ഷസാം ഒരു ടെക് പ്രോഡക്റ്റ്, ഒരു ആപ്പിൾ വാച്ച് പോലത്തെ ഒരു വാച്ച്, ഹെൽത്ത് വൈയുടെ വാച്ചിൻ്റെ ബ്രാൻഡിക്ക് വരികയാണെങ്കിൽ ഈസി അല്ലേ. ഇപ്പം ഞാനിപ്പോൾ ഈ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ എഡെക്സിനെ കുറിച്ചിട്ട് എന്ത് ചെയ്ത് എഡെക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എനിക്കതുകൊണ്ടല്ലേ അഡ്മിഷൻ വന്നത്. അല്ലെങ്കിൽ ചെറുപ്പശ്ശേരി പേരില്ലാത്തൊരു കോഴ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സിന് ആൾ വരുമോ? അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ പ്രൊഡക്റ്റിന് ക്വാളിറ്റി വേണം കേട്ടോ. അത് കാരണം ഇപ്പോൾ ദീപിക പദുക്കോണിൻ്റെ പ്രൊഡക്റ്റ് ഫെയിലായി. ദീപിക പദുക്കോൺ എന്ന് പറഞ്ഞാൽ ദ കിങ് ആണ്. അത്രയും വലിയ പേഴ്സണൽ ബ്രാൻഡ് വരില്ല, ബിസിനസ് ഫെയിലായി. ഏതൊരു പ്രൊഡക്റ്റ് തുടങ്ങിയിട്ട് രൺബീറിനെ വിജയിച്ചു. അപ്പം ഞാൻ പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാവുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ പ്രൊഡക്റ്റ് കൂടി എന്ത് ചെയ്യണം, ക്വാളിറ്റി വേണം. പിന്നെ നിങ്ങൾ പറയുള്ളത് ഇപ്പോൾ AI നേറ്റീവ് ആവുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയുള്ളൂ. നിങ്ങളിപ്പോൾ IAM പഠിച്ചൊരു MBA കാരനേക്കാളും അല്ലെങ്കിൽ എന്താ പറയുക ഹാർവർഡ് പോയിട്ടുള്ള MBA കാരനുള്ള നോളേജ് വെച്ചെങ്കിൽ പ്രാക്ടിക്കലല്ല, ആ നോളേജ് ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത് മസ്റ്റായിട്ട് ചെയ്ത് നോക്കി. ChatGPTയിലോ ക്ലൗഡിലോ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. IAMൽ പഠിക്കണതോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൽ പഠിക്കണ, ഹാർവർഡ് പഠിക്കണ പുസ്തകങ്ങൾ ഉണ്ടാവില്ലേ, പോട്ടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MBA പഠിക്കുന്ന കുറേ PDF ഉണ്ടാവില്ലേ, ഇത് മൊത്തം നമ്മൾ ഇൻ്റർനെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് മൊത്തം ഡൗൺലോഡ് ചെയ്ത് കണ്ട് ഈ പ്രൊജക്റ്റിൽ കൊണ്ടുപോയിടുക. മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻസ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും. അതിൻ്റെ കുറേ ഒരു 100 കേസ് സ്റ്റഡി, മാർക്കറ്റിങ്ങിൻ്റെ ഒരു FNB, ഇപ്പോൾ നിങ്ങൾ FNB ബിസിനസ് ഫുഡ് റെസ്റ്റോറൻറ്റ് കാണിച്ചെങ്കിൽ 100 റെസ്റ്റോറൻറ്റ് കേസ് സ്റ്റഡീസ് ഇന്ത്യയിലുള്ള, പിന്നെ ഫിനാൻസിൻ്റെ കേസ് സ്റ്റഡീസ്, പ്രശ്നങ്ങൾ വരുന്നത്, സ്റ്റാഫ് HR-ൻ്റെ കേസ് സ്റ്റഡീസ്, ഇതെല്ലാം ആ പ്രൊജക്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് കംപ്രസ് ചെയ്ത് വെക്കുകയാണ് വിചാരിച്ചോ. ഇത്രയും ഇപ്പോൾ ഈ ഹാർവാർഡിൽ നിന്ന് അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൽ നിന്ന് പഠിച്ചിറങ്ങിയ MBA-കാരൻ്റെ ക്വാളിറ്റി നിങ്ങൾ ആ പ്രൊജക്റ്റിനുണ്ടേ. നിങ്ങൾ അതിനോട് ചാറ്റ് ചെയ്ത് നോക്കൊണ്ടു. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുക, ഇത്രയും നോളജുള്ള ഒരാളെ പോലെ ആൻസർ ചെയ്യേ. നമ്മൾ ഹാർവാർഡിൽ നിന്ന് ഒരാൾ ഹയർ ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇങ്ങനെ നമുക്ക് ചീപ്പല്ലേ, അഫോർഡബിൾ അല്ലേ, ചീപ്പ് എന്നല്ല അഫോർഡബിൾ അല്ലേ. ഇൻഫർമേഷൻ അല്ല പ്രശ്നം ഇനിയുള്ള കാലത്ത്, നോളജ് അല്ല ഇനി പ്രശ്നം. അത് പ്രോപ്പറായിട്ട് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അതാണ് ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ മൈൻഡ് ജിമ്മുണ്ട്. ഈ പോലത്തെ സ്ഥാപനത്തിൽ ഡെയിലി സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ മൈൻഡിനെ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ടിവിറ്റി കൊടുത്തിട്ട് മൈൻഡ് ജിമ്മുണ്ട് ഇവിടെ, ഫിസിക്കൽ ജിമ്മുണ്ട്. ഞങ്ങൾ പറയട്ടെ, ഇപ്പം ഞാൻ ഫേസ് ചെയ്ത കുറേ, ഞാൻ നന്നായിട്ട് വായിക്കണ ഒരാളാണ്, വായിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കണ ഒരാളാണ്. ഈ കണ്ട് ലോകത്തുള്ള കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഫ്യൂച്ചറിൽ സക്സസ്ഫുൾ ആവണം എന്തൊക്കെ പാരാമീറ്റേഴ്സ് വേണോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. രാവിലെ 10 to രാത്രി 10 മണി വരെ
പേഴ്സണൽ ബ്രാൻഡിങ് ഒരു മൊഡ്യൂളാണ്. പേഴ്സണൽ ബ്രാൻഡിങ് മസ്റ്റായി ചെയ്തു തുടങ്ങണം. ആ പേഴ്സണൽ ബ്രാൻഡിങ് ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്ത് സംസാരിക്കില്ല, അതല്ല. ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യൽ പേഴ്സണൽ ബ്രാൻഡിങ്ങാണ്, ഇൻസ്റ്റാഗ്രാമിൽ വ്ളോഗ് ചെയ്തതിൽ പേഴ്സണൽ ബ്രാൻഡിങ്ങാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ രീതിക്ക് ചെയ്തു പോവുക എന്നുള്ളതാണ് എനിക്ക് ഇങ്ങോട്ട് പറയുള്ളത്. ഓണ്ടർപ്രണേഴ്സ് ആവാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഒന്ന് ഡൂവർ മൈൻഡ് സെറ്റ് ഉണ്ടാവും, ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം. അതായത് എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യുക, ഗീവ് അപ്പ് ചെയ്യാത്ത രീതിക്ക്, അതായത് അഫോർഡബിൾ ലോസ് എന്നുള്ളത് കേട്ടോ, ലോജിക്കലി ചിന്തിച്ച് ചെയ്യുക. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഒരുപാട് നേരം ആയിട്ടുണ്ട് ഇപ്പം തന്നെ. നമുക്ക് ഇൻഷാ അല്ലാ ഇനിയുണ്ട് ഇഷ്ടംപോലെ ടോപ്പിക്കുകൾ സംസാരിക്കാൻ. നമുക്ക് പാർട്ട് 2-ലാക്കാം. പാർട്ട് 2 ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ അഭിപ്രായം പറയട്ടെ, കമൻറ്റ് ഇടാം. എന്തായാലും ഉണ്ടാക്കണേ. കാരണം നമുക്ക് ഇതിൻ്റെ ഒരു അവസാനത്തെ ഒരു ചോദ്യം, ഇത്രയും കാലത്തെ ഈ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾ ലേൺ ചെയ്തിട്ടുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ലെസൺ എന്തോ? നമുക്ക് ഒരുപാട് എൻ്റെ ലൈഫ് ടോട്ടലി ചേഞ്ച് ചെയ്യണത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അത് പഠിച്ചപ്പോഴാണ്, സ്വന്തമായിട്ട് പഠിക്കാൻ പഠിച്ചപ്പോഴാണ് ലേൺ ചെയ്യുക. ഞാൻ പറഞ്ഞ SLCയിൽ 52%, +2 ടോപ്പ് കുറച്ചുകൂടി കൂട്ടി, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, നെറ്റ് ക്വാളിഫൈഡാണ്. 100 ആൾ പരീക്ഷ 6 ആൾ പാസ്സാവുള്ളൂ. അതിൽ ഇന്ത്യ മൊത്തം ഇതിനുള്ള 100 ആൾ ഇത് 6 ആൾ പാസ്സാവുള്ളൂ. അതൊക്കെ PhD ചെയ്യാണ്. ഈ SLCയിൽ 52% ഞാൻ PhD എത്തിയില്ലേ, ഇത്രയും കൂടുതൽ പഠിപ്പിക്കുന്നില്ലേ. ഇതെപ്പോഴും അടിച്ചെങ്കിൽ ഞാൻ ലേൺ ചെയ്യാൻ പഠിച്ചോണ്ടാ, ലോജിക്കലി ചിന്തിക്കാൻ പഠിച്ചോണ്ടാ. ഒരാളൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ലോജിക്കലി, ഇപ്പോൾ ഇഷാമിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. അത് ലോജിക്കലി ചിന്തിച്ചെങ്കിൽ ഒന്നുമില്ല, ഇമോഷനെ കുറച്ചത് മാറ്റി വെക്കുക. ഇമോഷൻ എന്നുള്ളത് വേണ്ടെന്ന് പറഞ്ഞില്ല, സൈക്കോളജിക്ക് തന്നെ കേസ് ആവും. ഞങ്ങളിവിടെ നടക്കുന്ന ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നതാണ്, ഇമോഷണൽ ഡിസിഷൻ എടുക്കണ്ടോ. ഞാൻ ഇമോഷണൽ ഡിസിഷൻ എടുക്കില്ല, ഞാൻ ലോജിക്കൽ എടുക്കുള്ളൂ, സിസ്റ്റമായിട്ട് സയൻറ്റിഫിക്കലി ഞാൻ ഡിസിഷൻസ് എടുക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു ഇതെടുക്കുകയാണെങ്കിൽ ഇത് അങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് എടുക്കുക. ഈ ഒരു ലെസൺ നിങ്ങൾ ലൈഫിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരു സാധനം എടുക്കുമ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചിന്തിച്ചിട്ട് ലോജിക്കലി ചിന്തിച്ചിട്ട് ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സാധനത്തിൽ ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഞാൻ പെട്ടെന്ന് ഡിഷ് എടുക്കില്ല എന്ന് പറഞ്ഞത് സിസ്റ്റം 1 സിസ്റ്റം 2 ഡിസിഷൻ അങ്ങനെ സംഭവമുണ്ട്. സിസ്റ്റം 1 വെച്ചെങ്കിൽ പെട്ടെന്ന് എടുക്കണത്. ഇപ്പോൾ എനിക്ക് ഞാൻ ഓർഡർ ചെയ്തു, കുറച്ച് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ ഓർഡർ സാധനം സ്റ്റഡി നടത്തി ചെയ്യുന്ന സിസ്റ്റം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന ബുക്കിൽ പറയേണ്ടത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ വിശ്വസിക്കുന്ന എൻ്റെ ഫോണിൽ കാണിച്ചു തരാം. ഞാൻ ഡെയിലി ഒരു 10 മിനിമം 10 ചെസ് കളിക്കും. മിനിമം 10 ഗെയിം ചെസ് കളിക്കുന്ന ഒരാളാണ് ഡെയിലി. കാരണം അതെന്നറിയോ, നമ്മൾ ചിന്തിക്കും. ഞാൻ എന്താ ചിന്തിക്കുക വെച്ചാൽ നെക്സ്റ്റ് എങ്ങനത്തൊക്കെ വരുന്നുള്ളതിനെ കുറിച്ചുള്ള എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. ഇങ്ങനെ ഞങ്ങൾക്ക് എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചു തരുന്നുണ്ട്. ഡെയിലി അത് 3 മിനിറ്റ് കൊണ്ട് കളിക്കാൻ ക്യുക്കായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് അങ്ങനെ chess.com-ലാണ്. നിങ്ങൾ ആരെങ്കിലും ചെസ് കളിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ റിക്വസ്റ്റ് ഉണ്ട്, അംബ്രാസ് കെട്ടി തന്നെ എൻ്റെ പേരില്ല, നമുക്ക് അതിൽ ഫ്രണ്ടായിട്ട് കളിക്കാം, അങ്ങനെ കളിക്കാൻ പറ്റും. ചെസ്സ് എന്നേ കളിക്കും ഞാൻ. ചെസ്സിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ലോജിക്കലി ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു സാധനം ചെയ്യും. ഇതെല്ലാം മാർക്കറ്റിംഗ് അല്ല കേട്ടോ. ബ്രെയിൻ ബൂസ്റ്റ് ഉണ്ട്. ബ്രെയിൻ ബൂസ്റ്റ് എങ്ങനെ കൊടുക്കണം വെച്ചെങ്കിൽ മാത്സാണ്. ഡെയിലി മാത്സിൻ്റെ പ്രോബ്ലം ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവർ കൊടുക്കാനുള്ള ഉപദേശം എന്ന് വെച്ചെങ്കിൽ ലോജിക്കലി, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിച്ചുമായി ഉള്ളി വിറ്റങ്ങാണ്ട് കോടികൾ ഉണ്ടാക്കുന്നില്ലേ ഓണ്ടർപ്രണേഴ്സ് ആണെങ്കിൽ. നമ്മളെ നാട്ടിലെ സെയിം നിങ്ങൾ പഠിച്ച കോളേജ് പഠിച്ചങ്ങാണ്ട് ലക്ഷങ്ങൾ സാലറി വാങ്ങുന്നില്ലേ. ഇത്ര ആലോചിച്ചുമായി നിങ്ങളെ സെയിം കോളേജിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സെയിം കോഴ്സ് പഠിച്ചങ്ങാണ്ട് ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ആൾക്കാർ മാർക്കറ്റിലില്ലേ. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സെയിം ബിസിനസ് തുടങ്ങാണ്ട് കോടികൾ ഉണ്ടാക്കിയ ആൾക്കാരല്ലേ. അവരെങ്ങനെ പോസിബിളായി? ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾ ലോജിക്കലി ചിന്തിച്ച് ഒരുപാട് ആൻസർ. നമ്മൾ പറയും പടച്ചോൻ്റെ കുതിരത്താണ്, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഇതുണ്ട്, അതൊക്കെ സെക്കൻഡറി ആണ്. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞില്ല. നമ്മളെന്ത് ചെയ്യുക, ലോജിക്കലി കാണുക, അത് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഇവരോട് കൊടുക്കാനുള്ളൊരു ഫൈനൽ അഡ്വൈസ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം. അടിപൊളി വാല്യുബിൾ ലെസൺസ് കിട്ടി. ഇൻഷാ അല്ലാ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അവർ കമൻറ്റിൽ പറയട്ടെ. ഡെഫിനറ്റ്ലി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ മഞ്ചേരി ഇറങ്ങാം. വീട്ടിൽ വരാമല്ലോ, വീട്ടിൽ നല്ല ഫുഡും കഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഇരിക്കാൻ പറ്റും നോക്കാം. ഇൻഷാ അല്ലാ. അല്ലെങ്കിൽ ഒരു സോഡിയം എഡക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അവിടെ നിന്നൊക്കെ കൂടാം. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഷുവർ. സീ യു സൂൺ. ഓക്കെ, ബൈ.